السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. اللهم صل على سيدنا محمد النبي الأمي الطاهر الزكي وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا وكثرت ذنوبنا فادركنا أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الله لا إله إلا هو وعلى الله فليتوكل المؤمنون. صدق الله العلي العظيم. وقال النبي المصطفى المختار سيدنا محمد صلى الله عليه وسلم: لله أرحم بعباده من الوالدة الشفيقة بولدها. صدق رسوله الكريم. ഉത്കൃഷ്ടമായ വേദിയുടെ സമാദരണീയനായ അധ്യക്ഷൻ അസാന്നിധ്യത്തിലെങ്കിലും ബഹുമാന്യനായ മുഹമ്മദ് ഫൈസി, സ്വാഗതം ആശംസ പ്രിയങ്കനായ മൂസ ഫൈലി, ലളിത മനോഹരമായ കാലം കാതോർക്കേണ്ട സാന്ദർഭികമായ സാരോപദേശം കൊണ്ട് ഹൃദയത്തിൽ തട്ടുന്ന ഭാഷ കൊണ്ട് വേദിയെ ഉദ്ഘാടനം ചെയ്ത് അർത്ഥധന്യമാക്കിയ മലയാളക്കരയുടെ സമാദരണീയനായ നേതൃത്വം പാണക്കാട് സയ്യിദ് സാബിഖ് അലി ശിഹാബ് തങ്ങൾ, പ്രാർത്ഥന കൊണ്ടും സാന്നിധ്യം കൊണ്ടും സ്വർഗീയ തോപ്പിലെ താമര പോലെ വേദിയിൽ പ്രക്ഷോഭിതരായിട്ടിരിക്കുന്ന സമാദരണീയനായ സയ്യിദ് അവർകൾ, എന്റെ പ്രിയങ്കനായ ഷമീർ ഫൈസി ഉടമല, ബഹുമാന്യനായ ഇബ്രാഹിം ഫൈസി ആലി ഹാജി, ബഹുമാന്യനായ അബൂബക്കർ ഫൈസി, അബൂബക്കർ ദാരിമി, അൻവർ ഫൈലി, ഷമീർ ഫൈലി, സൽമാൻ ഫൈലി, കളത്തിൽ അഹമ്മദ് ഹാജി, വാഹിദ് ഫൈലി, മുസ്തഫ ഫൈലി, കോയ ഫൈലി, സാദിഖ് ഫൈലി പോലെയുള്ള റഫീഖ് മുസ്ലിയാർ, ലത്തീഫ് ഫൈലി, ഫൈസൽ മുസ്ലിയാർ,
പോലെയുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ, പണ്ഡിതന്മാരെ, സാദാത്യങ്ങളെ, ബഹുമാന്യനായ KKCM തങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാണ് വേദി അൽഹംദുലില്ലാഹ് തുടങ്ങിയത്. ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട സാബിഖ് അലി ശിഹാബ് തങ്ങളാണ്. അല്ലാഹു സ്നേഹമാണ് എന്ന ചിന്തനീയവും പഠനവിധേയമാക്കേണ്ടതും ശ്രദ്ധേയവുമായ മർമ്മമായ ചരടും മുരടുമാണ് ഞാൻ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഏകദിന പ്രഭാഷണമാണ്. ഉള്ള സമയത്തിൽ വിഷയം പറയണം എന്നതാണ് ദിവസം ചുരുക്കുമ്പോൾ അതിൻ്റെ ഉദ്ദേശ്യം. ആമുഖമായി അതുകൊണ്ട് സംഘാടകരുടെ നിയ്യത്ത് പോലെ മറ്റു കാര്യങ്ങളൊന്നും കൂട്ടിച്ചേർക്കാതെ ഞാൻ ഏൽപ്പിക്കപ്പെട്ട പ്രവിശാലമായ പ്രപഞ്ചത്തിലേക്ക് സഹൃദയരായ ശ്രോതാക്കളെ ആദരവോടെ സ്വാഗതം ചെയ്യുകയാണ്. വിഷയസംബന്ധിയായി ഒരു അക്ഷരം മാത്രമാണ് പ്രസംഗത്തിനെടുക്കുന്നത്. ഒറ്റ അക്ഷരം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിലെ ബ എന്ന അക്ഷരം. അതൊരു വലിയ ഡിസ്കാണ്. അത് കേന്ദ്രീകരിച്ചുകൊണ്ട് 2 മണിക്കൂർ സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അള്ളാഹുവിന്റെ സകല സ്നേഹങ്ങളും അതിലുണ്ട്. അള്ളാഹുവാണ് സത്യത്തിൽ സ്നേഹം. മനുഷ്യൻ ഭൂമിയിൽ ഖലീഫയാണ്, പക്ഷെ നേരെ കൊണ്ടുപോയത് സ്വർഗത്തിലേക്കാണ്. അതെന്തിനാണ്? ഭൂമിയിലേക്കാണ് നേരെ കൊണ്ടുവന്നെങ്കിൽ അള്ളാഹു സ്നേഹം മാത്രമാണ് എന്നത് ഇവിടുന്ന് പെട്ടെന്ന് മനസ്സിലാവില്ല. കാരണം ഇവിടെ അള്ളാഹുവിന്റെ അദാബുണ്ട്. ഭൂമി എന്ന് പറഞ്ഞാൽ അദാബിന്റെയും റഹ്മത്തിന്റെയും അദാബിന്റെയും ഒക്കെ കേന്ദ്രമാണ്. സ്നേഹം മാത്രം തുടിച്ചു നിൽക്കുന്ന കേന്ദ്രം അത് സ്വർഗമാണ്. അതുകൊണ്ട് ഭൂമിയിലേക്ക് ഖലീഫയായി ലക്ഷ്യം വെച്ച മനുഷ്യനെ അള്ളാഹു ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് സ്വർഗത്തിൽ കൊണ്ടുപോയത് അള്ളാഹു സ്നേഹം മാത്രമാണ് എന്ന് ബോധ്യപ്പെടുത്താനാണ്. വിശുദ്ധമായിട്ടുള്ള ഖുർആനിൽ 114 തവണ ആവർത്തിക്കപ്പെട്ടത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതാണ്. അപ്പൊ നിങ്ങൾ പല ആളുകളും ഒരു സൂറത്തിൽ ഇല്ലല്ലോ, പിന്നെന്താ ഇയാൾ 113 പറയേണ്ട സ്ഥാനത്ത് 114 പറയണമെന്ന് ചിന്തിക്കുന്നുണ്ടാകും എന്നെ പോലെ ഉള്ള ആളുകൾ. പക്ഷെ അത് മറ്റൊരു സൂറത്തിൽ ഉണ്ട്. അതുകൊണ്ടാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ചത് കാരുണ്യത്തിന്റെ സ്രോതസ്സാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇബ്ലീസിനെയല്ല, കാരുണ്യത്തിന്റെ മാത്രം ഉറവിടമേതോ ആ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ ആമുഖമായ ഹൃദയങ്ങളുടെ ചൈതന്യമായ വിശ്വാസത്തിന്റെ ശ്വാസമായ ഖൽബിന്റെ കവാടമായ റൂഹിന്റെ ഖിബ്ലയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആദ്യമായി സൃഷ്ടിച്ചത്. കാരണം അല്ലാഹു സ്നേഹം മാത്രമാണ്. അഹമ്മദ് എന്നാണ് മുസ്തഫ നബിയുടെ ഒരു പേര്. അഹമ്മദ് എന്ന വാക്ക് തുടങ്ങുന്നത് അലിഫ് കൊണ്ടാണ്. അത് അറബ് അക്ഷരങ്ങളുടെ കൂട്ടത്തിൽ 1ാമത്തെ അക്ഷരമാണ്. വഖദ് അശാറ ഹാദൽ അലിഫു ഇലാ അന്ന അവലൽ ഖൽഖി മുഹമ്മദുൻ. ഈ അലിഫ് പറയുന്നുണ്ട് മുഹമ്മദ് നബി ലോകത്ത് ആദ്യത്തെ സൃഷ്ടിയാണ് എന്ന്. കുന്തു കൻസൻ മഖ്ഫിയ ഫാറത്തു അൻ ഉഅറഫ ഫഖലഖ്തുൽ ഖൽഖ ഖുദ്സിയ ഹദീസിൽ അല്ലാഹു പറഞ്ഞതായി മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അല്ലാഹു ആദ്യം സൃഷ്ടിച്ചതും കാരുണ്യത്തെയാണ്. അവന്റെ വിശുദ്ധമായിട്ടുള്ള ഖുർആൻ തുടങ്ങുന്നത് ബിസ്മില്ലാഹിൽ അലീമിൽ ജബ്ബാർ എന്ന് പറഞ്ഞിട്ടല്ല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹ്ക്ക് 5000 ഇസ്മുകളുണ്ട്, 99 ഇസ്മുകളൊന്നല്ല, 5000 ഇസ്മുകളുണ്ട്. ഇമാം റാസി റഹിമഹുല്ലാഹ് പറയുന്നു, അൽഫു മിൻഹാ ഫി തൗറാത്തി വഅൽഫു മിൻഹാ ഫി സബൂരി വഅൽഫു മിൻഹാ ഫിൽ ഇൻജീലി വഅൽഫു മിൻഹാ ഫിൽ ഖുർആനി വയഖാലു അൽഫുൻ ഫിൽ ലൗഹിൽ മഹ്ഫൂസ്. 1000 ലൗഹുൽ മഹ്ഫൂദിൽ വേറെ ഉണ്ട്. അപ്പൊ 5000 ഇസ്മുകൾ അള്ളാഹ്ക്കുണ്ട്. ഒരു വിഭാഗം ആരിഫ്യങ്ങളുടെ അഭിപ്രായത്തിൽ അതിന്റെ മേലുണ്ട്. അതിൽ നിന്ന് ഖുർആൻ തുടങ്ങാൻ അള്ളാഹു ഉപയോഗിച്ചത് 3 ഇസ്മുകളാണ്. ചിന്തിക്കണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബാ കൊണ്ടാണ് തുടങ്ങിയത്. വഹാദൽ ബാഉ മുസ്തഖും മിനൽ ബിർരി. ഇമാം റാസി റഹിമഹുല്ലാഹ് വഹാദൽ ബാഉ എന്നാണ് ബിസ്മിലുള്ള ബാ മുസ്തഖും മിനൽ ബിർരി, അത് ബിർറിൽ നിന്ന് പിടിക്കപ്പെട്ടതാണ്. എന്താ അതിന്റെ വായന? ഫഹു അല്ലാഹു
അൽ ബാറു അലൽ മുഅ്മിനീൻ ഫി ദുനിയ ഫിൽ ആഖിറ. മുഅ്മിനീങ്ങൾക്ക് ധാരാളമായി ഗുണം ചെയ്യുന്നവനാണ്. വഅദല്ലു ബിർരിഹി അൻ യുക്രിമഹും യൗമൽ ഖിയാമത്തി ബിറുയതിഹി. അല്ലാഹു ചെയ്യുന്ന കാരുണ്യം, അല്ലാഹു ചെയ്യുന്ന സ്നേഹം, അല്ലാഹുവിന്റെ ഔദാര്യം, അല്ലാഹുവിന്റെ ഗുണങ്ങളിൽ നിന്ന് ഏറ്റവും മഹത്തമായത്, ഉത്കൃഷ്ടമായത്, നാളെ പാലാറ് വീഞ്ഞാറ് കളകളാറവം മുഴക്കൊഴുകുന്ന അരുവികളാൽ സമൃദ്ധമായ ആകാശഭൂമികളുടെ പ്രവിശാലതയുള്ള സ്വർഗത്തിൽ വെച്ചുകൊണ്ട് അവർണ്ണനീയമായ, അവാച്യമായ, അതിഗംഭീര്യമായ അല്ലാഹുവിന്റെ ദർശനത്തിലേക്ക് മുഅ്മിനീങ്ങളെ ഉയർത്തലാണ്. അല്ലാഹു ചെയ്യുന്ന സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയോ ഏറ്റവും വലിയ ഉദാഹരണമെന്ന് ആരിഫീങ്ങൾ എഴുതി വെക്കുകയാ. അതിനെ സഹസ് അല്ലാഹു കാരണമാക്കി തരട്ടെ. ഒന്നാമീ പറയാം, ഇതിനെ സഹസ് അല്ലാഹു കാരണമാക്കി തരട്ടെ. നമ്മളെല്ലാ പണിയും അതിനാണ് തന്നെ. അള്ളാനെ കാണാനാ. അള്ളാനെ കാണാൻ കുറെ റുക്കൂ ചെയ്ത് നോക്കും, കുറച്ച് സുജൂദ് ചെയ്ത് നോക്കും, കുറച്ച് ഇത്തിദാൽ ചെയ്ത് നോക്കും, അല്ലേ? കുറച്ച് ബെസ്റ്റിന് പട്ടിണി കിടക്കും. പ്രേമിച്ചാൽ അങ്ങനെയല്ലേ, പട്ടിണി കിടക്കും, നോമ്പ് പട്ടിണി കിടക്കും, കുറെ തെക്ബീറല്ലേ നോക്കും. പിന്നെ ഭ്രാന്തന്റെ കളിയാണ്. അത് ഹജ്ജിന്റെ സീസല്ല. എന്താ ഭ്രാന്തന്റെ കളി എന്ന് പറഞ്ഞാൽ ഭ്രാന്തൻ കാണാൻ ഇങ്ങനെ കറങ്ങണ്. അതാണ് ഹജ്ജിന് പോയ ആൾക്കാർ കറങ്ങണ്, കാബ ഇങ്ങനെ കറങ്ങുക. അത് പിരാന്തം പണി എന്ന് അതിന് പറയാം. രണ്ടാമത് ഭ്രാന്തന്മാർ ചെയ്യൽ എന്താ വെച്ചാൽ അങ്ങാടിയിൽ കണ്ടിട്ട് ഒന്ന് ഇവിടുന്ന് അങ്ങോട്ടും നടക്കും, അവിടുന്ന് ഇങ്ങോട്ടും നടക്കും. അതിനാണ് ഞങ്ങൾ സഴി എന്ന് പറയാം. അങ്ങനെ കാണാനുള്ള തിടുക്കത്തിൽ ഭ്രാന്ത് ഇളകിയതാ. പിന്നെ ഭ്രാന്തന്മാരെ പണി എന്താ വെച്ചാൽ കല്ലെടുത്തരലാണ്. അതാണ് നമ്മൾ ജംറത്തുൽ അഖബനെ എറിഞ്ഞു പോകുന്നത്. പിരാന്ത പണിയാണ്. ഇത് ആരിഫ്യങ്ങൾ കുറച്ച് ഞാൻ ഉണ്ടാക്കി പറഞ്ഞല്ല, അതൊക്കെ ആരിഫ്യങ്ങളെ കിതാബിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. റുഫിയൽ ഖലമു അനിൽ ഹാജി വ റുഫിയൽ ഖലമു അനിൽ മജ്നൂനി. രണ്ടും ഒന്ന് തന്നെയാണ്. രണ്ടാൾക്കും സ്വർഗമുണ്ട്, അവർക്ക് ദുനൂബുകളില്ല എന്നാ. കാരണം രണ്ടും സെയിം പണിയാണ്. പിരാന്തന്മാരെ പിന്നെ കല്ലെടുത്തറിയും, നമ്മൾ ജംറത്തുലൊക്കെ എറിയും, അല്ലേ? പിന്നെ പിരാന്ത ചെയ്യുന്നൊരു പണിയുണ്ട്, ഇങ്ങനെ മുടിയൊക്കെ പിടിച്ചിട്ട് ഇങ്ങോട്ട് വലിക്കും. അതിനാണ് തഹല്ലുൽ എന്ന് പറയാം. വലിക്കുക മാത്രമല്ല, വരണ്ടാണ്. പിന്നെ അള്ളാനെ കണ്ടില്ല. അപ്പൊ മുഅ്മിനായ മനുഷ്യൻ എന്ത് ചെയ്യും? ഈ കണ്ണോണ്ട് കാണാൻ പറ്റൂല എന്നുള്ള തീരുമാനമായി. അപ്പൊ അങ്ങോട്ട് മരിക്കും, ഇനി പുതിയ കണ്ണിട്ടും, അപ്പൊ കാണും ചെയ്യും. അപ്പൊ മരണം എന്ന് പറഞ്ഞാൽ പടച്ചോനെ കാണാനുള്ള യാത്രക്കാണ് പറയാം. അങ്ങനെ പോണം. അതാണ് അള്ളാഹുവിനെ കാണാനുള്ള യാത്രയാണ് മരണം. അതുവരെ സിജിനാൻ. അദ്ദുനിയ സിജിനുൽ മുഅ്മിൻ വജന്നത്തുൽ കാഫിർ മുഹമ്മദ് മുസ്തഫ. അത് ഏത് പരയിൽ താമസിച്ചാൽ ഇമാം മാലിക് റളിയല്ലാഹുവിനോട് ഒരു ചോദ്യം ചോദിച്ചു. കാരണം വലിയ സംശയമുണ്ട് ഈ ഹദീസിൽ. കാരണം വലിയ വലിയ പരയിൽ താമസിച്ച് സുഭിക്ഷമായ ഭക്ഷണം കഴിച്ച് രസകരമായി കുടിച്ച് നല്ല പൈസ ഉള്ള കുറെ മുഅ്മിനീങ്ങൾ, ഓൽക്കത് ജയിലുവാക്കണം. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ, ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ, തലവെക്കാൻ തിണ്ണല്ലാതെ, ശരീരത്തിൽ മുഴുവനും വ്രണങ്ങളും മുറി ഈച്ച പാറലൊക്കെ ആയിട്ട് എന്നാ മുസ്ലിം ആളെ യോഗം ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ കുറെ കാഫര്യങ്ങൾ ഈ ലോകത്തുണ്ടാകുമ്പോൾ ഈ ഹദീസ് രണ്ട് കൂട്ടിലേക്കും ബന്ധപ്പെടുത്തിയിട്ട് എങ്ങനെ ഫിറ്റ് ആവുക എന്ന് വെച്ചു. ഒരുപാട് വ്യാഖ്യാനങ്ങൾ അതിനുണ്ട്. പക്ഷെ മാലിക് ഇമാം പറഞ്ഞെന്താരോ, അത് ആഖിറത്തിലേക്ക് ചേർത്തി വെക്കാലേ പൂർണ്ണാവുള്ളൂ എന്നാണ്. കാരണം എന്താ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഖൽബിൽ എനിക്ക് അള്ളാനെ കാണണം എന്നുള്ളൊരു ബോധം കൊണ്ട് വന്നാൽ ഇനി ഓന് ഏത് പരയിൽ താമസിച്ചാലും ജയിൽ തന്നെയാണ്. അത് ജയിൽ തന്നെയാണ്. ഓന ശരിക്കും മരിച്ചാണ്ട് പോയാലേ റാഹത്താവുള്ളൂ. നേരെ മറിച്ചൊരു കാഫിർ നരകീയമായ അദാബിലും പീഡനത്തിലും പരീക്ഷണത്തിന്റെ കെട്ടുപാറകൾക്കിടയിൽ നിരാശയുടെ കയ്പുനീര് കുടിച്ചുകൊണ്ട് തലവെക്കാൻ തിണ്ണയില്ലാതെ, കഴിക്കാൻ ഭക്ഷണമില്ലാതെ, കുടിക്കാൻ വെള്ളമില്ലാതെ, ഉടുക്കാൻ തുണിയില്ലാതെ കഷ്ടപ്പെടുകയാണെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന പരമമായ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാത്തത് കൊണ്ട് പരലോകത്തെ പടച്ചവനവന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള കത്തിക്കാളുന്ന ഭീകരമായ നരകജ്വാല ഇല്ലേ, അതിലേക്കങ്ങ് ചേർത്തി നോക്കിയ അവൻ ഈ ദുനിയാവിൽ സ്വർഗത്തിലാണ്. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ പൊരുളതാണ് മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്. അപ്പൊ ഏറ്റവും വലിയ സ്നേഹം റബ്ബാണ്. അള്ളാന്റെ സ്നേഹത്തിന് ഒരു പരിധി ഉണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്കാണേ. ഞാൻ എന്റെ കാര്യം പറയുമ്പോൾ നിങ്ങളും ചിന്തിക്കണം കേട്ടോ.
നോക്കൂ, അള്ളാന്റെ ഒരു പ്രവർത്തനത്തിന്റെ രൂപങ്ങൾ നോക്കും. നമ്മളെ ശരീരത്തിൽ മ്ലേച്ഛമായതും കാണാൻ വൃത്തിയില്ലാത്തതൊക്കെ അള്ള ഉള്ളിലാക്കിയിട്ടുണ്ട്, കാണാൻ വൃത്തിയുള്ളതൊക്കെ പുറത്തു ആക്കിയിട്ടുണ്ട്. ഇത് അള്ളാന്റെ ഒരു പൊതു പരിപാടിയാണ്. എന്താ പറയുന്ന അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവില്ല, ഞാൻ പറയാം. കിഡ്നി, ലിവർ, കൊടല്, പെട്ടി, ഇതൊക്കെ എവിടെ ഉള്ളത്? ഉള്ളില്. അതൊന്ന് പുറത്തായി നോക്കണം, പുതിയാപ്പിള ഇറങ്ങാൻ പറ്റൂല. അതാണ്ടായാലും നമ്മൾ സാധാരണ കല്യാണം കഴിച്ച ആദ്യ സമയങ്ങളിലൊക്കെ ഭാര്യനോട് പറയും ഇതിന്റെ കരലാണെന്ന് പറയും. അത് ഭാര്യന്റെ കരലൊന്ന് പുറത്തിറങ്ങി നോക്കണം, അപ്പൊ പറയില്ല. ആദ്യ സമയത്ത് കേട്ടോ, കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അതും പറയില്ല. കുടുംബം എന്ന് പറഞ്ഞാൽ കൂടുമ്പോ അപ്പൊ കൂടുമ്പോ അമ്പല്ല ഭൂകമ്പാണ്. അപ്പൊ അത് ഞാൻ 2 ആഴ്ചൻ്റെ എന്നൊക്കെ പറഞ്ഞത്. കൂടുതൽ ചിരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ അനുഭവത്തിനായിരിക്കും, ഓർമ്മയെന്ന് ചിരിക്കായിരിക്കും, എനിക്ക് അറിഞ്ഞൂടെ ഏതായാലും. അപ്പോ ആ തുടക്കത്തിൽ പറയുന്ന ചില ഭാഷകളുണ്ട്, അതൊക്കെ ആ സാധനം പുറത്തിറങ്ങണം, അപ്പൊ ഭാഷ മാറ്റും. ലിവറാണ്, ആ ലിവർ പുറത്തിറങ്ങിയാൽ ലിവറാന്ന് പറയില്ല. അപ്പൊ അള്ളാഹു തആല കാണാൻ മോശമുള്ളതും വെറുക്കണതൊക്കെ ഉള്ളിൽ വെച്ചിട്ട് തോലിയോണ്ട് ഇങ്ങോട്ട് പൊതിഞ്ഞിട്ട് പുറത്തേക്ക് മൂക്ക്, കണ്ണതൊക്കെ കൊണ്ട് ഫിറ്റ് ചെയ്തു. ഈ മൂക്കെടുത്തിട്ട് അടിക്കും, അടിയിലുള്ള ചിലത് മോൾക്കും ഫിറ്റ് ചെയ്താൽ എന്തായിരിക്കും നമ്മളെ അവസ്ഥ? ചിന്തിച്ചോ കാണികൾ. അപ്പൊ ഓരോന്ന് ആ ലഖദ് ഖലഖനൽ ഇൻസാൻ അങ്ങനെ തന്നെ ഒന്ന്. ഇനി രണ്ടാമത്തെ നിങ്ങളോ, ഞാൻ ഇപ്പൊ ഇവിടെ പ്രസംഗിക്കണേ എന്തുകൊണ്ടാ അറിയോ? അള്ളാന്റെ അയ്ബ് മറച്ചുകൊണ്ടാണ്. മനുഷ്യൻ എന്ന നിലയിൽ എനിക്ക് അയ്ബുണ്ടാവും, നിങ്ങൾ ഇങ്ങനെ നോക്കണ്ട, നിങ്ങൾക്ക് അതിനേക്കാളും ഉണ്ടാവും. ഈ അയ്ബുകളൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കേണ്ടത് അമ്മായിയും അറിയരുത്, അമ്മോശൻ അറിയരുത്, ഉസ്താദ് അറിയരുത്, ശിഷ്യൻ അറിയരുത്, ഇതിങ്ങനെ അയൽവാസി അറിയരുത്, സംഘാടകൻ അറിയരുത് എന്ന നിലയിൽ പൊത്തിപ്പിടിച്ച കുറെ അയ്ബുകളുണ്ടല്ലോ. ആ പാക്കറ്റ് അല്ലാണ്ട് പൊളിച്ചാൽ എനിക്ക് പ്രസംഗിക്കാൻ പറ്റും? അല്ല, നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റും? അപ്പൊ അതല്ല അങ്ങോട്ട് മാറ്റി വെച്ച് അയ്ബ് മറിച്ചു. 2, 3. ഞാനിപ്പോ ഇവിടെ നിൽക്കുമ്പോ അള്ളാഹ്ക്കറിയാം നാളെ ഞാൻ എന്ത് ചെയ്യുമെന്ന്, അല്ലെ? അള്ളാഹ് ത്രികാലജ്ഞനാണ്, അള്ളാഹ്ക്ക് നാളെ എന്നില്ല, അല്ലെ? ബിലാൽ റളിയല്ലാഹു തആല അൻഹു സ്വർഗ്ഗത്തിലേക്ക് ചവിട്ടി പോകുന്നത് മുസ്തഫ നബി കാണുകയും മുസ്തഫ നബിയുടെ മുമ്പിലായി നടക്കുന്നത് അറിയുകയും ചെയ്തു. മിഅ്റാജ് കഴിഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചില്ലേ, ബിലാലേ നീ സ്വർഗ്ഗത്തിലേക്ക് എന്റെ മുമ്പിലായി പോകുന്നത് ഞാൻ കണ്ടു ബിലാലേ, നീ അതിന് മാത്രം എന്താണ് ചെയ്തത് ബിലാലേ എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. ഇവിടെ ഒരു ചർച്ച ഉണ്ട്. ബിലാൽ അള്ളാഹ് ഇപ്പൊ സ്വർഗത്ത് പോയിട്ടില്ല. ഒരുപാട് മറുപടിയിൽ ഒന്നെന്താ അറിയോ? അള്ളാഹ് ത്രികാലജ്ഞനാണ്. ഈ കാലം സമയം ഇതൊക്കെ നമ്മളിടയിലുള്ള ചില കർട്ടനാണ്. ആ സമയത്ത് മുസ്തഫ നബി അള്ളാഹു തആല കാലം എന്ന കർട്ടനായിട്ട് പൊക്കിയപ്പോ കാണാനുള്ളൊക്കെ കണ്ടു മുഹമ്മദ് മുസ്തഫ. ഇവിടെ ബുദ്ധിക്ക് റോളില്ല, ബുദ്ധിക്ക് റോളില്ലാത്തടത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഏതും ഓരോ സമയം അനുസരിച്ചുകൊണ്ട് ചെയ്യാനുള്ള ചെയ്യണം, അല്ലെ? ഏതും അങ്ങനെയല്ലോ. ഇപ്പൊ പൊറാട്ട, ഇറച്ചി ഇത് നമുക്ക് കിട്ടിയാൽ കഴിക്കാം, എനിക്ക് നല്ലതാണ്. പക്ഷെ അത് നല്ലാന്ന് കരുതിയിട്ട് 40 തികയാത്ത കുട്ടീനെ തൊള്ളയെ കൊടുത്ത പള്ളിക്കാട്ട് കൊണ്ടേ കെടുത്താൽ തന്നെ, കാരണം ആ കുട്ടി അതിന് പാകായിട്ടില്ല. ആ ശരീരത്തിന്റെ കാര്യം അങ്ങനെയാണ്, അക്കലിന്റെ കാര്യം അങ്ങനെ. അമ്മ ഊത്തിത്തുമിനൽ ഇൽമില്ല ഖലീല, നമുക്ക് കുറച്ച് ഇൽമുള്ളൂ, അത് വെച്ചിട്ട് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ അതിന്റെയൊക്കെ രീതി അങ്ങനെയാണ്, അതിനൊക്കെ രീതി അങ്ങനെയാണ്. ഈ ഇതെന്തിനാ ഞാൻ പറഞ്ഞേ, ഞാൻ ഓർക്കണില്ല. അല്ല അത് എന്തിനു പറഞ്ഞ ഒന്നാമത്തെ തീരെ ഉറങ്ങിയിട്ടില്ല, അതുകൊണ്ടാ. അൽഹംദുലില്ലാഹ് നമ്മൾ ഭാവിയിൽ അപ്പൊ നാളെ എന്നുള്ള പ്രശ്നം അല്ലാക്കില്ല. നമ്മളെ കൂട്ടത്തിൽ ഇപ്പൊ നാളെ തെറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ലേ, അത് അള്ളാഹു തആല നെറ്റിമാണ്ട് എഴുതി വെച്ചെന്ന് വേറെ അറിയാൻ പറ്റും. അത് അള്ളാഹ് ഒന്നും ചെയ്തില്ല. 4, ഞാൻ പെട്ടെന്ന് പറയാം. 4, എന്റെ കൽബിൽ എന്തെല്ലാം. അപ്പൊ ഞാൻ അങ്ങനെ പ്രസംഗിക്കുമ്പോൾ എന്റെ കൽബിലുള്ളത് അള്ളാഹു മാത്രാവൂലല്ലോ. എത്ര ഇപ്പൊ സംഘാടകർ പൈസ തരിക എന്നുള്ളത് കൂടി ചിന്തിക്കണ്ടാവൂലേ? അല്ല, ഒന്നും അല്ലെങ്കിൽ അതൊരു മോശമല്ലേ? അപ്പൊ അള്ളാഹു തആല എന്റെ നെറ്റിം എങ്ങനെ അറിയിക്കുക നിങ്ങൾക്ക്, ഇവൻ പൈസക്കാരനാണ് കേട്ടോ എന്നിങ്ങനെ അറിയിച്ചങ്ങൾ പറയില്ലേ? നിർത്തരങ്ങായി ആയത്തിന് അർത്ഥം വെക്കണ്ടാറ്. പക്ഷെ എന്റെ കൽബിൽ ഉദിച്ചു വരുന്ന ഒന്നും അള്ളാഹ് നിങ്ങൾക്ക് കാണിച്ചു തരില്ല. എന്നാ അതില്ലേ, ഉണ്ട്, വായിച്ചെടുക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമുക്ക് പൊതുവെ അത് അള്ളാഹു കാണിച്ചു തരാം. കുല്ല ഇൻസാനിൻ അൽസംനാഹു തായിറഹു ഫീ ഉനുഖിഹി. ഇവിടെ തന്നെ ഉണ്ട്, ഇവിടുന്ന് എടുക്കും പോകില്ലാന്നാ. ഇവിടുന്ന് എടുക്കും പോലെ ഈ സാധനം അത് വായിച്ചെടുക്കാൻ പറ്റുന്ന ആളുകളുണ്ട്. അപ്പൊ കറാമത്തൊന്നും പറയാൻ പറ്റാത്ത കാലം. ഫേസ്ബുക്കിൽ കുറെ ആൾക്കാർക്ക് വരക്കാൻ കാത്തിക്കുകയാണ്. കാരണം മനസ്സിലാഞ്ഞപ്പോ എന്താ ചെയ്യണേ? ഞാൻ ഇവിടെ അടുത്ത് മമ്പുറങ്ങളൊരു കറാമത്ത് പറഞ്ഞു. നാനാഭാഗത്തും വണ്ടിയും കൊണ്ടുകൊടുത്തിട്ട് നാവ് വാങ്ങിച്ച് ഇന്റെ വേക്കിലെല്ലാവരും കറാമത്ത് ഉൾക്കൊള്ളുന്ന ചില സുഹൃത്തുക്കളും തട്ടിക്കുക. അങ്ങനെ മമ്പുറങ്ങളെ കുറിച്ച് ലോകത്തൊരു കിതാബിലില്ല. നമ്മൾ കാണാത്തില്ല എന്ന് പറയണതിന് അഹങ്കാരല്ലേ? അല്ല നമ്മൾ സംഗതി കണ്ടിട്ടില്ലെങ്കിൽ ഇല്ല എന്ന് പറയുന്നതിനേക്കാളും വലിയ അഹങ്കാരം ഏതാളുള്ളത്? ഞാനേ കണ്ടിട്ടില്ല എന്ന് പറയില്ല നല്ലത്. ഒരു 5-8 പുസ്തകം എടുത്തിട്ട് നോക്കുമ്പോൾ പിന്നെ ആർക്കും ഉണ്ടാട്ടില്ലേ?
അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഇത് അറിയുന്ന മഹാന്മാരുണ്ട്, അതവിടെ ഇരിക്കട്ടെ. ഞാൻ പറയുന്നത് ഇനി നിങ്ങൾ ചിന്തിക്കൂ, ഞാൻ ഈ പ്രസംഗിക്കുമ്പോ നിങ്ങൾ അനുഭവിക്കുന്നത് എന്താണ്? കേവലം പ്രസംഗമല്ല, ഇതിന്റെ പിറകിൽ എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങളുടെ ഘോഷയാത്രയാണ്. ഈ പ്രസംഗത്തിൽ ഞാൻ ഉപയോഗിക്കുന്ന ആശയങ്ങൾ എവിടെയോ വായിച്ചതോ കണ്ടതോ ആയ വസ്തുതകൾ ആശയങ്ങളാവുകയാണ്, ആശഭാഷയാവുകയാണ്, ഭാഷ പദങ്ങളാവുകയാണ്. പദങ്ങൾ നാവിന്റെ തുമ്പത്ത് വരികയാണ്, നാവിന്റെ തുമ്പത്ത് നിന്നത് ക്രമേണ പുറത്തു വരികയാണ്. വൈൻ തൗദ്ദൂ നിഅമത്തല്ലാഹ് ലാ തുഹ്സുഹാ എന്നല്ല, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ എണ്ണിയാലെന്നല്ല, നിഅമത്ത് എന്ന് ഏകവചനമായിട്ടാണ് പറഞ്ഞത്. കാരണം അനുഗ്രഹങ്ങളെ എണ്ണണ്ട, അനുഗ്രഹങ്ങളിൽ നിന്നൊരു ചെറിയ അനുഗ്രഹത്തിന്റെ ആഴവും പരപ്പും അങ്ങ് എണ്ണിയാൽ അള്ളാഹിനോടുള്ള സ്നേഹം കൊണ്ട് ബോധരഹിതനാവുന്നതാണ്. അതിന് മാത്രം അനുഗ്രഹങ്ങളാണ് നിമിഷാർത്ഥത്തിൽ പേമാരി പോലെ പടച്ചവൻ നമുക്ക് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അജബൽ മുഹിബ്ബി കൈഫ യനാമു കുല്ലു നൗമി അലൽ മുഹിബ്ബി ഹറാമു. അള്ളാഹുവിനെ സ്നേഹിക്കണം. അള്ളാഹിനെ പേടിച്ചാ പോരാ. നമ്മളിങ്ങനെ നിസ്കരിക്കാം, പാമ്പിനെ പേടിക്കണവര് അള്ളാഹ് നരകത്തിലിടും, അല്ലാഹു അക്ബർ, അങ്ങനെ മാത്രം പോരാ. അതിന് വലിയ വീര്യമില്ല എന്നാ മഹാന്മാരെ. നരകത്തെ ഹൗഫായിട്ടും സ്വർഗത്തെ സ്നേഹിച്ചിട്ടും ഇബാദത്ത് ചെയ്യണതിന് ഒരു നിലയും വലിയും കൊടുത്തിട്ടില്ല. ഇല്ല, അത് ഞാൻ ഉദാഹരണം പറയാൻ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമ്മളെ ഭാര്യ നമ്മളെ സ്നേഹിക്കണത് പൊരണ്ടാക്കി കൊടുക്കുന്ന നമ്മൾ പറഞ്ഞ അന്ന് മുതലാണ് തുണി കുപ്പാൻ തിരുമ്പാൻ തുടങ്ങിയതെങ്കിൽ, ആദ്യമൊന്നും തുണി കുപ്പാൻ തിരുമ്പലില്ല. നമ്മൾ പറഞ്ഞ് പിന്നെ ഞാൻ പിന്നെ അധ്വാനിക്കണൊക്കെ എന്തിനാ എനിക്കറിയോ? ഇല്ല, പെട്ടെന്ന് എനിക്കൊരു പൊരണ്ടാക്കി തന്നെ, പിന്നെ ഒരു വണ്ടി എടുക്കണം തന്നെ, എന്നാ തുണി കുപ്പാണ്ട് ഒരുക്കാണി എന്ന് ഭാര്യ പറയണമെങ്കിൽ നമുക്ക് ആ ഭാര്യനോട് സ്നേഹം ഉണ്ടാവുക. കാരണം ഇവിടെ ലക്ഷ്യം പൊരയാണ്, വണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് തിരുമ്പാൻ തുടങ്ങി. അപ്പൊ നമ്മൾ പറയും ഓളിപ്പോ എന്നെ സ്നേഹിക്കണ എന്തുകൊണ്ടാന്നൊക്കെ എനിക്കറിയാം. അത് ഞാൻ ഓളോട് സമയത്ത് പൊരണ്ടാക്കി തരാം, വണ്ടി വാങ്ങി തരാന്നൊക്കെ പറഞ്ഞപ്പോ അന്ന് തുടങ്ങിയതാണ് കട്ടൻ ചായ ശരിയാക്കലും ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരല്. അത് നമുക്കറിയാം, അറിയാന്ന് നമ്മൾ പറയുള്ളൂ അല്ലേ. സാധാരണ എന്തെങ്കിലും നമ്മൾ പള്ളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് RSS വരെ വിളിക്കലുണ്ട്. പള്ളിനോടുള്ള സ്നേഹം. വൈകുന്നേരം പണിയെടുത്താൽ പൈസ കിട്ടും. ലക്ഷ്യം പൈസയാണ്, പള്ളി മാധ്യമമാണ്. എന്നേപോലെ നമ്മൾ സ്വർഗത്തിന് ആഗ്രഹിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യാം. അപ്പൊ ലക്ഷ്യം സ്വർഗം, അല്ല മാധ്യമം പറ്റൂല. ലക്ഷ്യം അല്ലാഹു ആയിരിക്കണം, ലക്ഷ്യം അല്ലാഹു ആയിരിക്കണം. അതിനാണ് നിലമലുള്ളത്, മറ്റേന് നിലമലില്ല. ഇല്ല, ലക്ഷ്യം അല്ലാഹു, മഅബൂദ് അല്ലാഹു ആണ്, ലക്ഷ്യം അല്ലാഹു ആണ്. ഇവിടെ ഇപ്പൊ നിങ്ങൾ ഇന്ത്യക്ക് സ്വർഗം ഇബാദത്ത് ചെയ്യാത്ത കോലത്തിൽ സ്വർഗം കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇബാദത്ത് ചെയ്യോ? അല്ല, ഈ നമുക്ക് ലക്ഷ്യം സ്വർഗാണെങ്കിൽ ഇപ്പൊ സ്വർഗം ഇബാദത്ത് ചെയ്യാത്തതിന് കിട്ടുമെങ്കിൽ ഇപ്പൊ അള്ളാഹ് നമ്മൾ ഒഴിവാക്കൂലേ? അപ്പോ അള്ളാഹു ആണ് വിഷയം, സ്വർഗല്ല. സ്വർഗം നമുക്ക് കിട്ടും വേണം. നരകത്ത് പോയി വീഴണമെന്നല്ല ഈ പറയുന്നത്, സ്വർഗം കിട്ടും വേണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്നാമേ പറയാം, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പക്ഷേ ലക്ഷ്യം സ്വർഗമല്ല. ഞാൻ സ്നേഹത്തിനൊരു ഉദാഹരണം പറഞ്ഞു തരാം. ഫിർഔനെ ആരാധിച്ചുകൊണ്ട് വരുന്ന ഒരു ചെറുപ്പക്കാരന് കലീമുല്ലാഹി മൂസ കാണാനിടയായി. മൂസാ നബി ചോദിച്ചു, നീ എവിടെ നിന്നാണ് വരുന്നത്? ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ ഫിർഔനെ ആരാധിച്ചു വരികയാണ്. മൂസാ അലൈഹിസ്സലാം അതിന്റെ വിഡ്ഢിത്തവും നിരർത്ഥകതയും ബോധ്യപ്പെടുത്തുകയാണ്. ഫിർഔന് ആരാണ്? അവൻ മനുഷ്യനല്ലേ, അവന് ബലഹീനനല്ലേ, അവന് ആരാധിച്ചിട്ട് നിനക്കെന്താണ് കാര്യം കിട്ടാനുള്ളത്? ഈ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് പ്രത്യേകമായ കാര്യമൊന്നും കിട്ടാനില്ല. ആ സമയത്ത് മൂസാ അലൈഹിസ്സലാം പറഞ്ഞു, നീ ആ പറയുന്നത് കളവാണ്. നിന്റെ ഓരോ ആരാധനയിലും നിനക്ക് ഇത്രമാത്രം കാശ് കിട്ടിയില്ലേ? അത് നീ നിന്റെ വീട്ടിൽ ഇന്ന സ്ഥലത്ത് സൂക്ഷിച്ചിരിക്കുന്നില്ലേ? അതുകൊണ്ട് നീ ആരാധിക്കുന്നത് ഫുലൂസ് മോഹിച്ചിട്ടല്ലേ എന്ന് കലീമുല്ലാഹി മൂസ അങ്ങ് പറഞ്ഞപ്പോ ഈ ചെറുപ്പക്കാരൻ അടിമുടി വിറക്കുകയാണ്. ഇത് എങ്ങനെയാണ് മൂസാ നബിക്ക് മനസ്സിലായത്? ആണ് ഇത് സ്വകാര്യം കൊണ്ടുവച്ച പൈസ എങ്ങനെയാണ് ഇപ്പൊ മൂസാ നബിക്ക് മനസ്സിലായത് എന്നാണ്. സുബ്ഹാനല്ലാഹ്.
മഹാന്മാർക്കുണ്ടോ അതിനെന്തെങ്കിലും കുഴപ്പം? മഹാന്മാർക്കുണ്ടോ അത് മനസ്സിലാതിരിക്കണം അല്ലേ? ഒരാൾ വന്നിട്ട് മമ്പ്രതങ്ങൾ പാപ്പാനോട്, അവരെ ആണ്ടുള്ള മാസം കഴിഞ്ഞിട്ടില്ലല്ലോ, എങ്ങനെ ഓർക്കാണ്, മമ്പ്രതങ്ങൾ പാപ്പാനോട് പറഞ്ഞേ, തങ്ങളപ്പാ ഇന്റെ പൊരയില് ഒരുപാട് സാധനങ്ങൾ, സ്വർണം പുലൂസ് അടക്കം ഇന്നലെ രാത്രി മോഷ്ടിച്ചിരിക്കുന്നു. ഞാൻ കാലങ്ങളേറെ അധ്വാനിച്ച് ഉണ്ടാക്കി കഴിഞ്ഞ പൊരയിലൊന്നുമില്ല, എല്ലാ സാധനങ്ങളും കളി സാധനങ്ങളും ഒക്കെ കൊണ്ടുപോയിക്കണെന്ന്. തങ്ങൾ പറഞ്ഞു ഇന്നിവിടെ പാർത്തോന്ന് പറഞ്ഞു. ആ വർത്താനങ്ങൾ നോക്കണം. ഇന്നിവിടെ താമസിച്ചോന്ന് പറഞ്ഞു. അന്നിവിടെ താമസിച്ചു. രണ്ടാം ദിവസം ഇയാൾ പറഞ്ഞു തങ്ങളെ പൊരയിൽ ഇങ്ങനെ സാധനങ്ങൾ കൊണ്ടുപോയിക്കണല്ലോ, ഇന്നിവിടെ താമസിച്ചോന്ന് പറഞ്ഞു. മൂന്നാം ദിവസം ഇയാള് അവിടെ താമസിക്കുമ്പോ വേറെ ഒഴിഞ്ഞിട്ട് വരാം, വേറെ ഇങ്ങനെ ഒഴിഞ്ഞിട്ട് വരാം. തങ്ങളെ വേറെ വേദനായിട്ട് കിടക്കാനും ഇരിക്കാനും നിൽക്കാനും വയ്യാറ്. അല്ല നിങ്ങൾ പറഞ്ഞു ഈ ഒരു കാര്യം ചെയ്താൽ മതി, ഇവനെ നിന്റെ പൊരയെ കൊണ്ടുപോയിട്ട് ഭക്ഷണം കൊടുത്താൽ മതി, എന്റെ വേറെ വേദന ഓർമ്മ. ആരെ സാധനങ്ങൾ കാണാനില്ല എന്നിട്ട് വന്നിരിക്കണില്ലേ, അവനെ പൊരയെ കൊണ്ടുപോയിട്ട് ഭക്ഷണം കൊടുത്താൽ മതി, വേറെ വേദന മാറുന്നതാണ്. ഇവർക്ക് ഉണ്ടാക്കുന്നത് എന്താണെന്ന് അറിഞ്ഞൂടാ. കഠിനമായ വേദനയുള്ള ഈ മനുഷ്യന് ആ കാവലാതി പറയാൻ വേണ്ടി വന്ന ആളെയും കൂട്ടിയിട്ട് പൊരയിൽ പോയപ്പോ മുറ്റത്തന്നെ കാണുന്ന ഇയാളെ പൊരയിൽ നിന്ന് കട്ടുണ്ടാ സൈക്കിള്. അപ്പൊ ഇയാൾ പറഞ്ഞത് ഇന്റെ പൊരയത്താണല്ലോ, അതിനിച്ചെടുത്തോ. മറ്റാള് കൊലായ്മക്കാണ്ട് കയറിയപ്പോ അവിടെ ഒരു കാറ് കുട്ടികൾ കളിക്കണത്, അത് മൂപ്പര പൊരയത്ത്. അപ്പൊ ഇയാളെ നല്ല ഇതിന്റെ പൊരയത്തല്ല, അതിന് അതും ഇച്ചെടുത്തോന്നേ. നോക്കുമ്പോ അവിടെ കാണുന്ന സാധനങ്ങളൊക്കെ മൂപ്പര പൊരയെന്ന് കട്ടെടുത്തോർന്ന ഓരോന്ന് എടുത്തോട്ടപ്പോ വേറെ വേദന അങ്ങനെ മാറി. അത് മമ്പർന്നങ്ങൾ ഇവിടെ ഇരുന്നിട്ടാണ് പറയാ. വലിയ മഹാന്മാർക്ക് പറയാൻ കഴിയും. ഒരാൾ വന്നിട്ട് പറഞ്ഞു തങ്ങളപ്പ എന്റെ പോത്തിനെ കാണാനില്ല എന്ന് പറഞ്ഞു. അപ്പൊ തങ്ങൾ പറഞ്ഞു അതിനെ വാറ്റി നോക്കിനുള്ള കുളി കുടിച്ചാൽ മതി എന്നാണ്. ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? പോത്തിനെ കാണാതാവുമ്പോൾ നിങ്ങളിപ്പോ എന്നോടൊന്ന് പറയണം എന്റെ പേഴ്സ് കാണാനില്ല എന്ന് പറയുമ്പോൾ ഞങ്ങളോട് സുന്നാമാക്കി കുടിച്ചാൽ മതി എന്ന് പറഞ്ഞാല് നിങ്ങൾ ഇന്നൊരു പോത്താക്കൂലേ? അല്ല, പക്ഷെ അത് മമ്പ്രതങ്ങളാണ്. അപ്പൊ മമ്പ്രതങ്ങൾ പറഞ്ഞാൽ വാറ്റിനോക്കിയുള്ള കുളി കുടിച്ചാൽ മതി എന്നാണ്. ഇയാളിപ്പോ എന്താ ഈ ഗുളികം പിടിച്ചിട്ട് ഇങ്ങനെ കുറെ ചിന്തിച്ചു, എന്താ ഈ പറയണത്, പോത്തും ഗുളികയും തമ്മിൽ എന്ത് ബന്ധമുള്ളത്? പക്ഷെ കുടുംബത്തിൽ ആരോ പറഞ്ഞു തങ്ങൾ പറഞ്ഞല്ലാണ് കുടിച്ചാളി പറഞ്ഞു. ഇയാള് കുടിച്ച് യാത്ര പോകുമ്പോ ഇയാൾക്കൊരു പ്രത്യേക ബുദ്ധിമുട്ടൊക്കെ തോന്നി. അപ്പോ അന്നിങ്ങനെ സൗകര്യമുള്ള കാലമല്ലല്ലോ. ഒരു ഒഴിഞ്ഞ കുറ്റിക്കാട് കണ്ടപ്പോ ബസ്സർ അവിടെ വണ്ടി ഇറങ്ങിയിട്ട് ഇങ്ങനെ നടന്നു ഇയാൾ ആവശ്യ നിർവഹണത്തിന് വേണ്ടി. അപ്പൊ ഇയാളെ പോത്തൊരു പുല്ലിന്റെ കമ്പ് കടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിനായിട്ട് പൊരയെ കണ്ടു പോകുന്നു. ഞാൻ പറയുന്നത് മഹാന്മാർക്ക് അതിന് കഴിയുന്ന. മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു ഇത്ര പൈസ കിട്ടിയിട്ട് ഇന്ന വീട്ടിൽ ഇന്ന സ്ഥലത്ത് കൊണ്ടുവച്ചിട്ടില്ല. ഇയാൾ അങ്ങോട്ട് വിറച്ചിങ്ങനെ നിൽക്കുമ്പോ മൂസാ നബി അള്ളാഹിന്റെ സ്നേഹത്തെ കുറിച്ചാണ് പറഞ്ഞു കൊടുത്തു. അള്ളാഹുവിന്റെ സ്നേഹം, അള്ളാഹു റഹ്മാനാണ്, റഹീമാണ്, ഗഫാറാണ്, തവ്വാബാണ്, വഹാബാണ്, ഫത്താഹാൻ, അള്ളാഹു ഹാദിയാണ്. അള്ളാഹുവിനെ കുറിച്ച് കേട്ടപ്പോൾ ചെറുപ്പക്കാരന്റെ കണ്ണ് നിറയുകയാണ്. സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ കർമ്മോത്സകരായ നേതാക്കന്മാർ, കർമ്മധീരരായ പ്രവർത്തകന്മാർ ഈ സംഘടിപ്പിച്ച് ഏകദിന പ്രഭാഷണം കൊണ്ടുള്ള ലക്ഷ്യം അള്ളാഹുവിലേക്ക് കൽബി തിരിയലാണ്. ഈ ചെറുപ്പക്കാരൻ അള്ളാഹിനോടുള്ള സ്നേഹം കൊണ്ട് കണ്ണ് നിറഞ്ഞുകൊണ്ട് കവിൾത്തടങ്ങളിലൂടെ വെള്ളമിറങ്ങുകയാണ്. അവിടെ വെച്ചുകൊണ്ടങ്ങ് വിശ്വസിച്ചു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മൂസാ റസൂലുള്ളാഹ് എന്ന് വിശ്വസിച്ചുകൊണ്ട് തിരിച്ചു പോവുകയാണ്. ധിക്കാരിയായ ഫിർഔൻ ഇതറിയുകയാണ്, എന്റെ അനുയായി മൂസായിൽ വിശ്വസിച്ചിരിക്കുന്നു, മൂസായുടെ പ്രബോധനം അംഗീകരിച്ചുകൊണ്ട് ഏകനായ ഇലാഹിൽ വിശ്വസിച്ചിരിക്കുന്നു എന്നറിഞ്ഞപ്പോ ധിക്കാരിയായ ഫിർഔൻ കൊട്ടാരത്തിലേക്ക് ആ മനുഷ്യനെ കൊണ്ടുവരികയാണ്. അതാ ശക്തമായ കൃത്രിമമായ ഒരു അടുപ്പുണ്ടാക്കുകയാണ്. അതിന്റെ മുകളിൽ വലിയൊരു ചെമ്പ് വെക്കുകയാണ്. ആ ചെമ്പിൽ നിറയെ ദൈത്തൊന്ന് ഒഴിക്കുകയാണ്. അടുപ്പങ്ങ് ആളിക്കത്തിയപ്പോ, ചെമ്പങ്ങ് ചൂടായപ്പോ, ദൈത്തന്നങ്ങ് എരിവരി കൊള്ളുമ്പോ ഈ മനുഷ്യനെ വിവസ്ത്രനാക്കി ചെമ്പിന്റെ മുകളിൽ കാലുമേലോട്ടും തലക്കീഴോട്ടുമാക്കി തൂക്കിപ്പിടിക്കുകയാണ്. ഏതാനും സമയത്തിനുള്ളിൽ പൊരിക്കാൻ പോവുകയാണ്, ശവായാവുകയാണ്. അല്ലാ അല്ലാ, എരിവരി കൊള്ളുന്ന ചൂടാക്കപ്പെട്ട ദൈത്തെണ്ണയിൽ നിന്ന് പുറത്തേക്ക് തള്ളുന്ന പുക കട്ടിയിട്ട് ഈ മനുഷ്യന്റെ തലമുടി കരിയുകയാണ്. ആ സമയത്ത് മൂസാ നബി അപ്പുറം വന്നുകൊണ്ട് ദുആക്ക് കൈയുയർത്തുകയാണ്. ആ സമയങ്ങൾ നോക്കാണേ, ഈ ഒറ്റ വിശ്വാസം കാരണത്താൽ അള്ളാഹിനോടുള്ള സ്നേഹത്തിലേക്ക് പെട്ടെന്ന് മനസ്സാണ്ട് പോയി. ഇത്ര പെട്ടെന്ന് ഈ പോണ നേരങ്ങള്. അപ്പൊ പുറവൻ ചെയ്ത പണിയാണ്. ദൈത്തെണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കിയിട്ട് ഇങ്ങനെ എരിവരി കൊള്ളുമ്പോൾ
ഇവന്റെ കാല് മേപ്പിട്ട് പിടിച്ചിട്ട് തല കീപ്പട്ടാക്കിയിട്ട് ആ പുക ഇങ്ങനെ തട്ടിക്കാണ്. ഈ പുകന്റെ ഹീറ്റ് കൊണ്ട് മുടി ഇങ്ങനെ കരിഞ്ഞു മണക്കുകയാണ്. മൂസാ നബി അപ്പുറത്ത് വന്നിട്ട് കൈ പൊന്തിച്ചു. എന്തിന്? ദ്വാരന്നിട്ട് രക്ഷപ്പെടുത്താൻ. അപ്പൊ ഇയാൾ ഇതിങ്ങനെ കണ്ടു മൂസാ നബിനെ. ദ്വാരക്കാൾ ഏർപ്പാടാന്ന് മനസ്സിലായപ്പോ ഇയാൾ പറയാണ്, മുസാ മുസാ ദ്വാരന്നിട്ട് എന്നെ ഇടങ്ങനെ ഉണ്ടാക്കല്, ഞാൻ ഈ ചെമ്പിൽ നിന്നിട്ട് പൊരിച്ചിട്ടാണ് പോയിക്കോട്ടെ, കാരണം ഇനി എനിക്ക് ഈ ദുന്യാവ് വേണ്ട, എനിക്ക് പടച്ചോനെ കാണണം. എത്ര പെട്ടെന്ന് ആ ഹുബിലേക്ക് വരുന്നേരെങ്കിലും. ഇനി എനിക്കവിടെ വേണ്ട, എനിക്ക് അള്ളാനെ കാണണം. അള്ളാനെ സ്നേഹിക്കുക ഏറ്റവും നല്ല മാർഗം എന്താരോ? സ്നേഹിച്ചോരൊപ്പം നടക്കുക. അത് ഉറപ്പാണ്. അത് ഇന്നുണ്ടാവും എന്നുണ്ടാവും. ഇവിടെ അടുത്ത് ഞാൻ കണ്ണൂര് ഒരു പരിപാടിക്ക് പോയപ്പോ അവിടുന്ന് ഒരു അത്ഭുതം കേട്ടു. അള്ളാനെ സ്നേഹിച്ചൊരു ഉമ്മാരുണ്ട. അള്ളാനെ സ്നേഹിച്ചാൽ തഹജ്ജുദ് നിസ്കരിക്കും, ഉറപ്പാണ്. അള്ളാനെ സ്നേഹിച്ചിട്ടുണ്ടോ ഇല്ലെന്നുള്ളതിന് ഒരു ഉദാഹരണം, രാത്രി തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ടോ ഇല്ലെന്നുള്ള. ഫർള് നിസ്കരിക്കൽ പേടിച്ചിട്ടാണ്. അത് കോൺട്രാക്ട് വർക്ക് ഏറ്റെടുത്ത് പൂർത്തിയാക്കാം, അത് ഉറപ്പാണ്. കോൺട്രാക്ട് വർക്ക് ഏറ്റെടുത്ത് പൂർത്തിയാക്കല്ലോ. നമ്മൾ അങ്ങനെ തന്നെയല്ലോ. നമ്മളിപ്പോ ഒരു പണിക്കാരനെ വീട്ടിൽ വെച്ചു, ഓനെ ഏൽപ്പിച്ചത് പിന്നെ ചെടി നനക്കലാന്ന് കൂട്ടാ. ശമ്പളം പറഞ്ഞു. പാനാ 1.5 മണിക്കൂർ ചെടി ഇങ്ങനെ നനച്ചുവാണെങ്കിൽ മുതലാളിനോട് സ്നേഹമില്ല, കടമ പൂർത്തിയാക്കും ചെയ്യും. നേരെ മറിച്ച് ചെടിയൊക്കെ നനച്ചിട്ട് അവസാനം അവൻ വണ്ടി ഇങ്ങനെ കഴുകാന്ന് കൂട്ടാ. ഒന്ന് ഏൽപ്പിച്ചല്ലോ അവനെ. പിന്നെ മുതലാളിമാരെ കുട്ടികളൊന്ന് സ്കൂൾ കൊണ്ടുവരിക, ഒരു ചെരുപ്പൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുക. മുതലാളിക്ക് അവനോടുള്ള സ്നേഹം, ഓനക്ക് മുതലാളിനുള്ള സ്നേഹം വളരെ പ്രകടമാണ്. എന്ന പോലെ ഫർള കാര്യങ്ങൾ ചെയ്തുവാണെങ്കിൽ നരകം പേടിച്ചിട്ട് കടമ തീർക്കുകയെന്ന് പറയുള്ളൂ. പക്ഷെ രാത്രി നീച്ച് സുന്നത്ത് സ്കരിക്കാൻ അത് ഹുബുള്ളവർക്കേ കഴിയുള്ളൂ. ആ കൂട്ടത്തിൽ അത് നമ്മളെ പെടുത്തട്ടെ. അങ്ങനെ ഒരു ഉമ്മ പെങ്ങന്മാരെ നിങ്ങൾക്ക് മനസ്സിലാകാനും നിങ്ങൾക്ക് നടപ്പിലാക്കാനും ഞാൻ പറയാം. ഒരു ഉമ്മ കണ്ണൂര് രാത്രി നീച്ചു. എന്തിനെന്നറിയോ? തഹജ്ജുദ് സ്കരിക്കാൻ. 90 വയസ്സുണ്ട്, 10 തഹജ്ജുദ് സ്കരിക്കും. ഉമ്മ ഇങ്ങനെ നിസ്കരിച്ചിട്ട് ഒളു കൊടുക്കാൻ വേണ്ടി പുറത്തിറങ്ങുമ്പോൾ മുമ്പ് തന്നെ ഒരു കള്ളൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട് പൊരി കയറാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കണേ, രാത്രി 2:30-3 മണിക്ക് ഒളു കൊടുക്കാൻ പുറത്തിറങ്ങുമ്പോൾ ഒരു കള്ളനെ കണ്ട നമ്മളെ പെണ്ണുങ്ങളാണെങ്കിൽ ഉള്ള ഒളു അപ്പൊ തന്നെ പോകൂലേ? അല്ല, എന്തൊക്കെയാ ഇവിടെ സംഭവിക്കുക? ആംബുലൻസ് കൊണ്ടുവരല്ലേ? പക്ഷെ ഈ തള്ള അനങ്ങിയില്ല, നേരെ പോയിട്ട് ഒളു കൊടുത്ത്. കള്ളൻ അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട് ഒളു കൊടുത്ത്. ഒതുകൊടുത്തിട്ട് പിന്നെ കിബിലക്ക് നേരിട്ട് ഒരു ദ്വാ ഉണ്ട്, അത് അള്ളാന്റെ സ്നേഹമാണ്. കിബിലക്ക് നേരെ തിരിഞ്ഞിട്ട് ആ ദ്വാ ആകെ 75 സെക്കൻഡേ ആവുള്ളൂ. അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സ്വർഗം കിട്ടുന്നല്ല, സ്വർഗത്തിന്റെ 8 വാതിലുകളും അവന് തുറന്നിട്ടുന്നു മുഹമ്മദ് മുസ്തഫ. അതിൽ അള്ളാഹുവിനുള്ള സ്നേഹം വായിക്കാൻ നമുക്ക് കൽബാണ്. 75 സെക്കൻഡിന്റെ അതന്നെ കിട്ടാത്ത ആളുകൾക്ക് എല്ലാത്തവർക്കും 15 സെക്കൻഡ് കൊണ്ട് പറ്റും. ഇപ്പൊ എല്ലാ ചുമരുമ്പിലും ഒട്ടിച്ചിട്ടുണ്ട്. ആദ്യം അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ ഇത് കിട്ടാത്ത ആളുകളായതുകൊണ്ട് കമ്മിറ്റി അതിന് സൗകര്യം ചെയ്തിട്ടുണ്ട്. എല്ലാ ചുമരുമലും ഒട്ടിച്ചിട്ടുണ്ട്. ഈ തൊപ്പി വെച്ച പോലെ ആദ്യം പള്ളിയിലും തൊപ്പിയില്ലല്ലോ. ഇപ്പൊ എല്ലാവർക്കും ഓരോ തൊപ്പിട്ടാണ് എല്ലാവരും വരികയാണ്. ഇനി കുറച്ച് കഴിഞ്ഞാൽ കുപ്പായം വെക്കാൻ തുടങ്ങുമെന്ന് അറിയില്ല. ഏതായാലും ഇപ്പൊ ഒരു ചുമരുമൊക്കെ അങ്ങനെ നോക്കിയ ഒരു 15-20 സെക്കൻഡ് കൊണ്ട് ഈ 8 വാതിലും തുറന്നിട്ടുന്ന്. കാരണം നമ്മൾ സ്വർഗത്ത് കടക്കണമെന്ന് നമ്മളെക്കാൾ ആഗ്രഹം അള്ളാഹ്ക്കാണ്. അതാണല്ലോ നമ്മൾ ധൈര്യം. നമ്മൾ സ്വർഗത്ത് കടക്കണമെന്ന് നമ്മളെക്കാൾ ആഗ്രഹം പടച്ചോനാണ്. അതുകൊണ്ടാണ് ഈ 15 സെക്കൻഡിന്റെ പണിയെടുക്കുമ്പോ സ്വർഗം കിട്ടുന്നല്ല, സ്വർഗത്തിന്റെ 8 വാതിലുകൾ അവന് തുറന്നു കിട്ടുമെന്ന് തെറ്റാത്ത നാക്കിന്റെ മുത്തേ നബിയുനാ മുഹമ്മദ് മുസ്തഫ ചൊല്ലിക്കോ. മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ തിരുതരുളർ മക്കമേ തിരുതരുളർ ഹക്ക് നബി തിരുഭഗരോഗത്തിൽ വെളിവായ് തിശൈരവ് കാഫറുകളെ ബശത്ത് മേരെ ബാത്തുലുണ്ട് ശശിനൽ ഫുർഖാനം പുലർവായ് ശശിനൽ ഫുർഖാനം പുലർവായ് കരുമൊഴിജാതനിലം കനതയോട് വീശിച്ചില്ലറു കമലമുഖിൽ നീക്കു തെളിവായ് കടുവർഷക ബണ്ടുടുകൾ വടിവതിലെങ്കി മതി ഇടമിൽ ചൂസന്ത് പൊലിവായ് ഇടമിൽ ചൂസന്ത് പൊലിവായ് ഹൃദയത്തിന്റെ ഔഷധമേ ആരോഗ്യത്തിന്റെ രഹസ്യമേ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനമേ വിശ്വാസത്തിന്റെ മുദ്രയേ ഇഹലോകത്തിന്റെ ദർപ്പണമേ പരലോകത്തിന്റെ പ്രതാപമേ മണ്ണിലും വെണ്ണിലും കടലിലും കരയിലും സുൽത്താൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ
अल्लाह खजानों के मालिक है नबी सरवर, इस आस पे जीता हो कह दे कोई आखिर, चल तुझको मदीने में अल्लाह बुलाता है, अल्लाह खजानों के മാലിക് നബി സർവർ. ഈ ലോകത്തിന്റെ അധിപൻ റബ്ബാണ്, സകലതും അവന്റെ നിയന്ത്രണത്തിലാണ്. പക്ഷെ അല്ലാഹുവിന്റെ ഖജനാവിന്റെ ഭണ്ഡാരത്തിന്റെ താക്കോൽ സൂക്ഷിപ്പുകാരൻ ആരെന്നറിയോ? അത് പരിശുദ്ധ മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ദുആയില്ലേ, ആ ദുആക്ക് വേണ്ടി 90-കാരിയായ ഈ വലിയമ്മ പടിഞ്ഞാറോട്ട് തിരിഞ്ഞതാണ്. ഒന്നെടുത്തിട്ട് ദ്വാരക്കാൻ വേണ്ടി ഇങ്ങനെയാണ് തിരിഞ്ഞതാ. അപ്പൊ മുമ്പിൽ ഈ കള്ളനാള്. എന്താ വല്യമ്മ പറഞ്ഞാരോ, മോനെ ഉമ്മാന്റെ ഒറ്റന്നാണ്ട് മാറി, ഞാൻ ദ്വാരക്കട്ടെ. കള്ളനോട് ചിന്തിച്ചോക്കാണ് നിങ്ങള്. കള്ളങ്ങനെ മാറിയിട്ട് പാമ്പ് പോയ കുറവുണ്ടായി ഇളിച്ചിങ്ങനെ നിൽക്കുകയാണ്. അതിൽ വല്യമ്മ നന്നായിട്ട് ദ്വാരുന്നു. എന്നിട്ട് കള്ളനോട് പറയാണ്, ഞാൻ ആ കിണ്ടിയിൽ കുറച്ച് വെള്ളം ബാക്കിച്ചിട്ടുണ്ട്, കുട്ടി അവിടെ ഒതുർത്തുണ്ട് പോയി, ഇവിടുന്ന് ഞാൻ നിസ്കരിക്കും, അമ്മൻ്റെ കുട്ടി അവിടെ നിസ്കരിച്ചോളി എന്നാണ്. സത്യത്തിൽ ഓൻ പോയി ഒതുർത്ത്. നീയത്തെച്ച എന്താന്ന് ഓനോട് ചോദിക്കണം. ഒതുർത്ത് തള്ള ഈ കള്ളന് കക്കാൻ വേണ്ടി വന്നവന് തള്ള പായിട്ട് കൊടുത്ത് ഓൻ അവിടുന്ന് നിസ്കരിച്ചു, തള്ള ഇവിടെ നിസ്കരിച്ചു. തള്ള നിസ്കരിച്ചിട്ടാണ് ദ്വാരുന്നു, മുഖല്ലിബുൽ ഖുലൂബായ റബ്ബേ, ചെറുപ്പക്കാരനാണ് പഠിച്ചോനെ, കക്കാൻ നടക്കാണ്. പക്ഷെ ഈ മുഖല്ലിബുൽ ഖുലൂബല്ലേ, ഈ ഇങ്ങനത്തെ കുറെ കള്ളന്മാർ ഔലിയാക്കളാക്കിയിട്ടുണ്ട്. ഉണ്ട് എന്റെ നാട്ടിൽ ഈ കുട്ടിനെ നിന്നെ സ്നേഹിക്കുന്ന മുഹിബാക്കണേ റബ്ബേ എന്നാണ് കരഞ്ഞു വരുന്നപ്പോ അവിടുന്ന് ഏങ്ങലടിച്ചിട്ട് ഹാമീൻ കക്കാൻ വന്ന ആളപ്പോ ഇപ്പൊ എന്റെ വേലയൊക്കെ മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു ആ കള്ളൻ ഞാൻ തന്നെയാണ്. ഈ മഹബത്തിന്റെ ഒരു കഴിവ് നോക്കാൻ നിങ്ങൾ, ഹുബിന്റെ ഒരു കഴിവ് നോക്കാൻ നിങ്ങൾ. പെണ്ണുങ്ങളെ ഇനി കക്കാൻ വന്ന കള്ളനെ കിണ്ടിമള്ള എടുത്ത് കൊടുക്കാൻ നിൽക്കണ്ട. ഇത് കേട്ടിട്ട് അതിന് വേറെ പോസ്റ്റിലെത്തണം. ഇത് കേട്ടിട്ട് ഇത്തിബാ ചെയ്തിട്ട് ആരെങ്കിലും വലിച്ചുകൊണ്ട് എനിക്ക് ഫോൺ ചെയ്യാൻ നിൽക്കണം. അതിന് എയിമൊക്കെ നോക്കണം. പക്ഷേ 90 വയസ്സായ തള്ളന്റെ ഒരവസ്ഥ. ഇതൊരു മാർഗാണ്, വെറുതെ പറയല്ല, ഇതൊരു മാർഗാണ്. ഇത് നമ്മളങ്ങനെ ഒഴിവാക്കി. ഇതൊരു മാർഗാണ്. ഹാലു റജുലിൻ അൻഫഉ മിൻ അൽഫി വാളിന. 1000 വാളിനി കഴിവിട്ടില്ല, ഉറപ്പാണ്. 1000 വാളിനി കഴിവിട്ടില്ല. അതുകൊണ്ട് അള്ളാഹിനോട് ഹുബ്ബുള്ള, അള്ളാഹിനോട് യഥാർത്ഥ ഹുബ്ബുള്ള ആളുകളുടെ കൂട്ടത്തെ പഠിച്ച നമ്മൾ പെടുത്തട്ടെ. തങ്ങള് പോവാണ് ഇൻഷാ അല്ലാഹ്. സൗകര്യം ചെയ്ത് കൊടുക്കാം. എല്ലാവരും കൂടി മുത്തിയാണ്ട് ഇപ്പൊ ഇടങ്ങാറാക്കണ്ട. സൗകര്യം ചെയ്ത് എല്ലാവർക്കും കൂടി വേണ്ടി സൈഡിലുള്ള ഓരോരുത്തരും മുത്തിയാൽ മതി. അതാ നല്ലേ. ഞാൻ വിഷയത്തിന്റെ മർമ്മത്തിലേക്കും ആഴത്തിലേക്കും ഇറങ്ങുകയാണ്. നിങ്ങളൊരു സലാത്തൊന്ന് ഉറക്ക ചൊല്ലി. ഉറക്കാം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുവേ, നിന്നെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തണേ തമ്പുരാനെ. ഈ മനുഷ്യൻ മൂസാ നബി അലൈഹിസ്സലാമിനോട് പറയുകയാണ്, മൂസാ ദുആ ചെയ്തുകൊണ്ട് എന്നെ രക്ഷപ്പെടുത്തരുത്, എനിക്ക് എന്റെ ഖാലിഖിനെ കാണാൻ വേണ്ടി പോകണം മൂസാ. ഇതാണ് സ്നേഹം. അള്ളാഹിനെ കാണണം. അള്ളാഹുവിനെ കാണിച്ചു തരട്ടെ. സ്വർഗത്തിലെ ഏറ്റവും വലിയ മദനം ഹൂർലിങ്ങളൊന്നുമല്ല. ഹൂർലിങ്ങളെ കൈയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണേക്കാരം സന്തോഷത്തില്. ഹിജാബ്, അപ്പോഴാണ് കർട്ടനാണ്ട് നീങ്ങുക. അപ്പൊ ആൾക്കാർ അള്ളാഹിനെ കണ്ട് കാണുമ്പോ ഐ ലവ് യു അല്ലാ, ഹൂർലിങ്ങളൊക്കെ വിട്ടുകണ, അപ്പോക്കിന് കയ്യൊക്കെ വിട്ടുകണം. ആ ഒരു ആനന്ദത്തിലേക്ക് അള്ളാഹു നമ്മളെല്ലാവരും ഉയർത്തി തരട്ടെ. അതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിർറ് ഹുൽ ബാറു അലൽ മുഅ്മിനീന ഫിദ് ദുനിയ ഫിൽ ആഖിറ വഅജല്ലു ബിർരിഹി അൻ യുക്രിമഹും യൗമൽ ഖിയാമത്തി ബിറുയതിഹി. അത് വലിയൊരു സ്നേഹമാണ്. അല്ലാഹു തആല നമ്മളെ എത്തിച്ചേട്ടെ. രണ്ടാമത്തേത് ബിസ്മിയുടെ മറ്റൊരു പൊരുള്, ഖുർആൻ ബാ കൊണ്ട് തുടങ്ങാനുള്ള മറ്റൊരു പൊരുള്, ബാ എന്നത് ബറാഅത്ത് എന്നതിൽ ആദ്യത്തെ അക്ഷരമാണ്. ബറാഅത്ത് എന്ന് പറഞ്ഞാൽ മോചനം. അള്ളാഹുവിനെ സ്നേഹിച്ചാൽ പടച്ചോൻ നരകത്തിൽ കടത്തൂല. ഇൻഷാ അല്ലാഹ് നരകത്തിൽ കടത്തൂല. അള്ളാഹു തആല ആ കൂട്ടത്തിൽ പെടുത്തട്ടെ. ഒന്ന് ആമീൻ പറയാ, കൂട്ടത്തിൽ പെടുത്തട്ടെ. സ്നേഹമാണ്. സ്നേഹം അള്ളാഹു വലിയ സ്നേഹനിധിയാണ്. അള്ളാഹുവിന്റെ അഡ്രസ്സാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലെ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇത് അള്ളാഹിന്റെ അഡ്രസ്സാണ്. പക്ഷെ റഹ്മത്ത് നമുക്ക് കിട്ടാത്ത എന്താരോ, അള്ളാഹിന് കുഴപ്പമില്ല. അപ്പൊ ഒരു ഡോക്ടർ എഴുതിച്ചു, ഒരു ഹാർട്ട് സ്പെഷ്യലിസ്റ്റ്, അയാളെ ക്വാളിഫിക്കേഷൻ ഒക്കെ എഴുതിച്ചു. നമ്മളവിടെ പോയി മരുന്ന് കുടിച്ച് മാറിയിട്ടില്ലെങ്കിൽ ഡോക്ടറെ നമ്മൾ കുറ്റം പറയാം.
ഇവിടെ അള്ളാഹ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹ്മത്തിന്റെ സ്പെഷ്യലിസ്റ്റാണ്. എന്നിട്ട് നമുക്ക് റഹ്മത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ അള്ളാഹിനെ കുറ്റം പറയാൻ പറ്റൂല, നമ്മളടുത്ത് എന്തോ കുഴപ്പമുണ്ട്. ഏതുപോലെ ഡോക്ടർ ഹാർട്ട് രോഗിക്ക് ഗുളിക എഴുതി കൊടുത്തു, രാവിലെ ഉച്ചക്ക് രാത്രി. എന്നിട്ട് പഥ്യം കൊടുത്തു, പഥ്യം ഒരുപാട് കൊടുത്തു. മട്ടൻ കൂട്ടാൻ പാടില്ല, ചിക്കൻ തൊടാൻ പാടില്ല, ബീഫ് മണക്കാൻ പാടില്ല, അലുവ തിന്നാൻ പാടില്ല, നെയ്ച്ചോറിനടുത്ത് ഇരിക്കാൻ പാടില്ല, ബിരിയാണി നോക്കാൻ പാടില്ല. ഇതൊക്കെ പഥ്യാണ്. പക്ഷെ ഇപ്പൊ നേരെ പോയിട്ട് ആദ്യം തിന്നത് മട്ടനാണ്. ഇപ്പൊ പറഞ്ഞത് നല്ല മട്ടൻ ഉണ്ടാവും പറഞ്ഞു, പിന്നെ ചിക്കൻ. ഇതൊക്കെ കൂടി പത്തില്ലാതെ ഗുളിക കുടിച്ചിട്ട് ആ ഡോക്ടറെ ആക്ഷേപിക്കും പോലെയാണ്. അള്ളാഹു അവന്റെ ക്വാളിഫിക്കേഷൻ എഴുതിച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മത്തും ബർക്കത്തും നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ പഥ്യത്തിൽ നമ്മളില്ലാന്ന് അതിന്റെ അർത്ഥം. പഥ്യത്തിൽ ഉണ്ടാവേ മാർഗമുള്ളൂ. പഥ്യത്തിൽ അങ്ങോട്ട് നിന്നാൽ അള്ളാഹുവിന്റെ സ്നേഹമൊക്കെ നമ്മളിലേക്ക് വരും. ഇനി പഥ്യമില്ലെങ്കിൽ തന്നെ അള്ളാഹിന്റെ സ്നേഹം നിങ്ങൾ നോക്കൂ മുഅ്മിനേ, അവന് വലിയ ഔദാര്യവാനല്ലേ. മഹാനായ ഒരു സൂഫി തഹജ്ജുദിന് വേണ്ടി എണീച്ച സമയത്ത് പരിശുദ്ധമായിട്ടുള്ള ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിനോടും ഹാറൂൻ നബിയോടും ഫിർഔന്റെ അരികിലേക്ക് പ്രബോധനത്തിന് വേണ്ടി പറഞ്ഞു വിടുമ്പോ പറഞ്ഞതായ ഒരു വാക്കില്ലേ, ഖൂലാ ലഹു ഖൗലൻ ലയ്യിനാ. ഫിർഔന്റെ അരികിൽ പോയി നിങ്ങൾ സംസാരിക്കുമ്പോ മയത്തിൽ സംസാരിക്കണേ മൂസാ. അള്ളാഹിന്റെ സ്നേഹം മൊത്തം ഇന്ന് വായിച്ചെടുക്കാം. ഖൂല മൂസ ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാം, നിങ്ങൾ രണ്ടാളും ലഹു ആ ഫിർഔനോട് സംസാരിക്കണം. ഖൗലൻ ലയ്യിനൻ, മയത്തില് സംസാരിക്കണം. ഫിർഔൻ ആരാ? ഫിർഔൻ ആരാ? അല്ല എന്ന് പറഞ്ഞല്ല, അങ്ങനെ അതിന് ഫിർഔൻ പറഞ്ഞിട്ടില്ല. അതിപ്പോ എല്ലാവരും പറഞ്ഞില്ലേ. കാരണം ലോകത്ത് ഏറ്റവും വലിയ അഹങ്കാരം തട്ടിയെടുത്തത് മനുഷ്യനാണ്. ഫിറഔന്റെ അഹങ്കാരത്തിന്റെ താഴെയാണ് ഇബ്ലീസിന്റെ അഹങ്കാരം. അഹങ്കാരം ഉണ്ടാക്കിയത് ഇബ്ലീസാണ്, പക്ഷെ അതിന്റെ വലിയത് കൊണ്ടത് മനുഷ്യനാണ്. കാരണം ഇബ്ലീസ് പറഞ്ഞത് ഞാൻ അള്ളാഹിനേക്കാളും വലുതാണെന്നല്ല, ഞാൻ ആദം നബിനേക്കാളും വലുതാണ്. അവിടെ മൂപ്പര് നിന്ന്. പക്ഷെ ഫിറഔൻ പറഞ്ഞ അങ്ങനല്ല, അള്ളുണ്ട്, പക്ഷെ അന റബ്ബുക്കുമുൽ ആല. ആല എന്നുള്ള മുത്തലിമിങ്ങൾക്കറിയാം അഫ്ളൽ തഫ്ളീലാണ്. അപ്പൊ ഒരു ആലി വേറെ ആണ്. ആലിയായ റബ്ബിനെ ആ വാക്കൊണ്ടത് അംഗീകരിക്കുന്നുണ്ട്. ഒരു ഉന്നതനായ റബ്ബുണ്ട്, പക്ഷെ ഞാനെന്നാണ് അതിന്റെ മേലെയാണെന്ന്. കിബർ ഉണ്ടാക്കിയത് ഇബ്ലീസാണ്, പക്ഷെ വലിയ കിബർ ഉണ്ടായത് മനുഷ്യനുമാണ്. അതാണ് വലിയൊരു തമാശ. ഇങ്ങനെ വാദിച്ച ഈ മനുഷ്യൻ ആ ആളടുത്തേക്ക് തൗഹീദിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി പറഞ്ഞു വിടുന്ന അവന്റെ രണ്ട് ഉദ്യോഗസ്ഥന്മാരായ അമ്പിയാക്കളോട് അള്ളാഹു പറയാണ്, മയത്തിൽ സംസാരിച്ചോളിന്ന്. ഇത് പറഞ്ഞിട്ട് ഈ പണ്ഡിതനങ്ങ് കരയുകയാണ്. അള്ളാഹുവിന്റെ സ്നേഹം മനസ്സിലാക്കി കേട്ടോളോ, ഈ പണ്ഡിതനങ്ങ് കരയുകയാണ്. എന്നിട്ട് പറഞ്ഞു, അത് നമ്മളും പ്രതീക്ഷിക്കണോ? റബ്ബേ, ഭൂമിയുടെ മുകളിൽ വെച്ച് ഞാനാണ് വലിയ റബ്ബെന്ന് വാദിച്ച അഹങ്കാരിയായ ഒരു മനുഷ്യന്റെ അരികിലേക്ക് ഭൂമിയുടെ മുകളിൽ നിന്ന് നിന്റെ രണ്ട് അമ്പിയാക്കളെ പറഞ്ഞേക്കുമ്പോ മയത്തിൽ സംസാരിച്ചോ എന്ന് നീ പറഞ്ഞെങ്കില് റബ്ബേ, ഞാൻ വലിയ റബ്ബാണെന്ന് പറഞ്ഞിട്ടില്ല, ചെറിയ റബ്ബാണെന്ന് വാദിച്ചിട്ടില്ല. ആ പാവപ്പെട്ട ഞാന് ഭൂമിയുടെ മുകളിലുള്ള ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് താഴെ അങ്ങി ഖബറിലെത്തിയാൽ, ഏകാന്തതയുടെ തടവറയായി ഇരുട്ടുകൊണ്ട് പെയിന്റിട്ട ഖബറിൽ ഞാനങ്ങെത്തിയാൽ, അവിടേക്ക് നിന്റെ രണ്ട് ഉദ്യോഗസ്ഥന്മാരായ മുങ്കറിനെയും നക്കീറിനെയും പറഞ്ഞേക്കുമ്പോ മൂസായോടും ഹാറൂനോടും പറഞ്ഞ ഈ വാക്ക് എന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി വരുന്ന മലക്കുകളോട് നീ പറയില്ല റബ്ബേ എന്ന് പറഞ്ഞീ മഹാനങ്ങ് കരയുകയാ. അത് നല്ലൊരു പുടുത്താണ് പിടിച്ചിരുന്നത്, അത് കമ്പിലാണ് പിടിച്ചിരുന്നത്. എന്താ പറഞ്ഞോ? അള്ളഹാനോട് പറയാ, അത് വാക്കുത്തരം ഉണ്ടാവും. എന്താ പറഞ്ഞോ? പടച്ചോനെ, ഞാൻ റബ്ബാന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ വലിയ പടച്ചവനാന്ന് പറഞ്ഞില്ല, ചെറിയ പടച്ചവനെന്ന് പറഞ്ഞില്ല. എനിക്ക് പറയാൻ എന്റെ തൊണ്ട പൊങ്ങൂല, എനിക്കതിന് തൊലിക്കട്ടില്ല. ഞാൻ ഒരു ചെറിയ മനുഷ്യനാണ്, പക്ഷെ ഞാൻ ദോഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ റബ്ബാന്ന് വാദിച്ച അഹങ്കാരിന്റെ അടുത്തേക്ക് നിന്റെ രണ്ട് അമ്പിയാക്കളെ ഭൂമിയുടെ മുകളിലേക്ക് ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ടും പ്രബോധനത്തിന് വേണ്ടി പറഞ്ഞേക്കുമ്പോ മയത്ത് സംസാരിച്ചോളിന്ന് അവരോട് പറഞ്ഞ നീ, ഞാൻ ഭൂമിന്റെ മുകളിൽ കഴിഞ്ഞിട്ട് താഴേക്ക് വന്നാൽ ആ ഇരുട്ടറയിൽ വെച്ചുകൊണ്ട് എന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി വരുന്ന രണ്ട് മലക്കളോടും ഈ വർത്താനം നീ പറയണം പടച്ചോനേന്ന്. അള്ളാഹു തആല നമ്മളോടൊക്കെ ചോദിക്കാൻ വരുമ്പോ ആ വർത്താനം പറയിപ്പിക്കട്ടെ. അല്ലെങ്കിൽ കുടുങ്ങുക തന്നെ.
മയത്തിലാണ് സംസാരിച്ചിട്ട് പെരുമാറി അൽഹംദുലില്ലാഹ് രക്ഷപ്പെട്ട്. നേരെ മറിച്ച് ഗൗരവത്തിലാക്കേണ്ടല്ലോ. നമ്മളൊന്നും ഉമർ ഖത്താബ് ഒന്നുമല്ല, കുടുങ്ങും. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തട്ടെ. ഇത് അള്ളാഹുവിന്റെ സ്നേഹത്തിന് നമ്മൾക്ക് ഉൾക്കൊള്ളാണ്. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തട്ടെ. ആമീൻ പറയും. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തട്ടെ. ഖബറു പെങ്ങന്മാരെ, ആ ഖബർക്ക് ഇന്നല്ലെങ്കിൽ നാളെ പോകും നമ്മൾ. അപ്പൊ ഇന്നിപ്പോ തങ്ങളിവിടെ സംസാരിക്കുന്ന കേട്ടില്ലേ, തങ്ങൾ ഇന്നലെ നിക്കാഹിന് വണ്ടി ഇറങ്ങിയപ്പോ പൊരയ്ക്ക് കൊണ്ടായ ആള് തിരിച്ചെന്നപ്പോഴേക്കും മരിച്ചു എന്ന്. അപ്പൊ നിങ്ങൾ അറിയും അതിൽ ഞങ്ങൾ ലിഫ്റ്റ് കയറുന്നില്ലല്ലോ. നിങ്ങൾ റോട്ടിൽ ഇറങ്ങണില്ലേ? അപകടത്തിൽ എന്നും റോഡ് ഇപ്പൊ യുദ്ധക്കളായി മാറുകയല്ലേ. ഇനി ഒന്നും വേണ്ട, അറ്റാക്കിന്റെ കാലല്ലേ, ക്യാൻസറിന്റെ കാലല്ലേ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും ഇല്ലാതെ മരിക്കൂല. അതിന് കാരണം എന്താ അറിയോ? ഈ റൂഹിനെ പിടിക്കുന്ന ചാർജ് അസ്രായിലിനെ ഏൽപ്പിക്കുന്ന സമയത്ത് അസ്രായിൽ പറഞ്ഞു, പടച്ചോനെ എല്ലാരും റൂഹിനെ പിടിച്ചോണ്ടും ആൾക്കാർക്കൊക്കെ എന്നോട് എതിരാവൂലെന്ന് വെച്ച്. അപ്പൊ അള്ളാഹ് പറഞ്ഞു, അത് നിങ്ങളെ തൊട്ട് തട്ടിത്തിരിക്കുന്ന ഒരു ഏർപ്പാട് ഞാൻ ചെയ്തോളാറുണ്ട്. അന്നാണ് അമ്രാളുകൾ ഇറക്കിയത്, രോഗങ്ങൾ ഇറക്കിയത്. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഒരു രോഗമില്ലാത്ത മനുഷ്യൻ വാള് കെട്ടോണ്ടിരിക്കുമ്പോ സീറ്റിൽ നിന്നാണ് മരിക്കുകയാണ്. നമ്മൾ എന്താ പറയാ, ആ സൈലന്റ് അറ്റാക്കിൽ മരിച്ചാന്ന് പറയും. ആരെങ്കിലും പറയലുണ്ടോ അത് അസ്രായിൽ പിടിച്ചോണ്ടായതാണെന്ന്? അത് പറയില്ല. കാരണം അതിന് അള്ളാഹു തആല ഒരുപാട് രോഗങ്ങൾ ഇറക്കി. അറ്റാക്ക് ആയിരിക്കാം, ക്യാൻസർ ആയിരിക്കാം, തളർച്ചയായിരിക്കാം, ആക്സിഡന്റ് ആയിരിക്കാം. അതുകൊണ്ട് സദസ്സിലെല്ലാവരും പേടിച്ചോളി, ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിക്കും. തലയും മുടിയൊക്കെ നരച്ച ആൾക്കാർ നല്ലോണം പേടിക്കണം. എന്താ വെച്ചാല് കളറ് മാറിയ പഴമാണ് പെട്ടെന്ന് തോട്ടിയോണ്ട് പൊട്ടിക്കുക. നമ്മൾ ഈ വാഴത്തോട്ടത്തിക്കൊക്കെ പോയാൽ അല്ലേ, നമ്മൾ ഈ തോട്ടി എടുക്കാ കൊളത്തല്. നിങ്ങൾ എന്താ എന്നെ തുറച്ചു നോക്കണ്? ഞാൻ ഈ നേരാന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞാൽ പേടിക്കണ്ട. അല്ല ആഫിയത്തുള്ള ദീർഘായുസ്സേറ്റെ. നമ്മൾ ഈ തോട്ടിയേറ്റ് പോയാൽ വാഴത്തോട്ടത്തേക്ക് എവിടെ കൊളത്തല്? എവിടെ കൊളത്തല്? കളറ് മാറിയ പാറ്റേണിലെ കൊളത്തല്. അപ്പൊ കളറ് മാറി അഞ്ഞ് മരിക്കാൻ തന്നെ വഴിയുള്ളൂ. അല്ലാഹു തആല പ്രായമുള്ള ആളുകൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. അപ്പൊ ചെറുപ്പക്കാർ സന്തോഷിക്കണ്ട കേട്ടോ. കളറ് മാറിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഈ ഇളനീരിന്റെ കൊല വെട്ടുന്നില്ലേ കണ്ടണം. അപ്പൊ കൂടുതൽ അതാ നടക്കണേ. കളറ് മാറിയതല്ല, കളറ് മാറിയതാ അവിടെ കിടക്കുക. ഇപ്പൊ ഇളനീരിന്റെ കൊല ഇട്ടപ്പോ റോഡ് സൈഡിലൊക്കെ കൊല ഇങ്ങനെ തൂക്കിക്കണ വെട്ടിണ്ടാക്കിയതാ. അപ്പൊ അതുകൊണ്ട് കളറ് മാറിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അഹങ്കാരം വേണ്ട. ഈ ഇളനീരിന്റെ കൊല കിട്ടും. അപ്പൊ ചെറിയ ചെറിയ കുട്ടികളുണ്ടാവും സ്കൂൾ പഠിക്കണം. ഓരോ ഞങ്ങൾ തേങ്ങ അയച്ചില്ല, ഇളനീര് വെച്ചില്ല. കണ്ണിമാങ്ങ കൊഴിഞ്ഞു കണ്ടിട്ടില്ലേ? അല്ല, നെച്ചിങ് എങ്ങനെ കൊഴിഞ്ഞു കണ്ടിട്ടില്ലേ? അപ്പൊ അതുകൊണ്ട് സമയത്ത് എല്ലാരും പോകും. ആ പോകുന്ന സമയത്ത് അല്ലാഹുവിനെ കാണാനുള്ള, അല്ലാഹുവിന്റെ ആശിക്കായി മുഹിബ്ബായി ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ യാത്രയായി വീട്ടിൽ നിന്ന് 6 കാലുള്ള കട്ടിൽ കയറ്റി 6 അടി മണ്ണിലേക്ക് കൊണ്ടുപോകുമ്പോ അല്ലാഹുവിനെ കാണാൻ, മണവാട്ടിയെ കാണാൻ മണിയറയിലേക്ക് മണവാളൻ പോകുമ്പോഴുള്ള സന്തോഷം നിങ്ങൾക്കറിയില്ലേ? അതിനേക്കാൾ വലിയ സന്തോഷമായി റബ്ബിനെ കാണാനുള്ള ആർത്തിയുമായി മണ്ണറ മണിയറയാക്കി ആ മണിയറയിലേക്ക് ഏറ്റവും വലിയ സന്തോഷത്തിന്റെ ആനന്ദ തുന്തിരമായ യാത്രയായി നമ്മുടെ മയ്യിത്തായി പോകുന്ന യാത്രയെ അല്ലാഹു മാറ്റിത്തരട്ടെ. അതുകൊണ്ട് റബ്ബുമായുള്ള പിണക്കം തീർക്കുക ഉമ്മ, റബ്ബുമായുള്ള പിണക്കം തീർക്കുക പെങ്ങളെ, റബ്ബുമായുള്ള പിണക്കം തീർക്കുക ചെറുപ്പക്കാരാ. നമ്മളേതെങ്കിലും മനുഷ്യന്മാരുമായിട്ടുള്ള പിണക്കം തീർക്കാൻ അവന്റെ പിന്നാലെ കുറെ യാത്ര ചെയ്യേണ്ടി വന്നേക്കാം. എന്നാലും അവൻ പൊരുത്തപ്പെട്ടു തരൂല. അല്ലാഹുമായുള്ള പിണക്കം തീർക്കാൻ 1 സെക്കൻഡ് മതി മോനെ, ഒറ്റ സെക്കൻഡ് മതി. പിന്നെ ഇവിടെ ഞാൻ പറയില്ല, ഒറ്റ ഇസ പ്രഭാഷണമാണ്. ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രവർത്തകന്മാർ, പ്രിയപ്പെട്ട സഹോദരിമാർ, ഞങ്ങളൊക്കെ നല്ല രൂപത്തിൽ സഹായിക്കണം. പിന്നെ പൈസ ആണുങ്ങളുടെ അടുത്തേക്ക് പോകണ്ട, ആണുങ്ങളുടെ വാങ്ങാം, പെണ്ണുങ്ങളടുത്തേക്ക് അവിടെ പോരാ. പെണ്ണുങ്ങളടുത്തേക്ക് പോയാൽ മതി. പെണ്ണുങ്ങളാണ് മാക്സിറ്റ അവരടുത്തേക്ക്. അല്ല, ഞാൻ തിരിയാതെ ഇങ്ങോട്ട് പോകണ്ടെന്ന് വെച്ചിട്ടാണ്. കൊടുത്തയച്ചാലും മതി. ഒരാളെടുത്താണ്ട് കൊടുത്താൽ മതി. നിങ്ങൾ സഹോദരിമാരെ നന്നായിട്ട് സംഭാവന ചെയ്യണം. അള്ളാഹിനോടുള്ള സ്നേഹം പറഞ്ഞ് ഈ സ്നേഹം പറയുമ്പോൾ ഉണങ്ങിയ 10 ഉറുപ്പ്യ കൊടുക്കാൻ നിൽക്കണ്ട. നിങ്ങളെടുത്തുള്ള പൈസയിൽ വലിയ വലിയ പൈസ കൊടുത്തോളി. അള്ളാഹിന്റെ സ്നേഹമാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. ഞാൻ വളരെ പെട്ടെന്ന് ദീർഘായിക്ക് സംസാരിക്കാതെ പെട്ടെന്ന് അവസാനിപ്പിക്കും. ആണുങ്ങളെ പിന്നെ നമ്മളൊക്കെ ഒരു വർഗ്ഗമായതുകൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തിയതാണ്. അങ്ങക്കറിയാം, അത് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് അവസാനം കൊടുക്കും അറിയാം. എന്നാലും ആയിക്കോട്ടെ, ഏതായാലും ആവട്ടെ. അത് ശ്രദ്ധിക്കണം. ഞങ്ങൾ നോക്കുന്നത് സ്നേഹമാണ് വേണ്ടത്. പണക്കം പെട്ടെന്ന് തീർക്കണം, പെട്ടെന്ന് പണക്കം തീർക്കണം. എന്താ നമ്മളൊക്കെ അള്ളാഹ്ക്ക് എത്രയാ ചെയ്തിട്ടുണ്ടാവൂലേ? നിങ്ങൾ ചിന്തിക്കേ. ഞാൻ ഒരു ഉദാഹരണങ്ങളോട് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പൊ എനിക്ക് ബഹുമാനപ്പെട്ട തങ്ങള് എനിക്കൊരു വണ്ടി വാങ്ങി തന്നെന്ന് കൂട്ടുക ഇല്ല കേട്ടോ, അങ്ങനെ ആഗ്രഹിക്കണില്ല. ഒരു ഉദാഹരണം പറയാം. തങ്ങളൊരു വണ്ടി വാങ്ങി തന്നു, എനിക്കൊരു പൊര ഉണ്ടാക്കി തന്നു. എന്നിട്ട് തങ്ങള് എന്റെ എല്ലാ ഉപകാരങ്ങളും ചെയ്തു തന്നു. എന്നിട്ട് അതേ വണ്ടിയിൽ ഇരുന്നിട്ട് ഞാൻ തങ്ങളെ ഗീബത്ത് പറഞ്ഞാൽ
എന്നെ മനുഷ്യനായി കൂട്ടുങ്ങൾ ഇല്ല. തങ്ങളാണ് എൻ്റെ ഔദാര്യം, തങ്ങളെന്നെ സഹായിച്ച്. എന്നിട്ട് ആ വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് തങ്ങൾക്കെതിരെ ഞാൻ പ്രവർത്തിക്കും. എന്നെ മനുഷ്യനായി കൂട്ടുക. ഞങ്ങൾ അങ്ങനെ തന്നെ അങ്ങോട്ട് എന്തിക്ക്. അള്ളാഹു നമുക്ക് എത്ര ഉപകാരങ്ങളാ ചെയ്തത്. എന്നിട്ട് നമ്മളെ പണി എന്താ? ഓന്റെ ശത്രുവായ ഇബ്ലീസിന്റെ ഒപ്പം നടക്കുക. ഇത് കണ്ടിട്ട് അള്ളാഹ് പിടിച്ചിക്കണില്ലേ? നമ്മളാണെങ്കിൽ അവസ്ഥ എന്തായിരിക്കും? നമ്മളൊക്കെ കാൽമൊരു കൊതുക് വന്നിരുന്നാൽ ഏറ്റവും മിനിമം എവിടുന്നാ തുടങ്ങുന്നത്? വധശിക്ഷ. അതിന്റെ ചുരുങ്ങിയ പരിപാടി നമുക്കറിയില്ല. ആ കൊതുക് സത്യത്തിൽ ചോര കുടിക്കാൻ വേണ്ടി വന്നിരുന്നത്, നമ്മളെ ആക്രമിക്കാൻ വന്നതല്ല. എന്നാലും ഇതിങ്ങോട്ട് കണ്ടാൽ നമ്മള് ഒരൊറ്റ അടിയാണ്. ഈ നിലപാട് അള്ളാഹ്ക്കുണ്ടെങ്കിൽ ഇവിടെ വാള് പറയാൻ ഞാൻ ഈച്ചിപ്പോ. പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് പടച്ചോൻ പിടിച്ച് നിൽക്കുകയാണല്ലോ. അള്ളാഹിന്റെ ഒരു സ്നേഹം എത്രയാണ് റബ്ബേ! അള്ളാഹിന്റെ ഒരു സ്നേഹം എത്രയാണ്! നമ്മളെ വലത്തും അടുത്തൊക്കെ മലക്കുകളില്ലേ? റക്കീബ് അത്തീതുണ്ടല്ലോ. നന്മ റക്കീബ് എഴുതിയേക്കും, മോശപ്പെട്ട അത്തീത്. ഒരു തെറ്റ് ചെയ്യുമ്പോ അത്തീത് അത് എഴുതിയേക്കാൻ നേരത്തെ റക്കീബ് പറയുന്ന ഏതല്ലേ. അത് അടുത്ത പരിപാടി എന്താ നോക്കുക. ചിലപ്പോ അടുത്ത് ചെയ്യുന്ന നന്മ ഈ തിന്മയെ തകർക്കണതോ കരിക്കണമാണെങ്കിൽ നിങ്ങൾക്ക് എഴുതണ്ടല്ലോ. അപ്പോ അത്തീതൊന്നും എഴുതാതെ പിടിച്ചിക്കുന്ന. അടുത്തൊന്നും തെറ്റ് ചെയ്യുകയാണെങ്കിൽ അത്തീത് അങ്ങനെ എഴുതല്ലേ. ഇനി മൂപ്പര് വേറെ എടുക്കുന്ന ഒരു പണി എന്താ നോക്കുക. അള്ളാന്റെ ഒരു സ്നേഹം നോക്കുങ്ങള്. സ്വർഗത്തിന് 8 വാതിലുകൾ, നരകത്തിന് 7. അത് മരം തയ്യാത്തോണ്ട് അങ്ങനെ ആക്കിയതല്ല. സ്വർഗം എന്ന് പറഞ്ഞാൽ റഹ്മത്തിന്റെ കേന്ദ്ര, സ്നേഹത്തിന്റെ കേന്ദ്ര. അവിടെ ഒന്ന് കൂട്ടി. നരകം എന്ന് പറഞ്ഞാൽ ഒളവിന്റെ കേന്ദ്ര, അവിടെ ഒന്ന് കുറച്ചു. കാരണം റഹ്മത്ത് എപ്പോഴും മുമ്പിലാണല്ലോ. അവിടെ തന്നെ നിങ്ങൾ ചിന്തിക്കണം. ഞാൻ ഇപ്പൊ നിങ്ങളെ സ്നേഹിക്കുകയാണെങ്കിൽ, നിങ്ങൾ എന്നെ സ്നേഹിക്കുകയാണെങ്കിൽ പ്രത്യുപകാരം പ്രതീക്ഷിക്കും. അതൊരു ഉമ്മ മോനെ സ്നേഹിച്ചാലുണ്ടാവും. ഇനി ഒരു ഉസ്താദ് ശിഷ്യനെ സ്നേഹിക്കാൻ ഉഖ്റവിയ സ്നേഹമാണ്. ഭൗതികമായിട്ട് ഒന്നും ഉദ്ദേശിക്കണില്ല. എന്നാലും അവിടെ മായ ഉണ്ട്. എന്താണ്? ഈ കുട്ടിയെ കൊണ്ട് എനിക്ക് ആഖിറ രക്ഷപ്പെടുന്നില്ലേ? ഇല്ലേ? അള്ളാഹ്ക്ക് അങ്ങനെ പ്രത്യുപകാരം ഉണ്ടോ? നമ്മളെല്ലാരും കൂടി അള്ളാഹിനെ സ്നേഹിച്ച അള്ളാഹ്ക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? വല്ലാഹു ഗനിയ്യുൻ അനിൽ ആലമീൻ അല്ലേ? ഒരു കുട്ടിയെ ഉമ്മ സ്നേഹിച്ചാൽ അതിൽ ഒരു മനഃശാസ്ത്രം ഉണ്ട്. മോനെ, ഇന്ന് നീ ബലഹീനനാ, ഞാൻ ബലവാനാണ്. നാളെ ഞാൻ ബലഹീനൻ, നീ ബലവാൻ. അതുകൊണ്ട് ഇന്ന് ഞാൻ നിന്നെ നോക്കും പോലെ നാളെ നീ എന്നെ നോക്കണടാ എന്നാണ് അതിന്റെ ഉള്ളിൽ. ഇല്ലാത്തതുകൊണ്ടാണ് അപ്പൊ വൃദ്ധസദനങ്ങൾ അധികരിക്കുന്നത്. എല്ലായിടത്തും വൃദ്ധസദനം, മ്യൂസിയം, പഴയ സാധനങ്ങൾ കൊണ്ടുവെക്കുന്ന സ്ഥലം, പല്ലില്ലാത്ത പഴയ സാധനങ്ങൾ കൊണ്ടൊക്കെയുള്ള, തൊലി ചുളിഞ്ഞ പഴയ സാധനങ്ങൾ കൊണ്ടൊക്കെയുള്ള സ്ഥലം വൃദ്ധസദനം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അവിടെ ഇങ്ങനെ നിറഞ്ഞിക്കാണ് പല്ലില്ലാത്ത പാപ്പാര്, മുടി നരച്ച ഉമ്മാര് ഒക്കെ. ഈ സമൂഹത്തിൽ അറിയപ്പെട്ട ആൾക്കാരെ രക്ഷിതാക്കൾ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. തിരിച്ചു കൊടുക്കാൻ പറ്റണില്ല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഈടടുത്ത് തവന്നൂർ ഭാഗത്ത് വൃദ്ധസദനത്തിൽ എന്റെ സുഹൃത്ത് കയറിയപ്പോ ഒരു ഉമ്മണ്ട് ഇങ്ങനെ വളരെ അവശയായിട്ടിരിക്കണ്. അപ്പൊ ഈ പ്രിയപ്പെട്ട സഹോദരൻ ഒരു പ്രവാസകൻ കൂടിയാണ്. അവിടെ പോയിട്ട് ചോദിച്ചപ്പോ ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ നിങ്ങള് എവിടുന്ന് വന്നാന്ന് വെച്ചാൽ ഞാൻ പൊന്നാനിന്ന് വന്നാണെന്ന് പറഞ്ഞു ഉമ്മ. അപ്പൊ ഇയാള് ചോദിച്ചു, പൊന്നാനി നിങ്ങൾ ഇങ്ങോട്ട് വരണവേ, നിങ്ങൾ എന്തിനാ പോകുന്നത് ചോദിച്ചു. എന്റെ മോനെ കൊടുന്നാണെന്ന്. അപ്പൊ മോനെ കൊണ്ടുവരുമ്പോ നിങ്ങൾക്ക് പൊരയത്തിന് ഒന്നുണ്ടായിരുന്നില്ലേ, വരുന്നില്ല എന്ന് പറഞ്ഞുണ്ടായിരുന്നില്ലേ? അപ്പൊ ഉമ്മ പറഞ്ഞ എന്താരോ, എന്റെ മോനെ അബുദാബിക്ക് കൊണ്ടുവന്ന് പിടിച്ചിറക്കിയതാണെന്ന്. ഉമ്മാനോട് ചോദിച്ചാൽ ഉമ്മ അബുദാബി കാണണ്ടേ? പല്ലില്ലാത്ത തള്ള തലേന്നാണ്ട് ചിരിക്കാൻ തുടങ്ങിയ വച്ചു പണിയേ, അബുദാബി കാണണല്ലോ. ഓൻ പിറ്റേന്ന് അബുദാബി പോണേ. അപ്പൊ ഉമ്മ ചോദിച്ചാൽ അതിന് ഓളെ കൊണ്ടുവരണില്ലേന്ന്. ഓളെ കൊണ്ടുപോയി നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടല്ലേ ഓൾക്ക് കാണിച്ചു തരാ. പിന്നെ തള്ളക്ക് മോൻക്കുള്ള ദ്വാരന്റെ അങ്ങനെ പെണ്ണുങ്ങൾക്കും കൂടി കാണിച്ചു കൊടുക്കാത്ത അബുദാബി ഉമ്മാക്ക് കൊണ്ടേ കാണിച്ചു കൊടുക്കല്ലേ. പിറ്റേന്ന് തള്ള ഒരു പുതിയ ഇറങ്ങണ വരി വയസ്സ് 70 കഴിഞ്ഞിരിക്കണെങ്കിലും ആ ഇടുക്കിലൊക്കെ പൗഡർ കുമായിട്ട് അടച്ചിങ്ങനെ അബുദാബി പോവല്ലേ. വണ്ടി പിടിച്ച് കയറ്റിയിട്ട് നേരെ വൃദ്ധസദനത്ത് കൊടുന്നിട്ട് ഇരുത്തി. എന്നിട്ട് പറഞ്ഞു, ഉമ്മ ഫ്ലൈറ്റ് പോരും, ഞാൻ പോരാനിട്ട് ഈ പഴയ നേരാണ്ട് അബുദാബി പോയി. എവിടെ? മലപ്പുറം ജില്ലയിൽ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്തുകൊണ്ട്? പ്രത്യുപകാരം പ്രതീക്ഷിച്ചുകൊണ്ട് തന്ന സ്നേഹത്തിന് ശുക്രില്ല. അനിഷ്കുർലീ വലിവാലിദൈക. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ പറയുകയാണ്, പടച്ചവന് ശുക്ർ രേഖപ്പെടുത്തുക. വലിവാലിദൈക, നിന്റെ മാതാപിതാക്കൾക്ക്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ചില മഹാന്മാര് പറയുകയാണ്, അടിസ്ഥാനമായി ശുക്ർ പൂർത്തിയാകണമെങ്കിൽ 5 വക്ത് നിസ്കാരാനന്തരമുള്ള പ്രാർത്ഥനയില് മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഉൾപ്പെടുത്തിയാല് ഇതിന്റെ അടിസ്ഥാന നിയമം പൂർത്തിയാകൂ എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്. അല്ലാഹുവേ,
ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുകയും മരിച്ചുപോയവരുടെ ഖബർ പ്രവിശാലമാക്കുകയും മഗ്ഫിറത്തും റഹ്മത്തും കൊണ്ട് അനുഗ്രഹിക്കുകയും ചെയ്യണേ അല്ലാഹ്. ഞാൻ പറയുന്നത് അങ്ങനെ മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുന്നതിൽ പ്രത്യുപകാരം പ്രതീക്ഷിക്കുന്നുണ്ട്. ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുകയാണെങ്കിലോ, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുകയാണെങ്കിലോ, ജ്യേഷ്ഠൻ അനുജനെ സ്നേഹിക്കുകയാണെങ്കിലോ, ഉസ്താദ് ശിഷ്യനെ സ്നേഹിക്കുകയാണെങ്കിലോ എല്ലാത്തിൽ നിന്നും പ്രത്യുപകാരം പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യുപകാരം പ്രതീക്ഷിക്കാത്ത സ്നേഹം ഒരേ കേന്ദ്രത്തിൽ മാത്രം അല്ലാഹുവിൽ നിന്ന് മാത്രമാണ്. മിനല്ലാഹ് ഇലല്ലാഹ് അനില്ലാഹ് മഅല്ലാഹ് ബില്ലാഹ് ലില്ലാഹ് ദിക്റുല്ലാഹി മിഫ്താഹു ലിബാബില്ലാഹി മിസ്ബാഹു ലിയഖ്ലില്ലാഹി മിജ്റാഹു ലിബ്ലീസിന ദുവില്ലാഹ് ലിബ്ലീസിന ദുവില്ലാഹ് ഫഖൂലൂ യാ ഇബാദല്ലാഹ് فقولوا يا عباد الله دواما مخلصا لله رجاء في لقاء الله لا إله إلا الله لا إله إلا الله لا إله إلا الله. ഈ മുദ്രാവാക്യം മുഴക്കി പോവാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഖൽബ് അള്ളാഹുവിനോടുള്ള സ്നേഹത്തിലേക്ക് ഉണരണം. ഏത് ദോഷികൾക്കും ഇത് സൗകര്യമാണ്. ഏത് ദോഷികളും അവിടെ ദോഷത്തിന്റെ കടുപ്പ് അല്ലാഹുക്ക് പ്രശ്നമില്ല. അച്ചായിബു മിനദ് ദംബി കമല്ലാ ദംബല നബിയുന മുഹമ്മദ് മുസ്തഫ. നീ എന്ത് പേടി നമുക്കുള്ളത്? എന്ത് പേടിയാണ്? ഞാനേ ഒന്ന് ഇരുന്നാ ഒന്നും കൂടി ലെവലാവും. ഒന്ന് ഇരുന്നാ ഒന്ന് മനസ്സിക്കൊന്ന് ഇറങ്ങാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഒന്ന് ഇരിക്കട്ടെ കേട്ടോ. ഓപ്പറേറ്റർ ഒന്ന് ഇരിക്കാൻ സൗകര്യം. അവസാന ഭാഗമല്ല. അപ്പൊ ഒന്ന് ഇരുന്നിട്ട് മനസ്സും കൂടി സംസാരിച്ചിട്ട് പിരിയാൻ സാധിക്കും. പ്പെട്ട വിഷയ സംബന്ധിയായ ചില്ലറ കാര്യങ്ങൾ പറഞ്ഞ് പെട്ടെന്ന് നമ്മൾ അവസാനിപ്പിക്കാം. നോക്കൂ. സത്യത്തിൽ ഒറ്റ സെക്കൻഡ് മതി അള്ളാഹിനോട് പണക്കം തീർക്കാൻ. ഒറ്റ സെക്കൻഡ് മതി. ഒറ്റ സെക്കൻഡ്. അള്ളാഹു വലിയ ഔദാര്യവാനല്ലേ. ഞാൻ ചെറിയ ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം. മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് തീരെ മഴയില്ലാതായപ്പോ മൂസാ നബി ആളുകളോടൊക്കെ ഇറങ്ങാൻ പറഞ്ഞ് പ്രവിശാലമായ മൈതാനിയിലേക്ക് ഇറങ്ങി. 70,000 ആളുകൾ ദ്വാരക്കണേ മൂസാ നബി അലൈഹി സ്വലാം. മൂസാ നബികളെ പഠിച്ചോനെ, ഞങ്ങൾ പാവങ്ങളാണ്, ഞങ്ങൾ പാപികളാണ്, ഇവിടെ കുടിക്കാൻ വെള്ളമില്ല. ഇനി അടുത്ത വേനലൊക്കെ ക്ഷാമ ബാധിത പ്രദേശങ്ങളിൽ മലപ്പുറം ജില്ല ഉൾപ്പെട്ടിക്കണ്. പാലക്കാട് പെരിന്തൽമണ്ണൊക്കെ വല്ലാതെ വെള്ളമില്ലാതാവാൻ പോകണമെന്നാണ് നമ്മളെ ശാസ്ത്രലോകത്തെ ഔലിയാക്കൾ പറയണത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നിങ്ങളെ വെള്ളമൊക്കെ നമ്മൾ അടിയിൽ നിന്ന് അങ്ങോട്ട് താത്തി കൊണ്ടായാൽ എത്തിക്കും ബിമായും മഴ, പിന്നെ ആരാ കുടിക്കാൻ വെള്ളം തരികയെന്ന് ഖുർആൻ. ആരും തരൂല. യുക്തിവാദികളൊക്കെ ആഫീസ് അങ്ങോട്ട് പൊട്ടു. ഞാൻ ഒരിക്കല് ട്രെയിനിൽ വെച്ചുകൊണ്ട് ഒരു യുക്തിവാദിയുമായിട്ട് ഇങ്ങനെ സംവാദം നടത്തുക, സ്നേഹസംവാദം. ഞങ്ങൾ രണ്ടാൾ മാത്രം. ഞാൻ അയാളോട് ഇങ്ങനെ അള്ളാഹിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ചോദിച്ചു, ഭക്ഷണം തരുന്ന ആരാണ് സാറേ എന്ന് ചോദിച്ചു. അത് ഹോട്ടലിൽ പോയാൽ കിട്ടുന്നാണ്. എന്താ ചെയ്യണത്? അപ്പൊ ഞാൻ ചോദിച്ചു വെള്ളം തരുന്ന ആരെന്ന്. അത് കിണറ്റിൽ നിട്ടുന്നാണ്. അപ്പൊ ഞാൻ അവിടെ ഒന്നും ഗണ്ണിച്ചില്ല. ഞാൻ പിന്നെ ഇങ്ങനെ നമ്പർ മാറ്റി കൊണ്ടുവരാം. അങ്ങനെ ഉണ്ടല്ലോ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നമ്രൂദിനോട് ചോദിച്ചില്ലേ? നമ്രൂദിനോട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ചോദിച്ചു, അള്ളാഹു ജീവിപ്പിക്കുന്ന ആളും മരിപ്പിക്കുന്ന ആളാണ്. എന്നാ പിന്നെ നീയൊന്ന് അങ്ങനെ ജീവിപ്പിക്കും മരിപ്പിക്കും എന്നാണ് ആ വെല്ലുവിളി. അപ്പൊ നമ്രൂദ് എന്ത് ചെയ്ത്, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 2 ജയിൽ പുള്ളികളെ പുറത്തു വന്നിട്ട് ഒരാളാണ് കൊന്നു, ഒരാൾക്ക് ശിക്ഷകൾ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇപ്പൊ ഞാൻ ജീവിപ്പിക്കും മരിപ്പിക്കും ചെയ്തില്ല. സത്യത്തിൽ ഇബ്രാഹിം നബിയുടെ വെല്ലുവിളിക്ക് മറുപടി അല്ല അത്.
ഇബ്രാഹിം നബിയുടെ വെല്ലുവിളിക്ക് മറുപടി ആണെങ്കിൽ ഒരാളെ കൊന്നിട്ട് ജീവൻ കൊടുക്കണം. അത് ഇബ്രാഹിം നബിക്ക് അറിയാം. എന്നാലും നീ എന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല എന്ന് ഇബ്രാഹിം നബി പറഞ്ഞില്ല. പിന്നെ വായടപ്പ് ഒരു മറുപടി, ഒരു വെല്ലുവിളി അങ്ങോട്ട് വേറെ കൊടുത്തു, ദിമനാട് വിട്ടു. പിന്നെ പറഞ്ഞു, എന്നാ പിന്നെ അങ്ങനെയാണെങ്കിൽ എന്റെ റബ്ബ് കിഴക്കിനെന്ന് സൂര്യനെ ഉദിപ്പിക്കുന്നുണ്ട്, ഈ റബ്ബാണെങ്കിൽ പടിഞ്ഞാറിന്ന് ഉദിക്കുന്ന. അതിന് മുണ്ടാട്ടല്ല. അവിടെ എന്ത് പറയായിരുന്നു? നീ ഇപ്പൊ ചെയ്തത് എന്റെ വെല്ലുവിളിക്ക് മറുപടിയല്ല. നീ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട രണ്ടാളിൽ ഒരാളാണ്ട് കൊന്നു, ഒരാൾക്ക് ശിക്ഷകൾ കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് ഹെയ്യാവും മിമാത്തത്തും അല്ല എന്ന് പറയായിരുന്നു. പക്ഷെ ഇബ്രാഹിം നബിയെ പറഞ്ഞില്ല. അവിടെ ഒരുപാട് ചിന്തിക്കാണ്ട് നമുക്ക്. ഇബ്രാഹിം നബി പിന്നെ ചെയ്തത്, ഇപ്പൊ നിങ്ങട്ട് തിരിച്ചൊന്നും പറയരുത്, അങ്ങനത്തെ വായടപ്പ് ഒരു കൊടുക്കലാണ് കൊടുത്തത്. എന്തായിരുന്നു? എന്റെ റബ്ബ് കിഴക്കുന്ന സൂര്യനെ കൊണ്ടു, നീ റബ്ബാണെങ്കിൽ പടിഞ്ഞാർന്ന് കൊണ്ടുവരണം. അപ്പൊ ഒരു വെല്ലുവിളിയാണ് ഇബ്രാഹിം നബിന്റെ. എന്താ വെല്ലുവിളി? റബ്ബാണെങ്കിൽ സൂര്യനെ പടിഞ്ഞാർന്ന് ഉദിപ്പിക്കണം. ആ വെല്ലുവിളി ഞാൻ അള്ളാഹ് ഏറ്റെടുക്കുകയാണ്. അതുകൊണ്ടാണ് ഖിയാമത്ത് നാളിലെ അടയാളങ്ങളിൽ പ്രധാനപ്പെട്ട അടയാളം സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കലാണ്. കാരണം അത് റബ്ബാണ് തെളിയിച്ചിട്ടേ ഖിയാമത്ത് നാൾ സംഭവിക്കുള്ളൂ. എന്നതുപോലെ ഇയാളിതിങ്ങനെ ചോറ് എവിടുന്ന കിട്ടുക? ഹോട്ടലിൽ നിന്നാണ്, ഞാൻ ഗണ്ണിച്ചില്ല. വെള്ളം എവിടുന്ന കിട്ടുക? കിണറ്റിന്നാണ്, ഞാൻ ഗണ്ണിച്ചില്ല. ഞാൻ അയാളോട് പറഞ്ഞു, സാറേ, ഭക്ഷണത്തിനേക്കാൾ വെള്ളത്തിനേക്കാൾ ഒരു മനുഷ്യനോട് പ്രധാനപ്പെട്ട വേറൊരു സംഗതി ഉണ്ട്. ഭക്ഷണമില്ലാതെ കുറെ പിടിച്ചേക്ക, 3 ദിവസം ഭക്ഷണമില്ലാതെ കഴിയാ. നിരാഹാര സമരം നടത്തുന്ന ആൾക്കാർ ഇടയ്ക്ക് ചെറുനാരങ്ങ കുടിക്കുകയാണെങ്കിലും തിന്നണില്ലല്ലോ, പക്ഷെ മരിക്കണില്ലല്ലോ. ആ ഭക്ഷണമില്ലാതെ പിടിച്ചേക്ക, വെള്ളമില്ലാതെ പിടിച്ചേക്ക. നോമ്പിനൊക്കെ നമ്മൾ ഭക്ഷണം വെള്ളമില്ലാതെ പിടിച്ചിക്കണില്ലേ? അപ്പൊ ഭക്ഷണം വെള്ളത്തിനേക്കാൾ ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ട വേറൊരു സംഗതി ഉണ്ട്. അപ്പൊ ഇയാളിന്റെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞു, വായു ആണ്, വായു. ഇത് ഏത് കിണറ്റിന്നാ കിട്ടുകയെന്ന് വെച്ചാൽ, ഇത് ഏത് ഹോട്ടലിനാ കിട്ടുക? അതിൽ അയാളിനോട് പറഞ്ഞു, നമ്മൾ സംസാരം അവസാനിപ്പിക്കല്ലേ എന്ന് വെച്ചു. എന്നാലും ഹക്കിലേക്ക് വന്നില്ല, തൗഫീഖില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമുക്ക് ഓരോ സെക്കൻഡ് ശ്വസിച്ചു, വിശ്വസിച്ചു, ശ്വസിച്ചു, വിശ്വസിച്ചു. വിശ്വസിക്കല്ലേ, വിശ്വസിക്കാം. ഈ ശ്വസിക്കുമ്പോ ശുദ്ധവായു ഉള്ളിക്ക് വലിച്ചെടുത്ത്, വിശ്വസിക്കുമ്പോ മലീമസവായു പുറത്തേക്ക് തള്ളി. ഇവിടെ അള്ള നിയമം വെക്കാണ്. ഈ ഓരോ അനുഗ്രഹത്തിന് ഓരോ അൽഹംദുലില്ലാ പറയണമെന്ന് നിയമം വെച്ചാൽ കഴിഞ്ഞ നമ്മളെ കഥ. അൽഹംദുലില്ലാ, 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 അൽഹംദുലില്ലാ കൂട്ടിങ്ങിയില്ലേ? ഈ ഒരു അനുഗ്രഹത്തിന് ഒരു അൽഹംദുലില്ലാ പറയണമെന്ന് പഠിച്ചോൻ തീരുമാനിച്ചാൽ ഇവിടെ വാളു പറയാൻ എനിക്കും പറ്റൂല, കേൾക്കാൻ നമുക്കും പറ്റൂല. കാരണം ഞാൻ അൽഹംദുലില്ലാ കൊണ്ട് ഒരു കളി, നിങ്ങൾ അൽഹംദുലില്ലാ നടുവലു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ആ നിയമം അള്ള വെച്ചില്ല. അള്ളാഹുവിന്റെ ഔദാര്യം നോക്കി നിങ്ങൾ ചിന്തിക്കണേ, ചിന്തിക്കണേ. കലീമുല്ലാഹി മൂസ 70,000 ആളുകളെയാണ് ദുആ ചെയ്യാൻ വേണ്ടി വിശാലമായ മൈതാനിയിലേക്ക് കൊണ്ടുവന്നത്. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം ദുആ ചെയ്യുകയാണ്, റബ്ബേ ഞങ്ങൾക്ക് മഴ തരണം അല്ലാഹ്. മഴ പെയ്തില്ല. ഇതായിരുന്നത് മൂസാ നബിയാണ്. മഴ പെയ്തില്ല. അതിൽ മൂസാ നബിക്ക് വേജാറാവൂലേ? കാരണം ആ ദ്വാക്ക് അപ്പ മഴ കിട്ടണല്ല, അടുത്ത വർഷകാലത്ത് കിട്ടിയിട്ട് കാര്യമില്ല. എൻ്റെ ഒക്കെ ദ്വാന്റെ തരികട അല്പം അങ്ങനെയാണ് ഈ കാര്യം. മഴക്കൊക്കെ ദ്വാർപ്പിച്ചാൽ ഇങ്ങനെ ദ്വാർക്കും. ഞാൻ സത്യത്തിൽ മഴയ്ക്ക് വേണ്ടി ഞാൻ ദ്വാർക്കല് ഈ ജൂൺ മാസത്തിനോട് അടുപ്പിച്ചിട്ടാണ്. അതിൻ്റെ മുമ്പ് ദ്വാർക്കില്ല. അങ്ങനെ മെയിലൊക്കെ ദ്വാരുന്ന സുഖമുണ്ട്. ഒരു 15 ദിവസം കഴിഞ്ഞാൽ ഏതായാലും മഴ കിട്ടും. അപ്പൊ നമുക്ക് പറയാം എന്റെ ദ്വാക്ക് ജാബത്ത് കിട്ടിയെന്ന് പറയും ചെയ്യാം. അത് അപ്പൊ തന്നെ കിട്ടണല്ലോ, അങ്ങനെയല്ല എന്റെ കണക്ക്. മഴ വരുന്നില്ല. മഴയ്ക്ക് വേണ്ടി ദ്വാരുന്ന മൂല്യരും ദ്വാരുന്നിട്ട് മഴ വരുന്നില്ലെങ്കിൽ ആൾക്കാരെ വെറുതെ വിടൂല. വേള് എന്ന് പറഞ്ഞാൽ വേള് പറഞ്ഞു പോവാം. പക്ഷെ മഴ അങ്ങനെയല്ല. മഴക്കൊക്കെ നമ്മൾ ദ്വാരുന്ന നമ്മൾ വണ്ടിയിൽ ഇങ്ങനെ കയറി ആൾക്കാർക്കൊക്കെ ഉണ്ട് കർക്കിടക മാസം കണ്ട മാതിരി നോട്ടം. എനിക്ക് എവിടുന്നായിരുന്നു ദ്വാരുന്നിട്ട് മഴയും കിട്ടണില്ല അല്ലേ? അതുണ്ടാവുമല്ലോ. മൂസാ നബി ദ്വാരുന്നിട്ട് മഴ കിട്ടണില്ല. ആളുകളെ കണ്ടുകൊണ്ട് നോക്കാൻ തുടങ്ങി. മൂസാ നബിക്ക് ബേജാറായി. മൂസാ നബി അള്ളഹാനോട് പറഞ്ഞു, പഠിച്ചോനെ മഴ ഇല്ലാതെ ഈ പറഞ്ഞേക്കരുത് റബ്ബേ. അതിൽ അള്ള പറഞ്ഞു മഴ തരൂല എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞാരോ? മഴ തരൂല. നിങ്ങളെ കൂട്ടത്തിൽ ഒരു മനുഷ്യന്റെ 40 കൊല്ലം മൂപ്പര് തമ്മാടിത്തരം ചെയ്തിട്ടുണ്ട്. ഓനെ സദസ്സെന്ന് പുറത്താക്കിയാലേ മഴ വരുള്ളൂ. 40 കൊല്ലം പടച്ചവന് തമ്മാടിത്തരം ചെയ്ത ഒരാള് ആ കൂട്ടത്തിലുണ്ട്. ഓനെ പിടിച്ച് പുറത്താക്കണം, എന്നാലേ മഴ വരുള്ളൂ. പക്ഷെ ആളാരാന്ന് പറഞ്ഞില്ല. ആളാരാന്ന് പറഞ്ഞാൽ അയാൾ പിന്നെ കുപ്പിയിൽ അച്ചാറായിട്ട് മാറും. കാരണം ഈ 69,000 ആൾക്കാർ ഈ പഹയനെ കൊണ്ട് മഴ ഇട്ടാത്തെന്നാണ് തീരുമാനമുണ്ടല്ലോ. ചവിട്ട അപ്പൊ തന്നെ നാവിക്ക് വരും. ആരാന്ന് അള്ള പറഞ്ഞോട്ടോ ഇല്ല.
മൂസാനബിനോട് പറഞ്ഞു ഓനെ പുറത്താക്കണം. എന്നാലും മൂസാനബി ആരേച്ചിട്ടാ പുറത്താക്കുക? മൂസാനബിക്ക് ഭയങ്കര ദേഷ്യ. ആ ദേഷ്യ ഖത്താബിനുള്ളത്. മൂസാനബി ഒരു അലറിലാണ്ട് അലറി, 40 കൊല്ലം അള്ളാഹ്ക്ക് തമ്മാടിത്തരം ചെയ്ത് ജീവിച്ച പഹയ. ആരോട് പോകാൻ പറഞ്ഞു? ഇന്നാളോട് പോകാൻ പറഞ്ഞാലേ പോവുള്ളൂ. ഏതോ ഒരു കുട്ടി ഔലയിൽ ഇറങ്ങിയിട്ട് നീന്തിയിട്ട് കളിച്ചെന്ന് പ്രസിഡന്റ് വന്നിട്ട് മുദരിസിനോട് കംപ്ലൈന്റ് ആയിട്ട് 200 കുട്ടികളുണ്ട് നീട്ടാ. അപ്പൊ ഉസ്താദ് ഇങ്ങനെ എല്ലാരും കുളിച്ചിട്ട് ഔല ചാടി കുളിച്ചാൽ പുറത്തോട്ടെ എന്ന് പറഞ്ഞാൽ കുട്ടികളെ കാണുന്നു നോക്കും. ഈ കുളിച്ചോ അതിനേക്കാളും നോക്കും. അല്ല അങ്ങനെ തന്നെയല്ലേ? ആളെ പുറത്തം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുളിച്ചോനെ വേഗം നോക്കാൻ. ആരപ്പാ ചാടിയത്? എന്നെ പോലെ ഇയാൾക്ക് മനസ്സിലായി ആളെ പുറത്തം കിട്ടിയിട്ടില്ല. ആളെ പുറത്തം കിട്ടില്ല എന്ന് മനസ്സിലായപ്പോ ഈ 70,000 ആൾക്കാർ ഇങ്ങനെ നോക്കുമ്പോ ആദ്യം നോക്കണ മൂപ്പർ തന്നെയാണ്. മൂപ്പർക്കറിയാം എന്നെ കുറിച്ച് തന്നെയാണ് പറഞ്ഞതെന്ന്. പക്ഷെ മൂപ്പര് നോക്കണേന്റെ രഹസ്യം എന്താരോ, എന്നെക്കാളും വലിയ ഏതെങ്കിലും ആൾക്കാരെ ഓണിച്ചോ എനിക്ക് അവിടെ ഇരിക്കാമല്ലോ. അല്ല, അതിലാണിപ്പോ മൂപ്പര് നോട്ടം. നിങ്ങൾ ഈ നാട്ടില് വീട്ടിൽ വിളിച്ചിട്ട് ബിരിയാണി കൊടുത്തിട്ട് അതിൽ വിഷം കലർത്തിയിട്ട് കൊന്നിട്ട് കഷ്ണം കഷ്ണമായിട്ട് പൊളിറ്റിയിൽ കവർ ചെയ്തില്ല ഒരാളെ അല്ലേ? ആ കൊന്നോനാണ് ആദ്യം തെരഞ്ഞു നോക്കണത്. ആരെപ്പ ഈ കടുങ്കൈ ചെയ്തത് ബനാ ചെയ്തിക്കണത്? അങ്ങനെ ഉണ്ടാവാ. അപ്പൊ ഇയാൾ ഇങ്ങനെ നോക്കാം. മൂസാനെ പിന്നെ പറയും, എന്താണ് ഈശി പോകാനായില്? അതിൽ ഇയാൾക്ക് പേടി തുടങ്ങി. ഇയാൾക്ക് പേടി. ഇയാൾക്ക് അങ്ങനെ ചിന്തിച്ചു, ഞാൻ ഈ കൂട്ടത്തിൽ ഇരിക്കണ്ടെന്ന് ഇപ്പൊ മൂസക്ക് അള്ള പറഞ്ഞു കൊടുത്തല്ലോ അലൈഹിസ്സലാം. ഞാൻ ഇരിക്കണ കസേരി നമ്പർ എന്റെ ചേലും കോലക്കാണ്ട് പറഞ്ഞു കൊടുത്ത പടച്ചമ്പുരാനെ. ഇനി വല്ലാതെ ഇവിടെ ഇരുന്നാൽ ചിലപ്പോ അള്ള മുഴുവൻ വഷളാക്കൊന്ന് ഇയാൾക്ക് പേടിയായി. അതിൽ ഇയാളൊരു പണിയത്, ഇയാളെ തോളിലൊരു ഷാളുണ്ട്. ഈ ഷാൾ ഇയാൾ ഇങ്ങനെ മുഖത്ത് കണ്ടിട്ട് ആരും അറിയില്ല. അങ്ങനെ ഇട്ടിട്ട് ഒറ്റ ദ്വായാണ്. പൊട്ടിച്ച ദ്വാന്നല്ല, കണ്ണിന്ന് വെള്ളം കിട്ടിട്ട് പഠിച്ചോനെ ഇനി കുത്തുബജത്തിന്റെ അക്ഷരം, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞേ. ഇനി പഠിച്ചോനെ ഞാൻ തോബയാണ് റബ്ബേ, ഇന്നെ വഷളാക്കല്ലോ റബ്ബേ. ഉടനെ അങ്ങോട്ട് മഴ ചെയ്തു. 2 സെക്കൻഡ് ഉടനെ മഴ പെയ്തപ്പോൾ കലീമുല്ലാഹി മൂസ അത്ഭുതപ്പെടുകയാണ്. മഴ കിട്ടിയതിലല്ല അത്ഭുതം, മറിച്ച് അള്ളാഹു പറഞ്ഞിരുന്നു ആ കൂട്ടത്തിൽ 40 കൊല്ലം തമ്മാടിത്തരം ചെയ്ത് ജീവിച്ചൊരു മനുഷ്യനുണ്ട്. ആ മനുഷ്യനെ അങ്ങ് പുറത്താക്കിയാൽ മഴ തരാമെന്ന് അള്ള പറഞ്ഞിരുന്നു. മൂസാ നബി ഇതിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ആരും പുറത്തു പോയിട്ടില്ല. പക്ഷെ മഴ പെയ്തിരിക്കുകയാണ്. അതിൽ മൂസാ അലൈഹിസ്സലാം അത്ഭുതപ്പെടുകയാണ്. നിങ്ങൾക്ക് അത്ഭുതമല്ലേ? അള്ള പറഞ്ഞു ഒരാളങ്ങോട്ട് പുറത്താക്കി മഴ തരാന്ന്. ഇവിടുന്ന് ഇപ്പൊ ആരും പുറത്തു പോയിട്ടില്ല. മഴ അങ്ങോട്ട് പെയ്തു. മൂസാ നബിയാണ്ട് അത്ഭുതപ്പെട്ടു. ഞാൻ രസം കേൾക്കണം. നിങ്ങൾക്ക് കേൾക്കണോ? എന്നൊരു സലാത്ത് ഉറക്കെ ചൊല്ലി. സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പ്രസംഗത്തിൽ ആരും സ്വീകരിക്കേണ്ട ഒരു നയാണ്. ഇടക്കിടക്ക് റസൂലുള്ളാഹിനെ ഇങ്ങനെ സന്തോഷിപ്പിക്കണം. വലിയ മദത് കിട്ടും. തൊണ്ടൊന്നും ഒരു കുഴപ്പം വരില്ല. ഡോക്ടറൊന്നും പോകണ്ട. ഇത് തണുപ്പുവെള്ളം കിട്ടുമ്പോഴത്തേന് ഒന്നും വരില്ല. റസൂലുള്ളാഹിനെ ഇങ്ങനെ സന്തോഷിപ്പിച്ചാൽ മതി. ഇടക്കിടക്ക് സദസ്സിന് ഇങ്ങനെ പാക്കറ്റ് കൊടുത്തേക്ക് മതിയിട്ടേക്ക്. സന്തോഷം എന്താ? ഹുബ്ബിബയിലെയും ദുന്യാക്കും, നിങ്ങളെ ദുന്യാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുത്തപ്പെട്ടത് അത്തീബ് ഒന്ന് അത്തറാണ്. വന്നിസാവിന്റെ ഭാര്യമാരാണ്. വജുഇലത്ത് ഖുറത്തു ഐനി, എന്റെ ഏറ്റവും വലിയ സന്തോഷം ഫി സ്വലാത്തി, നിങ്ങൾ എനിക്ക് സലാത്ത് ചെല്ലുമ്പോഴാണെന്ന് മുഹമ്മദ് നബി. എന്റെ സന്തോഷാണ്, അത് സന്തോഷാണ്. ബിബിലയ്യ മിൻ ദുനിയാകും അത്തീബ് വന്നിസാ, നിങ്ങളെ ദുനിയാവിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുത്തപ്പെട്ടത് ചിന്തിച്ചോളൂ. ആ ചരിത്രം അവിടെ പിടിക്കണം കേട്ടോ, മറക്കരുത്. ഞാൻ പറയാം. നിങ്ങളെ ദുനിയാവിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുത്തപ്പെട്ടത്. മുതാലിമീങ്ങളെ അഹബബ്തു എന്നല്ല പറഞ്ഞത്, അഹബബ്തു എന്നല്ല, പിന്നെന്താ? മജ്ഹൂലാൻ. ഹുബ്ബിബ എന്ന് പറഞ്ഞാൽ ആർക്കും അതിന് ഒഴിവാൻ പറ്റൂല. ഈ ഹദീസ് എടുത്തിട്ട് ചില കള്ള ശൈഖന്മാര് വ്യാഖ്യാനിക്കലുണ്ട്, റസൂലുള്ളാഹിക്കും പെണ്ണുങ്ങളോട് വലിയ പ്രേമമായിരുന്നു എന്ന് പറയലുണ്ട്. അതിനാണ് ഖവാത്തിർ എന്ന് പറയാ. ഇൽഹാം മിനൽ ലഈൻ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മാരിഫത്ത് ഇൽഹാം മിനൽ ലഈൻ ആവരുത്, ഇൽഹാം മിനർ റഹീം ആവണം. എന്നിട്ട് ത്വരീഖത്തിന്റെ പേരിൽ ഇതൊക്കെ ചെലവാക്കുക. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. കള്ള ശൈഖന്മാര് അന്യ പെണ്ണുങ്ങളെ കൂടെ തൊട്ടിരിക്കും, അന്യ പെണ്ണുങ്ങളെ മടിയിലിരുത്തും, ഒരെ തലക്ക് കൈവച്ചിട്ട് മന്ത്രിക്കും. എന്നിട്ട് തെളിവ് പറയാ,
ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും അത്വയ്ബ വന്നിസാ. അതിന് അറബ് ഭാഷ ഒന്ന് പഠിക്കണം, എന്നിട്ട് ത്വരീഖത്തിന് ശേഖായ മതി. അഹബബ്തു എന്നല്ല ഹുബ്ബിബ എന്ന് പറഞ്ഞ്. അഹബബ്തു ഞാൻ തെരഞ്ഞെടുത്ത് സ്നേഹിച്ചു എന്നല്ല. ഹുബ്ബിബ എന്ന് പറഞ്ഞാൽ അതിന് മാറിക്കാൻ പറ്റൂല. അതിനെ മിൻ ദുനിയാക്കും മിന ദുനിയ എന്നല്ല, നിങ്ങളെ ദുനിയാവ്. ദുനിയാവായിട്ട് റസൂലുള്ളാഹിക്ക് ബന്ധമില്ല എന്ന ഒരു ഇശാറത്തയിലുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുത്തപ്പെട്ടത് അത്തയ്ബ്, ഒന്ന് അത്തറാണ്. രണ്ട് വന്നിസാവു, എല്ലാ പെണ്ണുങ്ങളും എന്നല്ല, എന്റെ ഭാര്യമാരെന്ന് അർത്ഥം വെക്കണം. അല്ലെങ്കിലോ മറ്റുള്ള പെണ്ണുങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കൽ എന്നർത്ഥം വെക്കണം. അല്ല ലോകത്തുള്ള പെണ്ണുങ്ങളൊക്കെ കൂടി റസൂലുള്ളാഹിനെ സ്നേഹിക്കുക എന്നല്ല. സ്നേഹിക്കും, ഈമാനിക രംഗത്ത് സ്നേഹിക്കുക വേറെ, പക്ഷെ അതിൽ ദുർവ്യാഖ്യാനം ചെയ്യരുത്. എന്റെ വിഷയം ഇപ്പൊ അതല്ല, ഇനിയുള്ളതാണ്. എന്റെ കൺകുളിർമ നിങ്ങൾ എനിക്ക് സ്വലാത്ത് ചൊല്ലുമ്പോഴാ നബിയുനാ മുഹമ്മദ് മുസ്തഫ. മുത്താലിമിങ്ങൾ സംശയിക്കണ്ട, എനിക്ക് നിസ്കാരത്തിന് വേണ്ടി കൈയ്യട്ടിയാലെന്നുള്ള വ്യാഖ്യാനം ഉണ്ട്, അതെല്ലാ കിതാബിലുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു വ്യാഖ്യാനമുണ്ട്, നിങ്ങൾ എനിക്ക് ഇങ്ങനെ സ്വലാത്ത് ചെല്ലുമ്പോ എനിക്ക് വലിയൊരു സന്തോഷാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. നമ്മൾ ഒന്നും കൂടി സന്തോഷിപ്പിക്കല്ലേ, ഒന്ന് ഉറക്കൊന്നും അങ്ങോട്ട് ചെല്ലേ. നബി സല്ലു അലൈഹി സല്ലവാത്തുല്ലാഹി അലൈഹി വയനാലുൽ ബറക കുല്ലു മൻ സല്ല അലൈഹി വയനാലുൽ ബറക കുല്ലു മൻ സല്ല അലൈഹി. അല്ലാഹ് 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 അല്ലാഹ്. ഹൃദയത്തിന്റെ ഔഷധമേ, ജീവിതത്തിന്റെ സുഗന്ധമേ, മക്കയിൽ ഉദിച്ച പ്രഭയെ, മദീനയിൽ നിദ്രകൊള്ളുന്ന നിലാവേ, വിശ്വമാനവികാതയുടെ വിമോചന ഗീതമേ, പ്രപഞ്ചത്തിൽ പ്രഭചൊരിഞ്ഞ പ്രവാചക പൂങ്കവരെ, പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ ആമുഖമേ, അല്ലാഹുവിന്റെ മുത്തേ, ലോകത്തിന്റെ സത്തേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, കലീമുല്ലാഹി മൂസ അത്ഭുതപ്പെടുകയാണ്. അല്ലാഹു പറഞ്ഞിരുന്നു, ഈ സദസ്സില് 40 കൊല്ലത്തോളം തെറ്റുകൾ ചെയ്തൊരു മനുഷ്യനുണ്ട്, അവനെ അങ്ങ് പുറത്താക്കിയാൽ മഴ തരാമെന്ന് പറഞ്ഞിരുന്നു. ആരും പുറത്തുപോയില്ല, പക്ഷേ ശക്തമായ മഴയാണ്. കാരണം എന്തേ? ഏതൊരു മനുഷ്യന്റെ കാരണത്താലാണോ അല്ലാഹു മഴ തടഞ്ഞു വെച്ചത്, ആ മനുഷ്യൻ ആരും കാണാതെ തന്റെ ശാളങ്ങ് മുഖത്തേക്കിടുകയാണ്, അല്ലാഹുവിലേക്ക് ഖേദിക്കുകയാണ്, കണ്ണങ്ങ് നിറയുകയാണ്, അതിന്റെ ബറക്കത്ത് കൊണ്ട് മഴ പെയ്യുകയാണ്. അത്ഭുതല്ലേ? മൂസാ നബി അത്ഭുതപ്പെട്ട പടച്ചവനെ ആരും പുറത്താക്കിയിട്ടില്ല റബ്ബേ. ഈ മനുഷ്യന് അപ്പൊ അള്ള പറഞ്ഞ മറുപടിയാണ് നമ്മൾക്ക് ഈ സദസ്സ് നീച്ചുമ്പോ ഇന്നത്തെ സന്ദേശം. എന്താ അറിയോ? മൂസ അലൈഹിസ്സലാം ഏതൊരു മനുഷ്യന്റെ കാരണത്താൽ നേരത്തെ നിങ്ങൾക്ക് ഞാൻ മഴ തടഞ്ഞോ, ഇപ്പൊ മഴ തന്നത് ബിബർക്കത്തി ദാലിക്കർ റജുലി, ആ മനുഷ്യന്റെ ബർക്കത്ത് കാരണത്താലാ. ഏനുണ്ട്? ഏതൊരു മനുഷ്യൻ സാക്ഷലിരുന്ന കാരണത്താലാണോ മഴ നിങ്ങൾക്ക് തരാതിരുന്നത്, അതേ മനുഷ്യൻ ഇരുന്ന ബർക്കത്തോണ്ടാണ് ഇപ്പൊ തരുന്നതെന്ന്. ഷർറിൽ നിന്ന് ഹൈറിലേക്ക്, ബലായിൽ നിന്ന് ബർക്കത്തിലേക്ക്, അദാബിൽ നിന്ന് അള്ളാഹുവിന്റെ സവാബിലേക്ക്. ഫാസിക്കായ മനുഷ്യൻ സാലിഹായത് 2 സെക്കൻഡ് കൊണ്ട്. നീ ചെയ്യൂല റബ്ബേ, കണ്ണിന്ന് വെള്ളെടുത്തു, രക്ഷപ്പെട്ടു. അള്ളാഹിനോർത്ത് കരഞ്ഞോൻ കത്തിക്കാളുന്ന നരകത്തിൽ കടക്കൂല മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് അള്ളാഹു സ്നേഹമാണ് എന്ന വിഷയത്തിൽ നമുക്കിന്ന് അള്ളാഹുവിനോട് ഇന്ന് തന്നെ ചെയ്യാനുള്ളത് പടച്ചോനേന്ന് പറയാണ്ട് കരയ. അപ്പൊ നമ്മൾ അള്ളാഹുവിന്റെ ആശിക്കായി മാറും, മുഹിബായി മാറും. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. ഒന്നാമയും പറയും, അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. അള്ളാഹുവിനെ സ്നേഹിക്കുന്ന, അള്ളാഹിനെ പേടിക്ക മാത്രമല്ല, പേടിച്ചുകൊണ്ട് മാത്രം ഈമാൻ ആവൂല. അൽ ഈമാനു ബൈന റജാഇ വൽ ഖൗഫി മുഹമ്മദ് മുസ്തഫ. രണ്ടും വേണം. അള്ളാഹിനെ പേടിയും വേണം, അള്ളാഹിനെ നല്ല സ്നേഹം വേണം. ഇന്ന അള്ളാഹ് കുഴക്കൂല, ഇന്ന അള്ളാഹ് ശിക്ഷിക്കൂല, എനിക്ക് അള്ളാഹ് പുറത്തു തരും എന്ന ഹുസ്നുള്ളന്നെ അത് അള്ളാഹിനെ കുറിച്ച് നന്നായിട്ട് ഉണ്ടാവണം. നിങ്ങൾ നോക്കൂ,
ഞാൻ ഒരു കാര്യങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ സത്യം പറയാം, സത്യം പറയാ. ഒരു മോനെ വാപ്പ വീട്ടിൽ നിന്ന് കച്ചറളിച്ചിട്ട് ചവിട്ടിയാണ് പുറത്താക്കുകയാണ്. ഈ വാപ്പാക്കെതിരെ മോൻ കളിച്ചു. ഒന്നല്ലെങ്കിൽ വാപ്പ ഒരു ഇലക്ഷനിൽ ഒരു പാർട്ടിക്ക് ഒരു ചിഹ്നം വെച്ചിട്ട് മത്സരിക്കായിരുന്നു. മോന് വാപ്പാക്കെതിരെ അരമണിക്കൂർ പ്രസംഗിച്ച് എതിർ പാർട്ടിക്കാരനെ വോട്ട് പിടിക്കാൻ വേണ്ടി നടന്നു. പൊരയ്ക്കൊന്ന് ദേഷ്യം കൊണ്ട് വാപ്പയും മോനും വർത്താനായി. മേലാലിന്റെ പൊരയിൽ നിൽക്കാൻ പാടില്ല. അദ്ദുന്റെ മോനല്ലേ ജി? ഇവിടെ അദ്ദുണ്ടാ? അല്ല, ഇവിടെ അദ്ദുണ്ടാ? ഇല്ലല്ലോ. അയ്യ അദ്ദുന്റെ മോനില്ല, അദ്ദുനങ്ങനെ മോനില്ല, പോടാന്ന് പറഞ്ഞു. അങ്ങനെ ചവിട്ടി പുറത്താക്കുമ്പോ ഗ്രില്ലിന്ന് ചവിട്ടിയാണ് പുറത്താക്കി. കൊലായിന്ന് ഗ്രില്ല് പറഞ്ഞിട്ട് ചവിട്ടിയാണ് പുറത്താക്കി. ഇവൻ മുറ്റത്ത് നിന്ന് ഇങ്ങനെ വാപ്പാനോട് അറിയാം, വാപ്പാ നിന്റെ വാപ്പാ ഈ മോനല്ലാന്ന് പറഞ്ഞില്ലേ? അതിൽ പോകാൻ പറയണം, എന്തായാലും വേണ്ടില്ല, എനിക്ക് യാത്ര ചെയ്യാൻ വയ്യ, നടക്കാൻ വയ്യ, ഞങ്ങൾ ആ ബൈക്കിന്റെ ചാവി ഒന്ന് വരെയെന്ന് വെച്ചാല് ഈ വാപ്പ ബൈക്കിന്റെ ചാവി കൊടുക്കോ? ഇല്ല. എന്നാ അള്ള കൊടുത്ത്. ഇബ്ലീസിനെ അള്ളാഹു നേരിട്ട് പറഞ്ഞു, നേരിട്ട് ഫേസ് ടു ഫേസ് ആയി പറഞ്ഞു, ഉസ്ജുദൂ എന്നാണ് പറഞ്ഞത്. നേരിട്ട് പറഞ്ഞത് ഇവൻ അങ്ങോട്ട് ലംഘിച്ചു. അബാ വസ്തക്ബറ. മുത്താലിമികളെ, അബാ വ തകബ്ബറ എന്നല്ല, ഇസ്തിക്ബാറും തകബ്ബറും രണ്ടാണ്. ഗഹനമായ ചർച്ചയിലേക്ക് സമയമില്ല, ഒരുപാട് പെണ്ണുങ്ങൾ ഉണ്ടായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഇസ്തിക്ബാറാണ് ഖുർആൻ ഉപയോഗിച്ചത്. ഇസ്തിക്ബാർ എന്ന് പറഞ്ഞാൽ അഹ്ലിയത്ത് ഉണ്ടാവില്ല, തകബ്ബുറിന് അഹ്ലിയത്ത് ഉണ്ടാവും. മനസ്സിലായിട്ടുണ്ടാവില്ല, ഞാൻ പറയാം. ഇപ്പൊ ഒരു ഗുരുക്കള്, ഒരു കളരി പഠിച്ച ഒരു ഗുരുക്കൾ ഒരു കരാട്ടക്കാരനോട് പറയാണ്, കുറച്ചൊക്കെ എൻ്റെ അടുത്തുണ്ട്, അതുകൊണ്ട് മര്യാദക്ക് നിന്നോന്ന് പറഞ്ഞാൽ അത് തകബ്ബുറാണ്. രണ്ടാളടുത്തും കുറച്ചുണ്ട്. നേരെ മറിച്ച് കരാട്ടെ അറിയില്ല, കളരി അറിയില്ല, ഒന്നും അറിയില്ല, രണ്ട് കാലും കുഴഞ്ഞിട്ട് വാദം പിടിച്ച് കിടക്കാണ്. ഓനൊരു കരാട്ടക്കാരനോട് അറിയാം, ഞാൻ നീച്ചാണ്ടല്ലോ, അതിന് ഇസ്തിക്ബാർ എന്ന് പറയും. അതാണ് ഇവിടെ ഖുർആൻ ഉപയോഗിച്ചത്. അബാ വസ്തക്ബറ. ആണോ? ഇബ്ലീസിനെ ഒന്നും അല്ലാതാക്കി ഒറ്റ വാക്കുകൊണ്ട്. ആ ഒറ്റ വാക്കുകൊണ്ട് ഇബ്ലീസിനെ ഒന്നും അല്ലാതാക്കി. കണ്ടോ? അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. രസണ്ടായി. എന്നിട്ട് അള്ളാഹു തആല പൊരയിന്ന് പുറത്താക്കുന്ന റഹ്മത്തിനാണ് പുറത്താക്കാണ്. പുറത്താക്കിയപ്പോ ബൈക്കിന്റെ ചാവി വെച്ച്, എന്താ ബൈക്കിന്റെ ചാവി? പടച്ചോനെ എനിക്ക് ദീർഘായുസ് തരണം എന്ന് പറഞ്ഞു. അതെനിക്ക് തന്നു എന്ന് പറഞ്ഞു. അള്ളാന്റെ ഒരു സ്നേഹം നോക്കാൻ നിങ്ങൾ, നമ്മളാണെങ്കിൽ കൊടുക്കോ? ഇവന്റെ സൗകര്യത്തിനല്ല ദീർഘായുസ് ചോദിച്ചത്. ചവിട്ടി പുറത്താക്കിയതിനു ശേഷം ഇവൻ ചോദിച്ചത് പടച്ചോൻ കൊടുത്തുന്ന്. അള്ളാന്റെ സ്നേഹത്തിന് പരിധിയുണ്ടോ? ഇബ്ലീസ് റഹ്മത്തിന് ചവിട്ടി പുറത്താക്കപ്പെട്ടതിന് ശേഷം ഇബ്ലീസ് ചോദിച്ചത് അള്ളാഹു കൊടുത്തെങ്കിൽ മുഅ്മിനീങ്ങൾ ചോദിക്കണേ എന്ത് തരൂലേ? എന്താ അപ്പൊ നിങ്ങൾക്ക് തീരുമാനമായിട്ടില്ലേ? മുഅ്മിനീങ്ങൾ ചോദിക്കണേ തരൂലേ? തരുമല്ലേ? തരും. അതാണ് ബിസ്മി എന്നുള്ള രണ്ടാമത്തെ സീന്റെ പൊരുള്. ബാന്റെ പൊരുള് ഫഹുവൽ ബാറു അലൽ മുഅ്മിനീൻ. സീന്റെ പൊരുളോ അവൻ സമീആൻ, മുഅ്മിനീങ്ങൾ ചോദിക്കണ അല്ലാഹു തആല കേൾക്കും. ഞാൻ അതിനൊരു ആയത്ത് പോയി തരാം, കേട്ടോളൂ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ യസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. إنه هو الأمير മുസ്തഫ നബിയിലേക്കും മടക്കാം, അള്ളാഹുവിലേക്കും മടക്കാം. അള്ളാഹുവിലേക്ക് മടക്കതിനെ കുറിച്ച് ചില പ്രഭാഷകന്മാർ എതിർക്കലുണ്ട്. എതിർക്കേണ്ട ആവശ്യമില്ല. ചില ആളുകൾ പറയുന്നുണ്ട്, അല്ല അള്ളാഹു അല്ലെങ്കിൽ തന്നെ സമീ അല്ലേ എന്ന്. അള്ളാഹു സമീ ആണ് എന്ന് മാത്രമല്ല അവിടെ പറയണത്. അത് മേറാജ് എന്നുള്ള പശ്ചാത്തലം ഒന്ന് പഠിച്ചാൽ മനസ്സിലാവും. എന്താ? മേറാജിന്റെ മുമ്പ് റസൂലുള്ളാഹിക്ക് ആട്ടും തൊപ്പും, മർദ്ദന, തണ്ടന, താടന, പീഡനം, കഴുത്തിൽ ചീഞ്ഞളിഞ്ഞ കുടൽമാല, ത്വായിഫിൽ എറിഞ്ഞാട്ടല്, ഇങ്ങനെയൊക്കെ ആവുമ്പോ പുറത്തുനിന്ന് ഒരാൾക്ക് തോന്നും ഇതൊക്കെ അള്ളാഹ് കാണുന്നില്ലേ കേൾക്കണില്ലേ എന്ന്. അതുണ്ട് എന്ന് തെളിയിച്ചാണ് മേറാജിന് ഭൂമിയിൽ നിങ്ങൾക്ക് പ്രയാസമാണെങ്കിൽ നിങ്ങൾ ആകാശത്ത് കണ്ട് പോരുന്ന പറഞ്ഞു. അതാണ് ഇന്നഹു സമീഉൽ ബസർ. അതിന്റെ പോയിന്റ് അവിടെ. അല്ല അള്ളാഹ് കേൾക്കുന്നവനാണ് കാണുന്നവനാണ് മാത്രം പഠിപ്പിക്കല്ലത്. ഇനി മുഹമ്മദ് നബിയിലേക്ക് മടക്കാൻ വിരോധമില്ല. പക്ഷെ ഒരു മുദ്മറയിലേക്ക് നമ്മൾ നിഷേധിക്കരുത്. ഒന്ന് കണ്ടാ മറ്റേതില്ല എന്ന് പറയരുത്. അതാ ഇവിടെ നിങ്ങൾ നോക്കൂ, ബിസ്മില്ല രണ്ടാമത്തെ അക്ഷരം സീനാണ്. കാരണം
മുഹമ്മദ് നബിയുടെ മർദ്ദനങ്ങളും മുഹമ്മദ് നബിയെ മർദ്ദിക്കപ്പെടുന്നതും പീഡിപ്പിക്കപ്പെടുന്നതും അള്ളാഹു കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അതിന്റെ സമ്മാനമാണ് മേറാജെങ്കില്. ഓ മുഅ്മിനായ മനുഷ്യ, മുഅ്മിനത്തായ ഉമ്മ, പ്രിയപ്പെട്ട പെങ്ങള്, ഇന്ന് കുപ്പിയിൽ വെള്ളം നിറച്ചുകൊണ്ട് നമ്പൂരിയുടെ ബോർഡ് നോക്കിയിട്ട് പറുതയിട്ട പെങ്ങൾ ഓടുന്ന കാലമാണ്. ഉമ്മമാരെ, റബ്ബിൽ വിശ്വാസമില്ല, അള്ളാഹിനോട് സ്നേഹമില്ല. പർദ്ദട്ട പെണ്ണുങ്ങൾ അമ്പലത്തേക്ക് തേങ്ങ ഒഴിഞ്ഞെണ്ണ കാലാണ്. അള്ളാഹു കാത്തിരിച്ചിക്കട്ടെ. നമ്മൾ മതസൗഹാർദ്ദത്തിന്റെ ആൾക്കാരാണ്. ഒരു ചർച്ചയും നമുക്ക് മതസൗഹാർദ്ദത്തിന് തകർക്കുന്ന ഒരു പ്രസംഗവും ഇല്ല. അയൽവാസി അയ്യപ്പനാണെങ്കിൽ നിങ്ങളെ വീട്ടിൽ എന്തെങ്കിലും കല്യാണം ഉണ്ടെങ്കിൽ അയ്യപ്പനെ വിളിച്ചോളിയും, കുറച്ച് ചോറ് കൊടുത്തയച്ചാളിയും. അയ്യപ്പന് പനി പിടിച്ചിട്ട് ആശുപത്രി കിടക്കുകയാണെങ്കിൽ നിങ്ങൾ പോയിട്ട് ചോദിക്കുക, അൽഷിഫയിൽ പോയിട്ട് അയ്യപ്പ സുഖല്ലേ എന്ന് മാഷറിയിൽ കൂലിയിട്ടു. അതുകൊണ്ട് അയ്യപ്പന് ശബരിമലയ്ക്ക് പോകണമെങ്കിൽ അയ്യപ്പന്റെ കാര്യത്തിൽ ദ്വാരക്കണം എന്ന് പറയാൻ പറ്റുമോ? സ്നേഹം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊണ്ടാൻ പറ്റുമോ? എന്നതുപോലെ അമ്പലത്തിൽ പോണ ആൾക്കാർ പോട്ടെ, നമ്മളെ ഭാഗത്ത് ഒരു തടസ്സമില്ല, ഒരു തടസ്സം ചെയ്യാനും പാടില്ല. അമ്പലത്തെ ബിംബങ്ങളെ കളിയാക്കാനും പാടില്ല, കളിയാക്കാൻ പാടില്ല. അവരെ ദൈവങ്ങളെ നമ്മൾ കളിയാക്കരുതെന്നാണ്, കളിയാക്കരുത്, ഖുർആനാണ്. പക്ഷേ നമ്മളെ അമ്പലത്തിൽ പോയിട്ട് തേങ്ങ ഒഴിഞ്ഞിടരുത്, ഈമാൻ അങ്ങോട്ട് പോവാതാള്. ഇപ്പൊ ഇന്ന് ഈമാൻ പോയ പ്രശ്നമില്ലാത്ത കാലം. എവിടെ ഒരു സ്ഥലത്ത് പലിശക്കെതിരെ ഞാൻ ഒരു പ്രസംഗം നടത്തിയപ്പോ ഗൾഫിൽ നിന്ന് ലൈവായിട്ട് കാട്ടൊരു സഹോദരൻ, അവിടെ പലിശ ഇടപാടുള്ള ആളാണ്. ഓൻ അന്ന് തന്നെ ഒഴിവാക്കി. 2 ദിവസം കഴിഞ്ഞിട്ട് സ്പോൺസറോട് പറഞ്ഞു, ടിക്കറ്റൊക്കെ എടുത്ത് ഓന് പിന്നെ ക്യാൻസൽ പോന്നു. അന്ന അല്ല തന്നോളും, ഇനി കടുങ്കൈ കാവൂല, ഈ ലാനത്ത് വാങ്ങൂല എന്നാണ് തീരുമാനിച്ചു. ഓനെ സ്വീകരിക്കാൻ വേണ്ടി എയർപോർട്ടിലേക്ക് വാപ്പ പോയി. വാപ്പ പള്ളിയിലൊക്കെ നിസ്കരിക്കുന്ന ആളാണ്. വാപ്പ വണ്ടിയിൽ നിന്ന് എന്നോട് വെച്ചു, അല്ല പെട്ടെന്ന് എങ്ങനെയാ ജോലിയൊക്കെ ഒഴിവാക്കിയിട്ട് വരാൻ കാരണം എന്താ വെച്ചു. അതൊരു പ്രസംഗം കേട്ടു പലിശനെ കുറിച്ചുള്ളത്. ഇപ്പൊ ഞാൻ വേണ്ട, ലാനത്ത് നമുക്ക് വേണ്ട, അതുകൊണ്ട് ഞാൻ പണിയുണ്ട് ഒഴിവാക്കിയെന്ന് പറഞ്ഞു. അപ്പൊ കാരണവർ പറഞ്ഞാലോ, എന്തേന്ന് വെച്ചാലോ, ഇപ്പൊ ഈമാൻ പോകുന്ന പറഞ്ഞാലോ. അപ്പൊ കാരണവർ പറഞ്ഞാലോ, ഈമാൻ പോയാൽ അങ്ങോട്ട് കിട്ടും, പണി പോയാൽ ആരാ തരികയെന്ന് നോക്കാണ് നിങ്ങൾ. ഈമാൻ പോയാൽ അങ്ങോട്ട് കിട്ടും, പണി പോയാൽ ആരാ തരികയെന്ന്. അള്ളാഹു അദ്ദേഹത്തിന് നന്നായി കൊടുക്കട്ടെ. ഒരു ഈമാന്റെ മണം കൂടി ഇല്ലാത്ത വാക്കുകൾ അങ്ങനെ ഉണ്ടല്ലോ. തൊട്ട ഒരു പശ അതുമില്ല, പറ്റ പഞ്ചറായ എന്താ കാട്ടുന്നത്. ഇന്നിപ്പോ പല ആളുകളും അങ്ങനെ ഈമാനോ ടോപ്പിലാക്കണില്ല. ടോപ്പ് സ്ഥാനത്ത് ഈമാൻ ഇല്ല, പലർക്കും ഇല്ല. ഒരു ചെറുപ്പക്കാരൻ നിസ്കാരത്തിനെ കുറിച്ചൊക്കെ പഠിച്ചു, നിസ്കാരം ഇങ്ങനെ കളാവ് വിട്ടാണ്, നിസ്കരിക്കാത്ത ആളായിരുന്നു. അവന് തീരുമാനം, ഇനി എനിക്ക് നിസ്കാരം കളാവൂല, നിസ്കാരം കളാക്കിയ ഒരാളെന്റെ പുരയിൽ ഞാൻ ഉറക്കില്ല. വാപ്പിയും നിസ്കാരം കളാക്കുന്ന ആൾക്കാരാണ്. ബന്ദ് ചെയ്തു. അവ അത് കേട്ടട മുതൽ വാപ്പാനിമാനെ നിസ്കരിപ്പിക്കും. സുബീക്ക് 2 ആളെ വാതിൽ പോയി മുട്ടും. ഉണർത്തിയിട്ട് വരും, നിസ്കരിപ്പിക്കും, നിസ്കരിച്ച് കിടക്കും. അങ്ങനെയാണ് കെട്ടിച്ച പുതിയ പെങ്ങളും ഗൾഫിൽ നിന്ന മരുവൻ അളിയനും കൂടി വിരുന്നിനായിരുന്നു. അപ്പം ഭക്ഷണം കഴിക്കുമ്പോൾ അളിയങ്കാനോട് ഇങ്ങനെ പറഞ്ഞു, അളിയ ഭക്ഷണം കഴിച്ചിട്ട് നിസ്കരിച്ചിട്ട് കിടന്നാൽ മതി, കിടന്ന് നീച്ചിട്ട് നിസ്കരിക്കാനാവുമ്പോ പിന്നെ ഉറങ്ങിപ്പെടും. അപ്പൊ ഉമ്മ ഇങ്ങനെ കണ്ണിട്ടിട്ടുണ്ട്, പറയലടാ മോശാണ്, അളിയനോട് പറയില്ലടാ നിസ്കരിക്കാൻ പറഞ്ഞ മോശാണെന്ന്. ഒരു ഉമ്മന്റെ അവസ്ഥ നോക്കാൻ നിങ്ങൾ. ഇവനാവും നോക്കിയില്ല, നിസ്കാരം വിഷയല്ലേ, പറഞ്ഞു. അപ്പൊ അവർ 2 ആളും നിസ്കരിച്ച് കിടന്ന് നിസ്കരിച്ച് കിടന്നു. സുബൈക്ക് പതിവ് പോലെ പണിയിച്ച് ഓതോക്കെടുത്തു. നിസ്കരിക്കണതിന് മുമ്പ് വാപ്പിയും ഉറങ്ങണ റൂമ് മുട്ടി. വാപ്പിയും എണീച്ചിട്ട് ഓതൊടുത്തു. ഓതൊടുത്ത് ഇങ്ങനെ വരുമ്പോ അവന്റെ അടുത്ത പണി എന്താ വെച്ചാല് പെങ്ങളും അളിയനും ഉറങ്ങണ റൂമ് മുട്ടിയാണ്. അതിൽ ഇമ്മ പറഞ്ഞാലോ, ഈ ഞങ്ങൾ തന്നെ ഇടങ്ങാറാക്കി, ഓലി ഇടങ്ങാറാക്ക. അപ്പോഴാ തിരിഞ്ഞത് ഇവര് നിസ്കരിക്കുന്ന ഇവന്റെ ഇടങ്ങാറോണ്ടാണ്. അല്ല, ഇവൻ കരുതി നന്നായതുകൊണ്ടായിരിക്കുന്നു. അപ്പൊ മുട്ടി ഇടങ്ങാറായിട്ട് നീക്കാണ്. ഇങ്ങനെയൊക്കെ ആയാ പറ്റുമോ? നമുക്ക് മരിച്ചു പോണ്ടേ? നമുക്കുണ്ടല്ലോ ഒരു പോക്ക്. ഈ ഇരുത്തപ്പോ ദുന്യാവിൽ ഇങ്ങനെ നമ്മൾ ഇരിക്കൂലെന്ന് ഉറപ്പാ. ഇരിക്കുവോ? ഈ ഇരുത്തം ദുന്യാവിൽ അവസാനത്തെ ഇരുത്താണ്, ഉറപ്പാണ്. ഇരിക്കുവോ? ധൈര്യം ഉണ്ടോ? നമ്മൾ ആരും മരിച്ചില്ലാന്ന് കൂട്ടാ. ഇങ്ങനെ ഒരു സാഹസം കൂടി കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 2-3 മാസം കഴിഞ്ഞ് ഉണ്ടായിരുന്നു കൂട്ടാ. ആരും മരിച്ചില്ല. ഗൾഫൊക്കെ പോണ കുറെ ആൾക്കാർ ഗൾഫൊക്കെ പോയില്ല. കാരണം എന്റെ വാത്തിലാക്കാൻ വേണ്ടി പോക്കൊക്കെ ക്യാൻസലാക്കിയിട്ട് 3 മാസം കഴിഞ്ഞ ഒരു സാഹസക്ക് വന്നു കൂട്ടാ. എന്നാലും കൂട്ടരെ 3 മാസം ആയുസ് പോയില്ലേ, തകയൂർ വന്നില്ലേ, ഈ ഇരുത്താവൂലല്ലോ, ആയുസ് അത്രയും പോയില്ലേ. അപ്പൊ ഈ ഇരുത്തം ദുന്യാവിൽ അവസാനത്തെ ഇരുത്താണ്. ഈ ഇരുത്തം എന്തിനാന്ന് വെച്ചാൽ ഇതിനേക്കാൾ സന്തോഷത്തിൽ സ്വർഗത്തിൽ ഇരിക്കാൻ പറ്റണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്നാമയും പറയാം അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്നും കൂടി പറയാം അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നന്നായിട്ട് പറയാം അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഏതെങ്കിലും ഒരാൾ ആമീൻ. എത്ര മുത്താലിമ്യങ്ങൾ അവിടെ ഇരിക്കണം എന്നറിയോ? ഒരൊറ്റ ആൾ ആമീൻ അള്ളാഹ് സ്വീകരിച്ചാൽ നമ്മൾക്ക് സ്വർഗം കിട്ടുകയാണ്. അള്ളാഹു നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. നമ്മളിപ്പോ ഇവിടുന്ന് പൊടിച്ച കുറെ മോഹങ്ങളുണ്ടല്ലോ. ഏതാണ്? കള്ള്, പെണ്ണ്, ഇതൊക്കെ അവിടെ പോയിട്ട് പകരം കിട്ടണം. അള്ളാഹു കള്ളുടിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. എന്തേ
എന്തേ ആമീൻ വരാത്ത്? കള്ള് കുടിക്കാൻ അള്ള തൗഫീഖ് ചെയ്യട്ടെ എന്ന്. പക്ഷെ എന്തോ ഒരു കഷ്ടം. അള്ളാഹു നമ്മളെ കൊണ്ട് കള്ള് കുടിപ്പിക്കട്ടെ എന്ന്. ഞാൻ സ്വർഗത്തിലെ കള്ളെന്ന് പറഞ്ഞില്ലേ? ഇവിടുത്തെ കള്ള് ആരാ കുടിച്ചാ പിന്നെ തുണി കഴിക്കലല്ലേ? മാന്യനെ കുടിക്കാൻ കിട്ടുമോ? ഇവിടുത്തെ കള്ള് കുടിച്ചോൻ അവിടുത്തെ കള്ള് കുടിക്കാൻ പറ്റൂല. ഇവിടുത്തെ പെണ്ണിനേറ്റ് വെയിലിയാടി പോയാൽ അവിടുത്തെ പെണ്ണിനേറ്റ് രസിക്കാൻ പറ്റൂല. സ്വർഗം എന്ന് പറഞ്ഞാൽ ഇബാദത്തിന്റെ കേന്ദ്രമല്ല, അടിച്ചോളിന്റെ കേന്ദ്രം. അവിടെ ഇനി വേദവും പരിപാടി എസ്കേസും സമസ്തയൊന്നുമില്ല. അവിടെ നോട്ടീസ് ഒട്ടിക്കണ്ട, അവിടെ SPV ഇല്ല, അവിടെ ഇബാദും വിക്കായി ഒന്നുമില്ല, അവിടെ ഇനി സമരമില്ല, ശരീഅത്ത് സംരക്ഷണ റാലി ഒന്നുമില്ല. അത് ഇവിടെ പങ്കെടുത്താൽ നമുക്ക് അവിടെ പങ്കെടുക്കാം. പക്ഷെ അവിടെ അങ്ങനത്തെ പരിപാടി തറാവിയും ജുമയൊന്നുമില്ല. അവിടെ ജുമയും ജമാഅത്തും തറാവിയും നോമ്പൊന്നുമില്ല. അവിടെ ആകെയുള്ള പണി കള്ള് കുടിക്കുക, പെണ്ണിനേറ്റ് ചാടുക. വേറെന്താ? നിങ്ങളെന്താ തമാശക്കന്നെ? ആയത്തോതണം. അവിടെ അതന്നെ പണിയുള്ളൂ. വയസ്സന്മാരും ഉണ്ടാത്തതിൽ രഹസ്യമുണ്ട്. എന്ത് പെണ്ണ് ഞങ്ങൾക്ക് അതിന് നിങ്ങളൊന്നും കോലത്തിലല്ലേ. അവിടെ അങ്ങോട്ട് വരുമ്പോണ്ടല്ലോ 90 വയസ്സായ കൊട്ടമാന്തല തോലിച്ചമാരി ഉണ്ടായിരുന്ന ആളെക്കാണ്ട് കുട്ടപ്പന്മാരി ഇങ്ങോട്ട് വരൂലേ? അതാണെങ്കിലോ പിന്നെ ഇനി പ്രായം കൂടൂല. അവിടെ ജലദോഷമില്ല. അവിടെ രാവിലെ എണീച്ചാ കണ്ണിന്ന് ഭസ്മം കിട്ടൂല. മൂത്രയിക്കേണ്ട ആവശ്യമില്ല. ടോയ്ലറ്റ് അവിടെ ഇല്ല, ബാത്റൂം ഇല്ല, സോപ്പ് വേണ്ട. അല്ലാഹുവേ, ഇതങ്ങട്ട് തലയെ കയറിയാണ്ടല്ലോ. ദുനിയാവ് ഒന്നുമല്ല, അന്തസ്സുള്ളൊരു ദുനിയാവ്. ആർക്കാണിവിടെ സ്ഥിരവാഴ്? അവധി അടുത്ത് മരിച്ചാൽ പിന്നെ 6 അടി മണ്ണിൽ ഒരു വീട്. അന്തസ്സുള്ളൊരു ദുനിയാവ്. അടിതെറ്റിക്കും ഇബ്ലീസ്, അടിച്ചിറക്കും നോട്ടീസ്. അടിതെറ്റിക്കും ഇബ്ലീസ്, അടിച്ചിറക്കും നോട്ടീസ്. അത് വായിച്ച് പഠിച്ച് ഗമിച്ചാൽ പിന്നെ അതാണ് കുലുമാലാപ്പീസ്. അങ്ങനെ പാട്ടുണ്ടാക്കുക. എന്താണ് ആ പ്രാസരങ്ങള്? മനോഹരമാണ്. ഇത് ആരുണ്ടാക്കിയാലും അല്ലാഹു തആല ഖൈറും ബർക്കത്തും ചെയ്യട്ടെ. ആ പ്രാസം അങ്ങനെ പാട്ടുണ്ടാക്കണവരുണ്ടാവും, പഠിച്ചോളി. അന്തസ്സുള്ള ദുനിയാവ്. ആദ്യ പ്രാസം. ആർക്കാണിവിടെ സ്ഥിരവാവ്? മധ്യപ്രാസം. 6 അടി മണ്ണിൽ. ആദ്യപ്രാസം, മധ്യപ്രാസം, അന്ത്യപ്രാസം. അങ്ങനെ പാട്ടുണ്ടാക്കാം. ഇത് ചിലവര് കാണും. നാളെ ഒരു സെൽഫ് ദപ്പെടുത്തിട്ട് ഒരാൾ ചാടുക. അല്ലാഹ്ക്ക് ഭയപ്പെട്ട് ജീവിച്ചെങ്കിൽ നാളെ സുബർഗത്തിൽ പ്രവേശിക്കാം. ഞാൻ പറഞ്ഞു കയ്യാത്ത പണിക്കുക. അത് ദ്വാരനാ പോരാ, അതിന് ദപ്പെടുത്തി ആടണം. അത് പാട്ടല്ല, അതിന് പൂട്ട് എന്നാ പറയാ. പാട്ടിങ്ങനെ. അന്തസ്സുള്ളൊരു ദുനിയാവ്. ആർക്കാണിവിടെ സ്ഥിരവാഴ്? അവധി അടുത്ത് മരിച്ചാൽ പിന്നെ 6 അടി മണ്ണിൽ ഒരു വീട്. അന്തസ്സുള്ളൊരു ദുനിയാവ്. അടിതെറ്റിക്കും ഇബ്ലീസ്, അടിച്ചിറക്കും നോട്ടീസ്. അടിതെറ്റിക്കും അടിച്ചിറക്കും. ഇബ്ലീസ് നോട്ടീസ്. അത് വായിച്ച് പഠിച്ച് ഗമിച്ചാൽ പിന്നെ അതാണ് കുലുമാലാപ്പീസ്. നോട്ടീസ്, ഇബ്ലീസ്, ആപ്പീസ്. അതാണ് പാട്ട്. സന്മാർഗത്തെ തേടിക്കോ, സൽക്രമമായി നടമാടിക്കോ. സർവവും നിർവഹിച്ചോന്റെ നിയമം നിർവഹിച്ചാൽ ഗുണമോർമ്മിച്ചോ. അന്തസ്സുള്ളൊരു ദുനിയാവ്. ആർക്കാണിവിടെ സ്ഥിരവായവ്? അവധി അടുത്ത് മരിച്ചാൽ പിന്നെ 6 അടി മണ്ണിൽ ഒരു വീട്. അന്തസ്സുള്ളൊരു ദുനിയാവ്. ആ സത്യത്തിലൊരു വയലാണ്. ആ പാട്ട് നല്ലൊരു വയലാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ യാത്രയിലൊക്കെ കൂടുതൽ കേൾക്കുന്ന ഒരു പാട്ടാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അതിന്റെ പ്രാസം. അത് ആ ഫിറ്റ് ചെയ്ത ആ രംഗം ഭയങ്കരമാണ്. അള്ളാഹു നമുക്ക് ആ ലോകം നമുക്ക് അള്ളാഹു അനുകൂലാക്കി തരട്ടെ. ഒന്നാമീൻ പറയാം, അനുകൂലാക്കി തരട്ടെ. അതുകൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സ്നേഹം മാത്രമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരിശുദ്ധമായ ഖുർആൻ തുടങ്ങിയത് അലിഫ് കൊണ്ടല്ല, ബാവ് കൊണ്ടാ. അതന്നെ അള്ളാന്റെ സ്നേഹം. കാരണം അലിഫ് എന്ന് പറഞ്ഞാൽ ഖത്ഇന് വരും, ബന്ധം മുറിക്കാൻ വരും. ബാ ഇൽസാഖിന്റെ അക്ഷരാണ്, ബന്ധം കൂട്ടുന്നതാണ്. എന്തൊരു പൊരുളാ ഖുർആൻ! എന്തൊരു പൊരുളാണ്!
മൂലരെ സ്വന്തം ഉണ്ടാക്കി പറയല്ലേന്ന്. അത് നിങ്ങൾ ചോദിച്ചോളി, കിതാബ് നമ്പറൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഇതിങ്ങനെ പറയാൻ കാരണം ചിലതൊക്കെ നിങ്ങൾ ക്ലിപ്പിട്ടിട്ട് ആവശ്യമില്ലാതെ വിമർശിക്കുന്ന കാലമാണ്. ചിലർക്ക് തോന്നുന്നത് നമ്മൾ പറഞ്ഞൊക്കെ ഉറങ്ങണീച്ച് പറഞ്ഞാണെന്ന്. അല്ല, കിതാബൊക്കെ പറഞ്ഞു. അപ്പോ ബാ കൊണ്ട് തുടങ്ങാനുള്ള കാരണം എന്താ വെച്ചാൽ അത് ഇൽസാഖിന്റെ അക്ഷരമാണ്, ബന്ധമാണ്. ബന്ധമാണ്, കൂട്ടിച്ചേർക്കാൻ. മാത്രമല്ല ചിന്തിക്കണേ, അലിഫ് എന്നത് കുത്തൻ എങ്ങനെ നിൽക്കുകയാണ്, ബാ എന്നത് താഴോട്ടാണ്. കുത്തനെ നിൽക്കുക എന്നുള്ളത് തക്കബൂറിന്റെ മേൽ അറിയിക്കുന്നതാണ്, താഴോട്ട് പോവുക എന്നുള്ളത് തവാളുവിന്റെ മേൽ അറിയിക്കുന്നതാണ്. വൈബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ. മനുഷ്യനെ ഖുർആൻ താഴ്മയിലേക്ക് വിളിക്കുകയാണ്, അല്ലാഹുവിലേക്ക് ലയിക്കാൻ വിളിക്കുകയാണ്. കിബ്ർ 4 ഇനമാണ്. ആ 4 ഇനങ്ങളിൽ നിന്നും ഖൽബ് രക്ഷപ്പെടണോ. ഒരു കിബ്ർ അല്ലാഹുവിനേക്കാൾ വലുതാണെന്ന് തോന്നുന്ന കിബ്റാണ്. അതാണ് ഫിർഔന് തോന്നിയത്. അന റബ്ബുക്കുമുൽ അലാ. അത് അപ്പോൾ തന്നെ കാഫറാകുന്ന കിബ്റാണ്. രണ്ടാമത്തെ കിബ്ർ അല്ലാഹുവിന്റെ അമ്പിയാക്കളിൽ ഒരാളേക്കാൾ വലുതാണെന്ന് ഞാനെന്ന് തോന്നലാണ്. അതാണ് ഇബ്ലീസിന്റെ കിബ്ർ. ഞാൻ ആദമിനേക്കാൾ ഖൈറാണെന്ന് തോന്നി. അതും അപ്പോഴേ കാഫറാകുന്ന കാര്യമാണ്. മൂന്നാമത്തൊരു കിബറുണ്ട്, അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ ആരെങ്കിലേക്കാൾ വലിയവനാണ് ഞാനെന്ന് തോന്നല്. അതും ഇന്ന് സാർവത്രികമാണ്. അതിനുവേണ്ടി സംഘടന കിട്ടിയ ആളുകളുണ്ട്. മമ്പുറന്തങ്ങളെ കുറിച്ചൊരു കറാമത്ത് പറയുമ്പോഴേക്ക് അത് മമ്പുറങ്ങൾക്ക് ഉണ്ടാകൂല. മമ്പുറന്തങ്ങൾ കുത്തുബാന്ന് പറയാൻ പാടില്ല, ഔസാന്ന് പറയാൻ പാടില്ല, മുഅ്മിനാന്ന് പോലും പറയാൻ പാടില്ല. അതൊക്കെ മഹ്ശറിൽ വെച്ചിട്ട് തീരുമാനിക്കാൻ പറ്റൂ എന്നൊക്കെ അഹങ്കാരത്തിന്റെ ഭാഷയുമായി ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെടുന്ന ആളുകളുണ്ട്. അത് കിബ്റിൽ നിന്ന് വരുന്നതാ. കിബ്റിന്ന് വരുന്നതാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. യുഖ്ശ അലൈഹി സൂൽ ഖാത്തിമ. അതുകൊണ്ടുള്ള പ്രശ്നം ഹാത്തിമത്ത് അവസാനമായിട്ട് പോകും. അള്ളാഹു ആ സഹോദരനെ ഒരാൾ അരമണിക്കൂർ അതിനായിട്ട് പ്രസംഗിച്ച്, എന്താ അറിയോ, അമ്പർതങ്ങൾ മുഅ്മിനാന്ന് പറയാൻ പാടില്ല, മുസ്ലിമാന്ന് പറയാൻ പാടില്ല, മുനാഫിക്കാന്നും പറയാൻ പറ്റൂല, കാഫിറാന്നും പറയാൻ പറ്റൂല, പിന്നെയല്ല കുത്തുബ്. അള്ളാഹു അദ്ദേഹത്തിന് നന്നായി കൊടുക്കട്ടെ. അതിന് മുമ്പ് ന്യായം പറഞ്ഞ എന്താ വെച്ചാല് ഒക്കെ മാഷറിനെ തിരിയുള്ളൂ. ഞാൻ ചോദിച്ചു, പറഞ്ഞാളിപ്പോ മുസ്ലിമാ കാഫിറാ? അല്ല, മയ്യത്ത് സ്കരിക്കണല്ലോ. ഇപ്പൊ നമ്മളിപ്പോ ഒരാളെ പള്ളിക്കാട്ടിന്ന് കൊണ്ടുവന്നതിന് മുമ്പ് പള്ളി വെച്ചിട്ട് ഇപ്പൊ തെക്ബീറിട്ടിന് മുസ്ലിമാണ് നിൽക്കാം. രണ്ടും തിരിച്ചറിയാതാണെങ്കിൽ നിയ്യത്ത് മാറ്റും. ഉദാഹരണം, ഒരു ആക്സിഡന്റിൽ കുറെ ശരീരം കിട്ടി, ഇതിൽ ഏതാണ് മുസ്ലിം ഏതാണ് കാഫിറും തിരിഞ്ഞില്ല. എന്നാ ഫിഖ് പറയണേ നിയ്യത്ത് വെക്കുമ്പോ ഇതേ മുസ്ലിം ആണെങ്കിൽ ഇദ്ദേഹത്തിന് മേലുള്ള മയ്യത്ത് സ്കരിക്കുന്ന നിയ്യത്ത് വെക്കുക. കാരണം അവിടെ നമുക്ക് അറിയില്ല. നേരെ മറിച്ച് നമുക്ക് അറിയുന്ന ഒരാള് മരിച്ചിട്ട് പള്ളിക്കാട്ട് നമ്മള് പള്ളിക്ക് വന്നാൽ ഇപ്പൊ മുസ്ലിം ആണെങ്കിൽ നിയ്യത്തെക്കൂല, കാരണം നമ്മൾ അറിവില്ല അദ്ദേഹം മുസ്ലിമാണ്. ഖലാസ്. അത് ഏതും ദുന്യാവിൽ അങ്ങനെ തീരുമാനാകാം അല്ലേ? അങ്ങനെ തന്നെയല്ലേ തീരുമാനാകാം അല്ലേ? എന്താ മോനെ വാപ്പാന്റെ പേരെന്താ? വാപ്പണ്ടോ? എന്താ പേര്? എന്താ ഉറപ്പ്? ഖുർആനിലൊരു ആയത്തുണ്ടോ? ഹദീസുണ്ടോ? അൽബിദാത്തു വന്നിഹായിലുണ്ടോ? പിന്നെ ഇത് വാപ്പ എന്താ തെളിവ്? ഉമ്മ പറഞ്ഞല്ലേ? ആ തെളിവാണ്. ഇപ്പൊ ചിലർക്ക് എല്ലാം ഖുർആൻ എടുത്തു കൊടുക്കുന്ന ആളാണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഉറപ്പുണ്ടോ? ഉറപ്പില്ല. എന്നാലും വാപ്പല്ല. അതെല്ലാത്തിൽ ദുന്യാവിലൊരു തീരുമാനത്തിന് എന്താ മാനദണ്ഡം? അത് വെച്ചിട്ട് തന്നെ ഞാൻ കുത്തുബ് എന്നും പറഞ്ഞത്. മമ്പുറതങ്ങൾ കുത്തുബാണോ അല്ലേ എന്നത് പറയാൻ അർഹതയുള്ള ഒരു പിടി ആളുകളുണ്ട്. ഓലൊക്കെ പറഞ്ഞു കുത്തുബാണെന്ന്. അതന്നെ അത് തീരുമാനം. പിന്നെന്താ ഉറപ്പ്? ഇവിടെ മാഷരീനല്ല വേള തന്നെ ദുന്യാവെന്നാണ്. അതുകൊണ്ട് വിഡ്ഢിത്തം പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ ആരും പ്രത്യക്ഷപ്പെടരുത് എന്ന് ദയവായിട്ട് എല്ലാവരോടും അള്ളാനെ കരുതി പറയാം. ഈ സമൂഹത്തിന് കക്ഷിത്വം കൊണ്ട് നീ കഷ്ണാക്കരുത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഞാൻ ദീർഘമായി പറയുന്നില്ല. ഞാൻ അതിങ്ങനെ ഒന്ന് പറയാൻ കാരണം എന്നോട് ഒരുപാട് സഹോദരന്മാർ ദിവസം വേള വെക്കുന്ന ആൾക്കാരുണ്ട് ഗൾഫിൽ നിന്ന്. ഇന്നുണ്ട്. ഓല് പറഞ്ഞു, ഇപ്പൊ ഉടങ്ങനൊക്കെ ഒരു മുസീബത്തുണ്ട്, അമൃതങ്ങൾ എങ്ങനെ കുത്തുബാക ഉറപ്പിക്കാൻ പറ്റുമോ മാഷരിക്ക് വേണ്ടേ? അതിന് നിങ്ങളൊരു മറുപടി വരണമെന്ന് അറിയുന്നത്. ഓൾക്ക് വേണ്ടിയിട്ട് തിരിഞ്ഞ മറുപടി ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ചിന്തിക്കണേ, ഞാൻ പോവുകയാണ്. അവസാനിപ്പിക്കുകയും കൂടിയാണ്. 2 മണിക്കൂറാണ് നമ്മുടെ സമയം. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിലേക്ക് കൽബ് സമർപ്പിക്കണം ഉമ്മമാരെ, അല്ലാഹുവിലേക്ക് കൽബ് സമർപ്പിക്കണം പെങ്ങന്മാരെ. ഇന്നുള്ള പ്രണയങ്ങളൊക്കെ പ്രണയമല്ല. ഇക്കിളി ചിന്തകളും മാംസബന്ധിതമായ സ്നേഹങ്ങളും അത് കാപട്യമാണ്. അത് യഥാർത്ഥമായ സ്നേഹമല്ല. നിന്നെ എവിടെ ഒരു ചെറുപ്പക്കാരൻ കണ്ടു ചിരിച്ചു, അതിന്റെ പേരിൽ ഓന്റെ കൂടെ ചാടിപ്പോവാണെങ്കിൽ ഇപ്പൊ അങ്ങനെ നേരത്തെ പലരോടും ചിരിച്ച ആളാ. അയ്യ അറിയില്ല.
ഇവൻ ഈ ചിരിക്കലൊരു ഏർപ്പാടാ. നിന്നെ കണ്ടപ്പോ എന്നോട് ചിരിച്ചു. ഈ ചിരിമന്നപ്പ ഈ സ്നേഹം ഒപ്പിയെടുത്തത്. ഇതിപ്പോ നേരത്തെ തുടങ്ങിയതാ. പെണ്ണിനെ കാണുമ്പോ ഒക്കെ ചിരിക്കുന്ന ആളവന്. ഈ ചിരിയിൽ അവനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണമെന്ന് മനസ്സിലാക്കിയിട്ട് നീ ചാടിപ്പോയാൽ നിന്റെ ദുന്യാവും തൊലയും, ആഖിറം പരാജയപ്പെടും, ഉമ്മാക്ക് അസുഖാവും, വാപ്പാറ്റ കുടിച്ച് മരിക്കും, ദുന്യാവിൽ നീ ഒന്നുമല്ലാത്ത ഭാരമായി മാറും. ഇന്ന് അത് അധികരിച്ച കാലമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇപ്പൊ ചില ആളുകളെ പണി തന്നെ ഇത് മൊബൈൽ എടുത്ത് വിളിക്കാം. പിന്നെ വിളിക്കൽ ഇപ്പൊ എങ്ങനെയെന്നറിയോ? കള്ളുടിയനാണ്, നിസ്കരിക്കൊന്നുമില്ല, എന്നാലും വിളിക്കും. അല്ല, തഹജ്ജുദ് നിസ്കരിക്കാതെ ഉറങ്ങാ. ഇത് കേട്ടാ പെങ്ങളിയായിരിക്കും, പടച്ചോനെ ഇത് ബൈത്തുൽ മഅമൂർന്ന് കൊഴിഞ്ഞു വന്നാട്ടോ. ഫർള് നിസ്കരിക്കാത്ത പഹന തഹജ്ജുദ് നിസ്കരിച്ചോന്ന് ചോദിക്കണത്. ചിന്തിച്ചോക്കണേ. ഇതിലൊന്നും വഞ്ചിതാവരുടെ പെങ്ങന്മാര് ഇന്ന് പലരും ചോദിക്കൽ അങ്ങനെ. കാരണം നല്ല കുടുംബത്തിൽ ഒരാളെ കിട്ടണമെങ്കിൽ ഈ ഓലപ്പാമ്പിട്ട് ഇളക്കണം. തഹജ്ജുദ് നിസ്കരിക്കാതെ കിടക്ക. ഉണർന്നാ തന്നെ ഈ പെണ്ണിനൊരു സ്നേഹം. ഇതൊപ്പം കൂടാൻ പറ്റിയ സാധനം കേട്ടോ. തഹജ്ജുദ് നിസ്കരിക്കാതെ കിടക്കാന്നാ ചോദിക്കണത്. ഇതേതോ മുറബിയായ ഷെയ്ഖുമായി ബന്ധമുള്ള ഒരു മുരീദാണ്. ഞാനും ഒപ്പരപ്പം കൂടിയാലേ പിന്നെന്താന്ന് ഞാൻ പറഞ്ഞ എന്താ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ബനി നിന്റെ അടുത്തേക്ക് വരും കാണാൻ തൊപ്പിയൊക്കെ ഇട്ടിട്ട്. പക്ഷെ ബന്റെ തനി നിറ നിന്നെ തട്ടിക്കൊണ്ടുപോകുമ്പോ 2 കിലോമീറ്റർ കഴിഞ്ഞാൽ അറിയാം, തൊപ്പിയും പോവും ഒക്കെ പോവും. പിന്നെ ഏതോ കാടന്മാരുള്ള സ്ഥലത്തേക്കാണ് നിന്നെ കൊണ്ടുപോകല്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. വ്യാപകമാണ് പെങ്ങന്മാരെ. സ്നേഹം അള്ളാഹുയിൽ നിന്നും റസൂലിൽ നിന്നും കിട്ടണം. അതില്ലെങ്കിൽ എവിടുന്ന് കിട്ടിയിട്ടും കാര്യമില്ല. മറ്റേക്കെന്താ അറിയോ, നമ്മൾ മുരിങ്ങാക്കായനോട് ഒരു സ്നേഹം ചെയ്യലുണ്ട്. എന്താ, മുരിങ്ങാക്കായ ഇങ്ങനെ ചവച്ചിട്ട് നീരിറക്കി തുപ്പും. ചോദിച്ചാൽ പറയും എനിക്ക് മുരിങ്ങാക്കായനോട് ഭയങ്കര ഇഷ്ടമാണെന്ന് അറിയും. അത് മുരിങ്ങാക്കായ്ക്ക് ബുദ്ധി ഉണ്ടായോക്കാണ്, അപ്പോഴേ അറിയുള്ളൂ. മുരിങ്ങാക്കായ്ക്ക് ഹയാത്തും അക്കലും ഇല്ലാത്തതുകൊണ്ട് നമ്മളാ പറയണത്. നമ്മൾ മനുഷ്യന്മാരോട് പറഞ്ഞ ഈ വർത്താനുണ്ടല്ലോ, നമ്മൾ ചവച്ച് തുപ്പിയതിനു ശേഷം മുരിങ്ങാക്കായ നീച്ചിക്കാന്ന് കൂട്ടുക. എന്തിനാ എന്നെ തിന്നെന്ന് വെച്ചാൽ എനിക്ക് എന്നോട് ഭയങ്കര സ്നേഹം എന്ന് പറഞ്ഞാൽ മോന്ത അങ്ങോട്ട് കായോ തന്നെ. അത് സ്നേഹമല്ല, അത് നമ്മളെ വികാരം, നമ്മളെ ഇഷ്ടം തീർത്തിട്ട് ചവച്ച്. ഇതേപോലെയാണ് ഇന്നത്തെ പ്രണയം. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് പ്രണയം തിരിയേണ്ടത് റബ്ബിലേക്കാണ്, കാമം തിരിയേണ്ടത് മദീനയിലേക്കാണ്, മോഹം മൊട്ടിട്ട് വിടരേണ്ടത് മദീനയുടെ പുനിലാവിന്റെ ആ പുഞ്ചിരിയിലാണ്. അല്ലാഹുവേ, യഥാർത്ഥമായ സ്നേഹം കണ്ടെത്തി ആ സ്നേഹമാകുന്ന ലഹരി കുടിക്കാൻ ഞങ്ങൾക്ക് നീ അവസരം നൽകണേ അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ അവസരം നൽകണേ തമ്പുരാനെ. നിന്നെ സ്നേഹിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാഹുവേ, നിന്നെ സ്നേഹിച്ച് ദിക്റിലും ഫിക്റിലുമായി കഴിയാൻ നീ അവസരം നൽകണേ തമ്പുരാനെ. നിന്നെ കുറിച്ച് നല്ല ഭാവനക്ക് അവസരം നൽകണേ ഞങ്ങളെ ദോഷങ്ങളൊക്കെ നീ പുറത്തു തരണേ തമ്പുരാനെ. അല്ലാഹുവേ, നിന്നെ ഓർത്ത് സ്നേഹിച്ചുകൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കാൻ മഹദിയായ വലിയത്തുല്ലാഹി റാബിയത്തുൽ അദവിയ്യ പെങ്ങന്മാരെ പാതിരാവിന്റെ ഉള്ളറയിൽ എണീറ്റുകൊണ്ട് വുളൂ ചെയ്യുകയാണ്. മഹാനായ ഇസ്മായിൽ ഹഖി റഹിമഹുല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ എന്ന ആയത്തിന്റെ തഫ്സീറിൽ ഈ ചരിത്രം രേഖപ്പെടുത്തിയത് കാണാം. എല്ലാ രാത്രിയിലും വുളൂ ചെയ്തുകൊണ്ട് 100 റക്അത്ത് റാബിയത്തുൽ അദവിയ്യ തഹജ്ജുദ് നിസ്കരിക്കുകയാണ്. 2 റക്അത്തല്ല, 10 റക്അത്തല്ല, 100 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുകയാണ്. എന്നിട്ടങ്ങ് ദുആ ചെയ്യുകയാണ്. ഖലാ കുല്ലു ഹബീബിൻ ഹബീബിഹി. അല്ലാഹുവേ, പരസ്പരം സ്നേഹിക്കുന്നവർ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്ന സമയമാണിത് തമ്പുരാനെ. ഭാര്യ ഭർത്താവിനെ കാണാൻ ആഗ്രഹിക്കുകയാണ്, ഭർത്താവ് ഭാര്യയെ പുണരാൻ ആഗ്രഹിക്കുകയാണ്. കമിതാക്കൾ തമ്മിൽ കണ്ടുമുട്ടി കുശലാന്വേഷണത്തിനും സംസാരത്തിനും വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന സമയമാണ് ഈ പാതിരാവിന്റെ ഉള്ളറ തമ്പുരാനെ. ഈ റാബിയക്ക് കാമുകനില്ല, ഈ റാബിയക്ക് ഭർത്താവില്ല, ഈ റാബിയക്ക് ജീവിച്ചിരിക്കുന്ന വാപ്പയില്ല. എന്റെ എല്ലാം നീയാണ് സ്നേഹനിധിയായ കാരുണ്യത്തിന്റെ പ്രപഞ്ചമായ റഹ്മാനേ,
റഹീമേ ഗഫാറേ തവ്വാബേ, ഈ റാബിയാക്ക് നിന്റെ ലുക്കാവ് കാണിച്ചു തരണേ എന്ന് അന്തിപ്പാതിരാത്രിയിൽ അല്ലാഹു തഹജ്ജുദ് നിസ്കരിച്ച് ഭക്തനിർഭയയായി പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ച വലിയത്തുല്ലാഹി റാബിയത്തുൽ അദവിയ. പോകുന്ന സ്വർഗത്തിൽ പോകണ്ടേ ഉമ്മ, പോകണ്ടേ പെങ്ങളെ, ഓ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, അതുകൊണ്ട് ഭക്ഷണം നൽകിയ അല്ലാഹ്, വെള്ളം നൽകിയ അല്ലാഹ്, ഓക്സിജൻ നൽകിയ അല്ലാഹ്, ശ്വാസോച്ഛ്വാസത്തിനുള്ള ശേഷി നൽകിയ അല്ലാഹ്, ഓരോ ഞരമ്പുകൾ മനുഷ്യന്റെ ശരീരത്തിലുള്ള ഞരമ്പുകളെ പുറത്തേക്ക് എടുത്തുകൊണ്ട് നീട്ടിയാൽ 1,00,000 കിലോമീറ്റർ നീളുന്ന രൂപത്തിലുള്ള ഞരമ്പുകൾ നമ്മുടെ ഉള്ളിലുണ്ട്. ഇത് സംവിധാനിച്ച് പ്രവർത്തിപ്പിക്കുന്ന അല്ലാഹ് 7000 മുകളുകൾ നമ്മുടെ നാവിനുണ്ട്. ആട്ടോമാറ്റിക് ബൾബ് പോലെ ചെറിയ ചെറിയ മണികൾ നാവിന്റെ മുമ്പിൽ കണ്ടില്ലേ? ഇതാണ് മനുഷ്യനെ രുചി അറിയാൻ സഹായിക്കുന്നത്. 7000 രുചിയാണ് ഇതുകൊണ്ടറിയുന്നത്. ഈ നാവിന്റെ തലപ്പിനൊരു പുണ്ണ് വന്നാൽ അത് ക്യാൻസർ ആയാൽ ഇങ്ങനെ അനുഗ്രഹങ്ങളുടെ പേമാറി, അനുഗ്രഹങ്ങളുടെ പറുദീസയിൽ രാജാവിനെ പോലെ എന്നെയും നിങ്ങളെയും ജീവിപ്പിക്കുന്ന അല്ലാഹ്, എന്നിട്ടും ഈ കൈ കൊണ്ട് പടച്ചതിനെതിരെ നമ്മൾ പ്രവർത്തിച്ചില്ലേ? ഈ കാലുകൊണ്ട് നാം സിനിമാ തിയേറ്ററിലേക്ക് നടന്നില്ലേ? ഈ കാലുകൊണ്ട് അല്ലാഹുവിനെ ഇഷ്ടപ്പെടാത്ത സ്ഥലത്തേക്ക് നടന്നില്ലേ? ഈ കൽബ് കൊണ്ട് അല്ലാഹുവിനെ ഇഷ്ടമില്ലാത്തത് ചിന്തിച്ചില്ലേ? ഈ കണ്ണുകൊണ്ട് പടച്ചവന് പൊരുത്തമില്ലാത്തത് കണ്ടില്ലേ? അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ തന്നെ അതിലെല്ലാം ഖേദിച്ചുകൊണ്ട് ഇനി ആവർത്തിക്കില്ല എന്ന് ശപഥം ചെയ്തുകൊണ്ട് അല്ലാഹുവിനോട് കൽബ് തുറന്നുകൊണ്ടെന്ന് പറഞ്ഞ് കരയണേ. അതിനെ സംഗമം അല്ലാഹു കാരണമാക്കി തരട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. 10 മണിയോളായി ഞാൻ നിർത്തുകയാണ്. ഓഡിറ്റോറിയാണല്ലോ, ഒരുപാട് ആളുകൾ, ഒക്കെ തിരക്കുള്ള ആളുകൾ, മുച്ചായാലും പെണ്ണുങ്ങളൊക്കെ ഉണ്ട്. ഭക്ഷണം കഴിക്കാതെ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവസാനമായി എനിക്ക് പറയാനുള്ളത്, പറഞ്ഞാൽ തീരാത്ത വിഷയമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബാ എന്നുള്ള അക്ഷരം സീനും മാത്രമാണ് ഞാൻ ചർച്ചക്കെടുത്തത്. അതുമായി അനുബന്ധമായ വിഷയങ്ങളിലൂടെ പോയതാണ്. മീം എടുത്തിട്ടില്ല, റഹ്മാനും റഹീമും വേറെ ഉണ്ട്. അള്ളാഹുവിന്റെ സ്നേഹം പറഞ്ഞാൽ തീരൂല. ബിസ്മി എന്ന അർത്ഥം വെച്ചാൽ മാസങ്ങളും കൊല്ലങ്ങളും പറഞ്ഞാൽ തീരൂല. അതിൽ മൊത്തമുള്ളത് അള്ളാഹുവിന്റെ സ്നേഹമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള അള്ളാഹുവിന്റെ അഡ്രസ്സാണ്. ഈ റഹ്മാനിയത്തും റഹീമിയത്തും മഹബത്തൊക്കെ ഊറ്റിക്കുടിക്കാൻ അള്ളാഹു നമുക്ക് അവസരം നൽകട്ടെ. കൂട്ടത്തിലൊന്ന് ഇത് അള്ളാഹിന്റെ മഹബത്ത് പറഞ്ഞ സാസാണ്. അള്ളാഹിന്റെ മഹബത്ത് കേട്ടിട്ട് പോവാണ്. അള്ളാഹിന്റെ മഹബത്തിൽ ഞാൻ ഈ പറഞ്ഞത് ഒന്നുമല്ല. കൃത്യമായിട്ട് വരച്ച് കാണിക്കാനുള്ള കഴിവ് നമുക്ക് ആർക്കും ഇല്ല. അതിന്റെ മേലെയാണ് അള്ളാഹ്. പക്ഷെ ഇതൊക്കെ പറഞ്ഞിട്ട് പോകുമ്പോൾ ഈ ദീനിയായ മജ്ലിസിലേക്കുള്ള സഹായം എന്ന ഉദ്ദേശത്തിൽ ഇവിടെ കുറച്ച് തേന്റെ കുപ്പിയുണ്ട്. തേനി എന്ന് പറഞ്ഞാൽ ഫീ ശിഫാഉൽ ലിന്നാസ്.